calm, I I remain calm and focus on making the right decision and and focus on focus on making the making right the right decision decisions in the market. in in the the market. market. So, mm, through the With a full confidence. ഞാൻ പ്രിൻസിപ്പൾക്ക് വാട്സപ്പ് അയച്ചിട്ടുണ്ട്. ഓക്കെ ഒന്നുകൂടി പറയാം. Okay. I am a disciplined and a profitable trader. I am a disciplined and a profitable trader. I remain calm I remain calm and focus on making the right decision and focus on making the right decision in the market with full confidence. in the market with full confidence. My success is built on the My success is built on the foundation of discipline foundation of discipline and understanding that and understanding that constant practice leads to mastery. constant practice leads to mastery. Negativity has no room in my trading. Negativity has no room in Negativity my has no room in trading. I trade with clarity and purpose. I trade with clarity and clarity and purpose. purpose. I trust my process and remain patient. I trust my process and remain patient. Winning or losing, I learn from every trade. Winning or losing, I learn from every trade. I am in my control of my trading journey. I am in control of my trading journey. Success is my destiny Success is my destiny because I am disciplined and working towards it. because I am disciplined and working towards it. Success, success, success. Success, success, success. സക്സസ് യെസ് ഗൈസ്. സോ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ ഒരാഴ്ച ഞാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞൊരു ദിവസം ഇന്നലെ ആയിരിക്കും അല്ലെ. കാരണം ഈ ഒരാഴ്ച നോക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് മൺഡേ ഉണ്ടായിരുന്നു, ട്യൂസ്ഡേ ഉണ്ടായിരുന്നു, വെനസ്ഡേ ഉണ്ടായിരുന്നു. ഈ 3 ദിവസം ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ആയ എത്ര പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്? ചാറ്റ് ബോക്സ്, നിങ്ങൾ ചാറ്റ് ബോക്സ് നന്നായിട്ട് യൂസ് ചെയ്യുക. ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. 3 ദിവസം ട്രേഡ് എടുത്ത്, മൺഡേ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ട്യൂസ്ഡേ ഉണ്ടായിരുന്നു, വെനസ്ഡേ ഉണ്ടായിരുന്നു. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ 3 ദിവസം ഉണ്ടായിരുന്നു. 3 ദിവസത്തിൽ 3 ദിവസം ട്രേഡ് എടുത്ത ആൾക്കാർ ആരൊക്കെ ഉണ്ട്? ഓക്കെ, ഇന്നും കൂടെ കൂട്ടി നമുക്ക് 4 ദിവസം. 4 ദിവസത്തിൽ 4 ദിവസം പ്രോഫിറ്റ് ആയ ആരെങ്കിലും ഉണ്ടോ? യെസ്, വെരി ഗുഡ്. ആരുമില്ല. 4 ദിവസത്തിൽ 3 ദിവസം പ്രോഫിറ്റ് ആയ ആരെങ്കിലും ഉണ്ടോ? ക്ലാസ് ആണ്? അല്ല, ക്ലാസ് അല്ല. മൺഡേ ജോൺ ബ്രോ, 4 ദിവസത്തിൽ 3 ദിവസം പ്രോഫിറ്റ് ആയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, വെരി ഗുഡ്. 4 ദിവസത്തിൽ 2 ദിവസം പ്രോഫിറ്റ് ആയ ആരെങ്കിലും ഉണ്ടോ? 4 ദിവസത്തിൽ 2 ദിവസം. യെസ്, ഗോഡിൻ ബ്രോ ഉണ്ട്. അപ്പൊ ഒരാളെ കിട്ടി. ഗോഡിൻ ബ്രോ, ഒരാള് 4 ദിവസത്തിൽ 2 ദിവസം പ്രോഫിറ്റ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ 4 ദിവസത്തിൽ 2 പ്രോഫിറ്റ് ആയ സ്വാലി ബ്രോ ഉണ്ട്. ഓക്കെ, 2 പേരെ കിട്ടി. വേറെ ആരും ഇല്ല. ഓക്കെ, 4 ദിവസത്തിൽ 1 ദിവസമെങ്കിലും പ്രോഫിറ്റ് ആയ എത്ര പേരുണ്ട്? ചാറ്റ് ബോക്സ്. 4 ദിവസത്തിൽ എന്റെ പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരു മിനിമം 1:2 എങ്കിലും ഹണ്ട് ചെയ്ത 4 ദിവസത്തിൽ 1 പ്രോഫിറ്റ് എങ്കിലും ഉള്ള എത്ര പേരുണ്ട് ചാറ്റ് ബോക്സിൽ? യെസ്, കുറച്ചുകൂടെ അധികം ആൾക്കാരുണ്ട്. യെസ്, ജസ്റ്റിൻ ബ്രോ, ജോൺ ബ്രോ, പ്രജ്വൽ ബ്രോ, നവീൻ ബ്രോ. യെസ്, 4 ദിവസത്തിൽ ഒരു ദിവസം പോലും പ്രോഫിറ്റ് ഇല്ലാത്ത എത്ര പേരുണ്ട്? ഓപ്പൺ ആയിട്ട് പറയാം, നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്. ഓപ്പൺ ആയിട്ട് പറയാം, എത്ര പേരുണ്ട് 4 ദിവസത്തിൽ ഒരു ട്രേഡ് പോലും എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രോഫിറ്റ് ആവാത്ത? റീസൺസ് അറിയണ്ട, എത്ര പേരുണ്ട്? വധു ബ്രോ, യെസ്, ഞാനുണ്ട്. വേറെ കുറച്ച് പേരുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങള്, ഞാനോ ഏത് വ്യക്തി ആയിക്കോട്ടെ, നമ്മൾ ഒരാളെ പഠിപ്പിക്കുന്നത് ഒരേപോലെ ആയിരിക്കും. എസ്പെഷ്യലി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ടോ, ഓരോരുത്തരെയും റിവിഷൻ ചെയ്യിപ്പിച്ച് ആ രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലെ. അതായത് എല്ലാവർക്കും ഞാൻ പകർന്നു തരുന്ന കാര്യം സെയിം ആണ്. പക്ഷെ റിസൾട്ട് വരുന്ന സമയത്ത് ഇപ്പൊ ഒരു ഫ്ലക്ച്വേഷൻ ഇല്ല. 4 ദിവസത്തിൽ 4 ദിവസമെങ്കിലും ട്രേഡ് എടുത്ത ആരുമില്ല, പ്രോഫിറ്റ് എടുത്ത ആരുമില്ല. 4 ദിവസത്തിൽ 3 ദിവസമായിട്ടുള്ള അധികാരം കണ്ടില്ല. 4 ദിവസത്തിൽ 2 ദിവസം ട്രേഡ് എടുത്ത കുറച്ച് പേരുണ്ട്. 4 ദിവസത്തിൽ 1 ട്രേഡ് എടുത്ത കുറച്ചധികം പേരുണ്ട്. 4 ദിവസത്തിൽ 1 ട്രേഡ് പോലും പ്രോഫിറ്റ് ആവാത്ത ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അറിയോ? ഇപ്പം
ഇത് രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഒരു അതായത് പഠിപ്പിക്കുന്ന കാര്യം സെയിം ആണ്, പഠിക്കുന്ന നിങ്ങൾ അവിടെ ഇരിക്കുന്നതും എല്ലാം സെയിം ആണ്. പക്ഷെ ഈ ഒരു ഫ്ലക്ച്വേഷൻ, ഈ പറയുന്ന റിസൾട്ടിൽ വരുന്ന ഫ്ലക്ച്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് കോണ്ടന്റും, കോണ്ടന്റ് ആൻഡ് കോണ്ടെക്സ്റ്റ്. കോണ്ടന്റ് ആൻഡ് കോണ്ടെക്സ്റ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ദാ പ്രജൽ ബ്രോ, ഇതെന്താ ഒരു വാട്ടർ ബോട്ടിൽ അല്ലേ? ഇതിനകത്ത് വെള്ളമുണ്ട്. യെസ്, ഇതിനകത്താണെങ്കിൽ കുടിക്കാൻ പറ്റുന്ന വെള്ളമുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു കപ്പാണ്, നമുക്ക് വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ ചായ ഒക്കെ കുടിക്കുന്ന ഒരു കപ്പാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, ഈ ഒരു വെള്ളം ഈ ഒരു കപ്പിനകത്തോട്ട് ഒഴിച്ച്, ഈ ഒരു കുപ്പിക്കകത്തുള്ള വെള്ളം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്ന കോണ്ടന്റ് ആണ്. അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ, അതിപ്പോ എന്റെ അടുത്തു നിന്നല്ല, ഏത് സ്ഥലത്ത് പോകുമ്പോഴും നിങ്ങൾ ഒരു കാര്യം പഠിക്കാനിരിക്കുന്ന സമയത്ത് ഈ കുപ്പിക്കകത്തുള്ള വെള്ളം എന്ന് പറയുന്നത് കോണ്ടന്റ് ആണ്. ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയാണ്, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ബ്രെയിൻ ആണ്. അപ്പം ഞാൻ ഒരു കാര്യം പകർന്നു തരുന്ന സമയത്ത് നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് കോണ്ടെക്സ്റ്റ്. കോണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണോ പറയുന്നത് അതാണ് കോണ്ടന്റ്. ഞാനിപ്പോ നിങ്ങളെ പഠിപ്പിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് പഠിപ്പിച്ച ടോപ്പിക് ഏതാ ആമിഷെ, ഓർമ്മയുണ്ടോ? ആമിഷെ ലാസ്റ്റ് പഠിപ്പിച്ച ടോപ്പിക് ഏതാന്ന് ഓർമ്മയുണ്ടോ? ഇല്ല ബ്രോ. പിന്നെ നീ എന്തിനാ പഠിക്കാൻ വരുന്നേ? ഞാൻ ആ ക്ലാസ് കേറിയിട്ടില്ലായിരുന്നു. അതാ പിന്നെ എന്തിനാ പഠിക്കുന്നേ? ഞാന് ഓക്കെ, മതി മതി മതി. ഓക്കെ, സോ ലാസ്റ്റ് ഇപ്പൊ ഞാൻ പഠിപ്പിച്ച ടോപ്പിക് ലിക്വിഡിറ്റി സ്വീപ്പ് വേഴ്സസ് ലിക്വിഡിറ്റി റൺ. ഞാൻ പഠിപ്പിക്കുന്ന എന്താവും ബ്രോ? കോണ്ടന്റ് ആണ്. കോണ്ടന്റ് ഇറ്റ്സ് ജസ്റ്റ് എ കോണ്ടന്റ്. അത് കോണ്ടെക്സ്റ്റ് ആവുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, നിങ്ങൾ എത്രത്തോളം ഡിസിപ്ലിനോട് കൂടിയിട്ടാണ് അതിനെ മനസ്സിലാക്കുന്നത്, അത് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ മാർക്കറ്റിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന എഫേർട്ട്, അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം എടുക്കുന്ന ഫീഡ്ബാക്ക്, ഇതെല്ലാം എന്ത് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ കോണ്ടെക്സ്റ്റ് ആണ് അവരെ വിജയിപ്പിക്കുന്നതും അവരെ പരാജയപ്പെടുത്തുന്നതും. അതായത് ഞാൻ പകർന്നു തരുന്ന കോണ്ടന്റ് എന്നുള്ളത് എല്ലാവർക്കും ഒരേപോലെയാണ്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിറ്റിയിൽ പല ആൾക്കാർക്കും പല റിസൾട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോണ്ടെക്സ്റ്റ് ഡിഫറെന്റ് ആണ്. മേ ബി വധൂബ്രോയുടെ കോണ്ടെക്സ്റ്റ് ആയിരിക്കത്തില്ല വേറൊരാളുള്ളത്. അപ്പം നമ്മൾ ഇടുന്ന എഫേർട്ട്, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, അതായത് നിങ്ങളുടെ ബ്രെയിൻ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി, ആ വ്യക്തി ഇതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു, ആർക്ക് വേണ്ടിയിട്ടാണ് മനസ്സിലാക്കുന്നത്, ഇത് എന്തിനാണ് ഞാൻ പഠിക്കുന്നത്, എന്തിനാണ് ഞാൻ ട്രേഡിങ്ങിൽ വന്നത്, സോ ഇതിനെല്ലാം ഡിഫൈൻ ചെയ്തിട്ടായിരിക്കും നമ്മുടെ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇന്ന് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, ഇപ്പം ഒരാൾ പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം പുതിയതായിട്ട് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഒരു ഷീൽഡ് ഉണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും ജസ്റ്റ് കൈ ഒന്ന് ഇങ്ങനെ വെച്ചേ, ജസ്റ്റ് കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചേ. യെസ്, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് എന്ത് വന്നാലും നമ്മുടെ ബ്രെയിൻ ഒരു ഷീൽഡ് ഉണ്ട്, അത് അകത്തോട്ട് എടുക്കത്തില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളം നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എക്സ്പാൻഡ് ചെയ്ത് ഈ ഒരു കോണ്ടെക്സ്റ്റ് വളർത്തുക. എങ്ങനെയായിരിക്കും നമ്മുടെ കോണ്ടെക്സ്റ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയായിരിക്കും നമ്മുടെ കോണ്ടന്റ് എന്നുള്ളത് ഞാൻ പകർന്നു തരുന്ന കാര്യമാണ്, അത് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പലർക്കും പല റിസൾട്ട് വരുന്നതിന്റെ കാരണം കോണ്ടെക്സ്റ്റ് ആണ്. എങ്ങനെ നമുക്ക് നമ്മുടെ കോണ്ടെക്സ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? ചാറ്റ് ബോക്സ്. എങ്ങനെ നമുക്ക് നമ്മുടെ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് റിസൾട്ട് കൊണ്ടുവരാൻ കോണ്ടെക്സ്റ്റിനെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം? പറ, നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തൊക്കെയാ? ഇംപ്ലിമെന്റ് ചെയ്യണം, യെസ്. വേറെ ബാക്ക് ടെസ്റ്റ് ചെയ്യണം, ഡബിൾ ലൂപ്പ് ചെയ്യണം, യെസ്. വെരി ഗുഡ്, യെസ്. ഇതിനെല്ലാം കൂടെ നമുക്ക് ഈ കോണ്ടെക്സ്റ്റ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, ലേണിംഗ്. പഠിക്കണം. എങ്ങനെ പഠിക്കണം? നന്നായിട്ട് പഠിക്കണം. നമ്മുടെ ലൈഫിലാണെങ്കിലും ട്രേഡിംഗ് ആണെങ്കിലും ഈ ഒരു സെഷൻ ഞാൻ പഠിച്ചൊരു സെഷനാണ്, ഞാൻ ബിസിനസ് പെർസ്പെക്റ്റീവിൽ പഠിച്ചൊരു സെഷനാണ്. അതിൽ നിന്നും എന്റെ എക്സ്പീരിയൻസ് ഞാൻ പിന്നെ അതിനെ ട്രേഡിംഗ് പെർസ്പെക്റ്റീവിലൂടെ മാറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു സെഷൻ പ്രിപ്പയർ ചെയ്തത്. ജീവിതത്തെ വിജയിക്കണമെങ്കിൽ, നമുക്ക് ഏതെങ്കിലും ഒരു നിലയിൽ എത്തണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, ലേണിംഗ്. ആമിഷെ, വെറും ലേണിംഗ് അല്ല, കണ്ടിന്യൂസ് ലേണിംഗ്. ഇപ്പം നമ്മുടെ ലൈഫിൽ ഒരു പിരമിഡ് വരയ്ക്കാണ്, ജസ്റ്റ് ഒരു ട്രയാങ്കിൾ. നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്ന ആൾക്കാർ 3 തരം ആൾക്കാരാണ് ലൈഫിലുള്ളത്. അതായത് 3 ടൈപ്പ് ഓഫ് കാറ്റഗറി. ജീവിതത്തിലാണെങ്കിലും ട്രേഡിങ്ങിലാണെങ്കിലും 3 കാറ്റഗറി ആയിരിക്കും ഉള്ളത്.
ഇന്നത്തെ സെഷന്റെ നോട്ട്സ് നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നിങ്ങൾ റഫ് നോട്ടായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക. ഓക്കെ, 3 തരം ആൾക്കാരായിരിക്കും ലൈഫിലുള്ളത്. പ്രജ്വൽ ബ്രോ, ഒന്നെന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ കാണുന്ന 89% ആൾക്കാരും 89% ആൾക്കാരും അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ജനറൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ജനറൽ കമ്മ്യൂണിറ്റി. ഈ ഒരു 89% ആൾക്കാരുടെ ക്യാരക്ടർ, സ്വഭാവം എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. ഈ പറയുന്ന പോലെ സ്കൂളിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നു, അത്യാവശ്യം മാർക്കൊക്കെ വാങ്ങിച്ച് ഒരു ജോലി സാധ്യത ഉള്ള ഒരു കോഴ്സ് ഒക്കെ എടുക്കുന്നു, ഒരു 9 to 5 ജോബിന് പോകുന്നു, ഒരു നോർമൽ ലൈഫ് ജീവിക്കുന്ന 89% ആൾക്കാരാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്നത്. ഇതേപോലെ തന്നെയാണ് ട്രേഡിങ്ങിൽ വരുന്ന 89% ആൾക്കാർ എന്താ ചെയ്യുന്നത്? ട്രേഡിങ്ങിലോട്ട് വരുന്നു, ആദ്യം എന്തൊക്കെയോ കുറച്ചൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ചൊക്കെ പഠിക്കുന്നു, കുറച്ച് പൈസയൊക്കെ ഒപ്പിക്കുന്നു, ട്രേഡ് ചെയ്ത് തുടങ്ങുന്നു, അത് കംപ്ലീറ്റ് ആയിട്ട് ലോസ് ആവുന്നു. അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? 89% ആൾക്കാർ ജീവിതത്തിലാണെങ്കിലും ട്രേഡിങ്ങിലാണെങ്കിലും ഒരു ജനറൽ കാറ്റഗറിയാണ്. പിന്നുള്ളൊരു 10% ആൾക്കാരുണ്ട്, ഒരു 10% ആൾക്കാർ. അവരെന്ന് പറയുമ്പോൾ നമുക്ക് ഗുഡ് ഓർ ഗ്രേറ്റ്, നല്ലതോ മികച്ചതോ എന്നുള്ള കാറ്റഗറി, ഗുഡ് ഓർ ഗ്രേറ്റ്. ലൈഫിലാണെങ്കിലും ഈ ഒരു ജനറൽ കാറ്റഗറിക്ക് മേളിൽ നമ്മൾ ഈ പറയുന്ന സോക്കോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള നമുക്കൊരു 10% ആൾക്കാരുണ്ട്. അതേപോലെ തന്നെയാണ് ട്രേഡിങ്ങിലാണെങ്കിലും ഈ പറയുന്ന പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, അതായത് അവർ സ്ട്രഗിൾ ചെയ്ത് അവർ കഷ്ടപ്പെട്ട് പഠിച്ച് ഇമ്പ്രൂവ് ചെയ്ത് ഒരു അത്യാവശ്യം നല്ല ഒരു കംഫർട്ടബിൾ സോണിൽ എത്തുന്ന 10% ആൾക്കാർ. നിങ്ങളെ ഞാൻ ആദ്യം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ജനറലിൽ നിന്ന് 10% കാറ്റഗറിയിലോട്ട്. നമുക്ക് ജീവിതത്തിലാണെങ്കിലും ട്രേഡിങ്ങിലാണെങ്കിലും ദ അൾട്ടിമേറ്റ് 1% കാറ്റഗറി ഉണ്ട്. ദ 1%. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വേൾഡ് ക്ലാസ് എന്ന് വിളിക്കുന്നത്. വേൾഡ് ക്ലാസ്. ജീവിതത്തിലാണെങ്കിലും ട്രേഡിങ്ങിലാണെങ്കിലും നമ്മുടെ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് ആവുക എന്നുള്ളതായിരിക്കണം. ഒരു ചെറിയ ചോദ്യം, നമ്മളൊരു 10 പേര്, നിങ്ങൾക്ക് ചുറ്റുമുള്ള 10 പേര് എടുക്കുക. 9 പേരും ഈ കാറ്റഗറിയിലായിരിക്കും ഉള്ളത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇപ്പതാ ഇവിടോട്ട് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇപ്പം എൻഡ് ഓഫ് ദ ഗോൾ എന്താ? 1%, ദ അൾട്ടിമേറ്റ് സക്സസിലോട്ട് നമുക്ക് എത്തണം. ഇപ്പൊ നിങ്ങൾ എത്തുന്നത് ഇതിലോട്ട് എത്തുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. ഒരു ഗുഡ് ട്രേഡർ, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് ട്രേഡർ, അല്ലെങ്കിൽ ഒരു ഗുഡ് പേഴ്സൺ, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് പേഴ്സൺ ഇൻ ടേംസ് ഓഫ് എവറിത്തിങ്, വെൽത്ത്, ഫൈനാൻസ്, എല്ലാ കാര്യത്തിലും. സോ എന്തുകൊണ്ടായിരിക്കും ഈ 89% ആൾക്കാരും ബിലോങ്സ് ടു ദ ജനറൽ കമ്മ്യൂണിറ്റി? നിങ്ങളുടെ ഒപ്പീനിയൻ ചാറ്റ് ബോക്സിൽ ഇടുക. വൈ? എന്തുകൊണ്ട്? തോട്ട് പ്രോസസ് വേറെ. നോട്ട് റെഡി ടു സഫർ. യെസ്. ഓക്കെ, വേറെ. ദേ ഡോണ്ട് ടേക്ക് റിസ്ക്. സൊസൈറ്റി അങ്ങനെയാണ്. യെസ്. പ്രധാനമായിട്ടും ഈ ഒരു 89% ആൾക്കാർ, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഉത്തരവാണ്. സൊസൈറ്റി അങ്ങനെയാണ്, കണ്ടീഷൻ ചെയ്യുന്നത് അങ്ങനെയാണ്, ഹസിൽ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഇല്ല, എല്ലാം കറക്റ്റ് ആണ്. ഇതിനെല്ലാം കോമൺ ആയിട്ട് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവരാരും പഠിക്കുന്നില്ല. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പം ജസ്റ്റ് നൗ കോളേജ് കഴിഞ്ഞ ആൾക്കാരുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട്, കോളേജിൽ പഠിക്കുന്ന ഇപ്പം രാഹുൽ ബ്രോ തുടങ്ങിയ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ജെയ്സൺ ബ്രോ, അല്ലെങ്കിൽ നമ്മുടെ റമീസ് ബ്രോ, ഗോഡിം ബ്രോ, ആ ഒരു കാറ്റഗറി ഉണ്ട്. കൂടുതലും നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഒരു സ്കൂൾ സിസ്റ്റത്തിൽ 89% ആൾക്കാരും വിശ്വസിക്കുന്ന എന്താ? കോളേജ് കഴിഞ്ഞല്ലോ, അവർ കോളേജ് കാലഘട്ടം കഴിയുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും? പഠിത്തം നിർത്തും. അതായത് നമ്മൾ ഈ കാണുന്ന 89% ആൾക്കാരും ഈ ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് കഴിയുമ്പോഴായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? പഠിത്തം നിർത്തുന്നത്. ഈ 10% ആൾക്കാർ എന്താ ചെയ്യുന്നത്? ഇവര് കോളേജ് കഴിയുമ്പോഴായിരിക്കും ഇവര് പഠിച്ചു തുടങ്ങുന്നത്. ബ്രോ കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? നമ്മൾ ഈ പറയുന്ന സ്കൂളോ കോളേജോ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. പക്ഷെ ഈ ഒരു ജനറൽ കാറ്റഗറി ഓഫ് ആൾക്കാർ എന്താ ചെയ്യുന്നത്? സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരെ പഠിത്തം നിർത്തും. പിന്നെ അവർ ചെയ്യുന്നത് എന്താ? ഒരു സ്ട്രഗിൾ ആണ്, ഒരു റാറ്റ് റേസ് ആണ്. ഈ പറയുന്ന പോലെ രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, കല്യാണം കഴിക്കുന്നു, കുട്ടികൾ. ഈ ഒരു റാറ്റ് റേസിലായിരിക്കും അവർ പോകുന്നത്. അവർ പഠിക്കത്തില്ല. അവർ ഒരു കാര്യത്തിലും ജീവിതകാലം മുഴുവൻ സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു മെന്റാലിറ്റി അവർക്ക് ഉണ്ടാവത്തില്ല. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇത്രയും ഞാൻ പറഞ്ഞതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് ആണ്. ജീവിതത്തിലാണെങ്കിലും ട്രേഡിങ്ങിലാണെങ്കിലും കണ്ടിന്യൂസ് ലേണിംഗ്. നിങ്ങൾക്ക് നിങ്ങളെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഒറ്റ കാര്യമാണ്, ഈ ഒരു 10%ലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് എന്നുള്ളത്. ക്ലിയർ? ആൻഡ് പീപ്പിൾ, ആൾക്കാരെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ
സ്കൂൾ അല്ലെങ്കിൽ ഈ ഒരു കോളേജ് കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന ഒരു ജനറൽ കാറ്റഗറിയിൽ നിൽക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഒരു സിസ്റ്റം, നമ്മുടെ നേരത്തെ മിഗ്ദാദ് ബ്രോ പറഞ്ഞ പോലെ ഈ ഒരു സൊസൈറ്റിയിൽ തന്നെയാണ്. യെസ്, പഠിക്കുന്നതിന് ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒരു 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 സക്സസ് മന്ത്രമുണ്ട്, ഒരു സക്സസ് മന്ത്രമുണ്ട് അല്ലെങ്കിൽ ഒരു സക്സസ് ഫോർമുല. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും ജീവിതത്തിൽ അല്ലെങ്കിൽ ട്രേഡിങ്ങിലും ജീവിതത്തിലും സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സക്സസ് ഫോർമുല നമുക്കുണ്ട്. ആ സക്സസ് ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേൺ ക്വിക്കർ, പെട്ടെന്ന് പഠിക്കുകയും ആൻഡ് ഇംപ്ലിമെന്റ് ഫാസ്റ്റർ. എഴുതി വെച്ചോ, ജീവിതത്തിലാണെങ്കിലും ട്രേഡിങ്ങിലാണെങ്കിലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടി നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു സക്സസ് മന്ത്ര അല്ലെങ്കിൽ സക്സസ് ഫോർമുലയാണ് ലേൺ ക്വിക്കർ ആൻഡ് ഇംപ്ലിമെന്റ് ഫാസ്റ്റർ. നമ്മുടെ ഈ കമ്മ്യൂണിറ്റി തന്നെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, അത് ഭയങ്കര എപ്പോ നോക്കിയാലും പഠിത്തം. എന്നാ നോക്കിക്കേ, ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. രണ്ടാമത്തെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്, ഭയങ്കര ആവേശ കമ്മിറ്റിയാ, എല്ലാം പോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല. അതായത് ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങുന്നതിന് മുമ്പേ ആ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ റെഡി ആയിട്ട് ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർ പഠിക്കുന്നുണ്ടോ? ഇല്ല. മറ്റേ ചില ആൾക്കാർ പഠിക്കുന്നുണ്ട്, എപ്പോ നോക്കിയാലും പഠിത്തമാണ്, പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ? ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. ഇതിന്റെ ഒരു ബ്ലെൻഡ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് എത്രയും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കുക. ആ പഠിച്ചെടുത്ത കാര്യം എന്ത് ചെയ്യുക, എത്രത്തോളം ഫാസ്റ്റർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ഫാസ്റ്റർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. എന്താണ് ലേൺ ക്വിക്കർ ആൻഡ് ഇംപ്ലിമെന്റ് ഫാസ്റ്റർ. ഓക്കെ, നമ്മൾ ഈ പറയുന്ന പോലെ കുട്ടിക്കാലം മുതൽ നമ്മൾ സ്കൂളിലാണെങ്കിലും നമ്മളെ പഠിപ്പിച്ച് വെച്ചേക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഈ പറഞ്ഞ നമ്മളെ കണ്ടീഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഇന്നത്തെ സെഷനിൽ എങ്ങനെ പഠിക്കണം, പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ്, നമുക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് എത്രയും പെട്ടെന്ന് ഒരു കാര്യം, ഞാൻ നിങ്ങൾ ഒരു കാര്യം പഠിപ്പിക്കുവാണെങ്കിൽ ഈ ഫോർമുല നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ മറ്റെന്ത് പഠിക്കാൻ പോയാലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ട്രേഡിംഗ് പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നതെങ്കിൽ ഞാൻ ഇനി തൊട്ട് പഠിപ്പിക്കാൻ പോകുന്ന ലെവൽ 2 വിജയ് മോഹൻകാരെ ആണെങ്കിലും ഫ്യൂച്ചറിലാണെങ്കിലും ലെവൽ 2 ലെവൽ 3 നമ്മൾ കുറെ പഠിക്കല്ലോ. എത്രത്തോളം പഠിക്കാൻ പറ്റുന്നു അത്രത്തോളം നമ്മൾ പോകുന്ന സമയത്ത് എന്തൊരു കാര്യവും എത്രത്തോളം പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ ഉറപ്പുവരുത്തുക, അത്രത്തോളം പെട്ടെന്ന് തന്നെ ഇംപ്ലിമെന്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പ്രജ്വൽ ബ്രോ 2025 ഓരോ ദിവസവും ലോകം എങ്ങോട്ടാണ് മാറുന്നത് നമുക്ക് പോലും അറിയില്ല. അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ലോകം മാറുന്നത്. നമുക്ക് സമയമില്ല. നമ്മൾ പറയുന്നുണ്ടോ നമുക്ക് ഒരുപാട് സമയം ഉണ്ടല്ലോ എന്ന്? ഒരിക്കലും ഇല്ല. കാരണം ലോകം അത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണ് മാറുന്നത്, മാർക്കറ്റും അത്രത്തോളം. ഇപ്പൊ ഇന്ന് കിട്ടിയ ഒരു എൻട്രി, ഷരുൺ ബ്രോ ഇന്ന് എടുത്ത ആ ഒരു എൻട്രി ഒരു 5 സെക്കൻഡ് വൈകിയായിരുന്നെങ്കിൽ ആ എൻട്രി മിസ്സായിരുന്നേ. സോ അവിടാണ് നമ്മൾ ഒരു കാര്യം പഠിച്ചു നോക്കുക. ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാസം പഠിക്കുക, അങ്ങനെയല്ല. ഞാൻ നിങ്ങൾക്ക് തന്ന സമയത്ത് ഒരു ദിവസം ഞാനിപ്പോ ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ദിവസം നിങ്ങൾക്ക് സ്വന്തം, ഇപ്പൊ സാറ്റർഡേ ഞാനൊരു സാധനം പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൺഡേ ഇരുന്ന് ഫുൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാം. മൺഡേ ട്യൂസ്ഡേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലൈവ് മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അതിനുശേഷം റിവിഷൻ സെഷൻ, അതിനുശേഷം എന്താ പിന്നെ വീണ്ടും എന്റെ സെഷൻ, അതിന്റെ അടുത്ത ആഴ്ചയായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ്. കാരണം എത്രത്തോളം പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ഫാസ്റ്റർ ആയിട്ട് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. പക്ഷെ ഇത് അത്ര ഈസി അല്ല. പ്രജ്വൽ ബ്രോ നമ്മൾ വിചാരിക്കും ഓക്കെ നാളെ തൊട്ട് ഞാൻ പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യും, പെട്ടെന്ന് പഠിക്കും. ഈസി അല്ല. കാരണം ഞാൻ ഉൾപ്പെടെ, പ്രജ്വൽ ബ്രോ ഉൾപ്പെടെ, ഷരൂൺ ബ്രോ ഉൾപ്പെടെ, ഷിയാസിക്ക ഉൾപ്പെടെ, ജെയ്സൺ ബ്രോ ഉൾപ്പെടെ നമ്മൾ പഠിച്ചു വന്നൊരു സിസ്റ്റം ഉണ്ട്. നമ്മുടെ സ്കൂൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? അക്കാഡമിക് ഇന്റലിജൻസിന് ഫോക്കസ് കൊടുത്തിട്ടാണ് നമ്മളെ അവർ പഠിപ്പിക്കുന്നത്, അല്ലെ? അതായത് അക്കാഡമിക്, ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ കൂടെ പണ്ട് 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ച ക്ലാസ് ടോപ്പർ ആയിട്ടുള്ള ഒരാൾ കാണും. പക്ഷെ ഇന്ന് അവർ അത്ര അടിപൊളി ആയിരിക്കണമെന്നില്ല. അന്ന് അവർ ക്ലാസ്സിൽ മറ്റേ ഫ്രണ്ട് ബെഞ്ച് ഇരിക്കുന്നു, ടീച്ചേഴ്സിന്റെ ഫേവറേറ്റ് ആയിരിക്കും. പക്ഷെ അവർ ഇന്ന് അത്രത്തോളം അടിപൊളി ആയിരിക്കണമെന്നില്ല. എല്ലാവരുടെയും കാര്യമല്ല, ഞാൻ കണ്ടിട്ടുള്ള ബഹുഭൂരിപക്ഷം അക്കാഡമിക് ഇന്റലിജൻസ് ഉള്ള ആൾക്കാർ പ്രാക്ടിക്കൽ റിയൽ വേൾഡിലോട്ട് വരുന്ന സമയത്ത് അവർ അത്ര ഇന്നത്തെ ഞാൻ എന്റെ കമ്പനി നോക്കുകയാണെങ്കിൽ അക്കാഡമിക്കൽ ഇന്റലിജൻസ് ഉള്ള ആൾക്കാർ ഇന്ന് അത്ര നല്ല ഒരു സോണിലല്ല. എന്നാ നമ്മൾ ഈ പറയുന്ന സോക്കോൾ നമ്മുടെ ഗോഡി ബ്രോയും വധു ബ്രോയ്ക്ക് അന്ന് മാങ്ങ എറിഞ്ഞു നടന്ന അവരാണെങ്കിലോ ഇപ്പൊ എന്താ ചെയ്യുന്നത്? അവർ ഈ പറയുന്ന പോലെ ലൈഫിൽ അടുത്തൊരു സ്റ്റേജിലോട്ട് അവർ പോകുന്നുണ്ട്. ഇത് ഞാൻ കോമൺ ആയിട്ട് കണ്ടുവന്ന ഒരു കാര്യമാണ്. ഒറ്റ റീസണേ ഉള്ളൂ, അക്കാഡമിക് ഇന്റലിജൻസ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, വേണം. അല്ലെങ്കിൽ സ്കൂളിൽ പോയി അതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ സെൻസിൽ എടുക്കുക. അക്കാഡമിക് ഇന്റലിജൻസിനെ കാട്ടിലും ട്രേഡിങ്ങിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും നമുക്ക് വേണ്ട കാര്യമാണ് പ്രാക്ടിക്കൽ ആയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സ്കില്ല്.
അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന സോക്കോൾ ബാക്ക് ബെഞ്ചേഴ്സ് ആയിരിക്കും ലൈഫിൽ സക്സസ്ഫുൾ ആവുക എന്ന് നമ്മൾ പറഞ്ഞത്. ചുമ്മാ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല, അവർക്ക് പ്രാക്ടിക്കൽ ആയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഭയങ്കര കൂടുതലായിരിക്കും. സോ അതാണ് നമ്മൾ ഈ പറഞ്ഞ ഫോർമുല. എത്രത്തോളം പ്രാക്ടിക്കൽ അവയർനെസ് ഉള്ള ആൾക്കാർ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, നിങ്ങളുടെ പ്രാക്ടിക്കൽ അവയർനെസ് എത്രത്തോളം എവറി ഡേ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കാര്യം ട്രേഡിംഗ് ആണെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്ത് പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് പഠിക്കാനും വളരെ ഫാസ്റ്റ് ആയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റും. അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ അവയർനെസ് കൂട്ടുക. എങ്ങനെ അവയർനെസ് കൂട്ടുന്നത്? ബൈ ലേണിംഗ്. എങ്ങനെ ലേണിംഗ്? കണ്ടിന്യൂസ് ലേണിംഗ്. ഓക്കെ, സോ പ്രജൽ ബ്രോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് ഒരു 1 മിനിറ്റിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. ടോട്ടൽ മൂന്ന് നമ്മള് ഫസ്റ്റ് പഠിച്ചത് ടോട്ടൽ 3 കാറ്റഗറിയാണ്. അതായത് ജനറൽ കാറ്റഗറി തിങ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സും കുറച്ചുകൂടി ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ തിങ്ക് ചെയ്യുന്ന ഒരു സ്റ്റൈലും നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്, നമ്മളെല്ലാരും ഇപ്പൊ ഒരു ഏകദേശം ഒരു ജനറൽ കാറ്റഗറി ആയിരിക്കും. നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. അതിലും ഏറ്റവും നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് വേൾഡ് ക്ലാസ് ആയിരിക്കും. അതായത് 1% എങ്ങനെങ്കിലും ഹാർഡ് വർക്ക് ചെയ്ത് എത്തുക എന്നുള്ളത് നമ്മുടെ ഒറ്റ ലക്ഷ്യം. അപ്പൊ നമ്മൾ ഇതുവരെ ഗുഡ് ഓർ ഗ്രേറ്റിലും കൂടി എത്തിയിട്ടില്ല എന്നാണ് എന്റെ ഒരു തിങ്കിങ്. അപ്പൊ അതില് ഫസ്റ്റ് എത്തണം, പിന്നെ അതിനുശേഷം 1%. അപ്പൊ അതിന് അത്രയും ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. പിന്നെ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ലേൺ ചെയ്യാന്നുള്ളതാണ്. നമ്മളിപ്പോ ഡെയിലി പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. പഠിച്ചു പോയിട്ട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒന്നും റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും നമ്മളെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് വേണ്ടത്ര റിസൾട്ട് വന്നിട്ടില്ല ഇതുവരെ. അപ്പം ഇനിയും നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യണം, നല്ല രീതിയിൽ ലേൺ ചെയ്യാനുണ്ട് ഇനിയും കുറെ കാര്യങ്ങൾ. ഇപ്പൊ പഠിച്ചത് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. യെസ് ബ്രോ, യെസ് ബ്രോ, വെരി ഗുഡ്. സോ ലേൺ ക്വിക്കർ ആൻഡ് ഇംപ്ലിമെന്റ് ഫാസ്റ്റർ. ഇതായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ എവറി ഡേ. ഒരു പുതിയ കാര്യം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആവേശത്തോടു കൂടി എത്രയും പെട്ടെന്ന് അത് പഠിച്ചെടുക്കാനും അത് എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എനിക്ക് അതിന്റെ പ്രോഫിറ്റ് അയക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ല നിങ്ങളെക്കാളും സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. ഇന്ന് നിങ്ങൾ എന്റെ വോയിസ് കണ്ടിട്ട്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ട്രേഡ് എടുത്ത്, നിങ്ങൾ ആരും എടുത്തില്ല, ഞാൻ പ്രോഫിറ്റ് ആയി. പക്ഷെ അന്ന് ഞാൻ ഡിസപ്പോയിന്റഡ് ആയിട്ടാണ് ഗ്രൂപ്പിൽ വോയിസ് ഇട്ടത്. ഇന്ന് ഞാൻ ട്രേഡ് എടുത്തു, നിങ്ങൾ ട്രേഡ് എടുത്തു, നിങ്ങൾ എന്റെ വോയിസിലെ സന്തോഷം മേ ബി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ആ ഒരു സന്തോഷം എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾ പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഗ്രോത്ത് അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ പറ്റുന്നത്. സോ ഇതിനുവേണ്ടി നമുക്ക് വേണ്ട ഒറ്റ കാര്യമാണ് കണ്ടിന്യൂസ് ലേണിംഗ്. സോ നമുക്ക് ഇനി ലേണിംഗ് എന്നുള്ള ടോപ്പിക്ക് കുറച്ച് ഇൻഡെപ്തിലോട്ടൊന്ന് പോവാം. പ്രധാനമായിട്ട് 2 രീതിയിൽ നമുക്ക് പഠിക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ എല്ലാവരും ഒന്ന് ഫോക്കസ് ചെയ്യാം. 2 ടൈപ്സ് ഓഫ് ലേണിംഗ് ആണ് ഉള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റും? 2 ടൈപ്സ് ഓഫ് ലേണിംഗ് ഏതൊക്കെയാണുള്ളത്? ചാറ്റിനകത്ത് 2 ടൈപ്സ് ഓഫ് ലേണിംഗ് ജസ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പറയാം. 2 ടൈപ്സ് ഓഫ് ലേണിംഗ് ആണ് ഉള്ളത്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് മേ ബി നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഒന്ന് ആക്റ്റീവ് ലേണിംഗ്. ഒന്നെന്ന് പറയുന്നത് ആക്റ്റീവ് ലേണിംഗ്. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസീവ് ലേണിംഗ്. സോ പ്രധാനമായിട്ട് നമുക്കൊരു കാര്യം പഠിക്കുന്നത് 2 രീതിയിലായിരിക്കണം. ഒന്നെന്ന് പറയുന്നത് ആക്റ്റീവ് ലേണിംഗിൽ കൂടെയും 2 പാസീവ് ലേണിംഗിൽ കൂടെയും. ഇനി ഇത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 2 രീതിയിലാണ് നമുക്കൊരു കാര്യം പഠിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ നിങ്ങളൊരു കാര്യം പഠിപ്പിക്കുന്ന സമയത്ത്, ഞാനോ ആരാണെങ്കിലും, ജനറൽ ആയിട്ടാണെങ്കിലും ട്രേഡിംഗിലാണെങ്കിലും, നമുക്ക് 2 രീതി പഠിക്കാൻ പറ്റും. ഒന്ന് ആക്റ്റീവ് ലേണിംഗിൽ കൂടെ, 2 പാസീവ് ലേണിംഗിൽ കൂടെ. ഇത് എന്താണെന്നുള്ളത് ഞാൻ ഒരു ട്രയാങ്കിൾ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഇപ്പം ഞാനൊരു ടോപ്പിക്ക് പഠിപ്പിക്കുകയാണ്. ഷരോൺ ബ്രോ ഒരു ടോപ്പിക്ക് പറഞ്ഞേ, ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള, വിജയർമൂത്തിലോ പണ്ടോ എപ്പോഴെങ്കിലും പഠിച്ച ടോപ്പിക്ക്. ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ, ഞാൻ ഒരു കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് ആ ടോപ്പിക്ക്, ഇപ്പൊ ഷരോൺ ബ്രോ അല്ലെങ്കിൽ നിങ്ങൾ ആരാണെങ്കിലും, നിങ്ങൾ ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കുന്ന സമയത്ത് അത് വായിച്ചാണ് പഠിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം പഠിക്കുന്നത് വായിച്ചാണ് പഠിക്കുന്നതെങ്കിൽ, നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡ് മസിൽ മെമ്മറിയിൽ അല്ലെങ്കിൽ നിങ്ങൾ അത് ഓർത്തിരിക്കാനുള്ള സാധ്യത എത്രയാണെന്ന് അറിയോ? 10% ആയിരിക്കും. അതായത് നിങ്ങൾ ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കുന്ന സമയത്ത് അത് വായിച്ച് പഠിക്കുന്ന ഒരു ടെൻഡൻസി ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അത് 10% ആയിരിക്കും നിങ്ങൾ ഓർത്തിരിക്കാനുള്ള സാധ്യത. രണ്ടാമത് വരുന്നതാണ് നിങ്ങളത്, അപ്പൊ ഞാനൊരു കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ അത് കേട്ടോണ്ടിരിക്കണം. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നു, നിങ്ങൾ അവിടെ നിന്ന് കേൾക്കുന്നു, അല്ലെ? അപ്പൊ ഒരാൾ പഠിപ്പിക്കുന്ന സാധനം കേട്ടാണ് പഠിക്കുന്നതെങ്കിൽ
20% അത് ഓർത്തിരിക്കാനുള്ള ഹിയറിംഗ്, 20% അത് ഓർത്തിരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പൊ ആദ്യം എന്താ, നമ്മളൊരു കാര്യം വായിക്കുവാണെങ്കിൽ അത് 10% ഓർത്തിരിക്കാനും ഒരു കാര്യം കേട്ടോണ്ടിരിക്കുവാണെങ്കിൽ 20% ഓർത്തിരിക്കാനാണ് സാധ്യത. മൂന്നാമതായിട്ട് വരുന്നതാണ് ഒരു കാര്യം നമ്മൾ എഴുതുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു കാര്യം എഴുതി പഠിക്കുവാണെങ്കിൽ, ഇപ്പൊ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മയും ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞു കേട്ടില്ല എഴുതി പഠിക്കണമെന്ന്, 30% നമ്മൾ ഓർത്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം നമ്മൾ എഴുതി പഠിക്കുവാണെങ്കിൽ 30% നമുക്കത് ഓർത്തിരിക്കാൻ പറ്റും. അപ്പം ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾ റീഡ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ കേട്ട് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ എഴുതി പഠിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരു ടൈപ്പ് ഉണ്ട്, ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേൾക്കുകയും ഹിയറിംഗ് പ്ലസ് റൈറ്റിംഗ്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് എല്ലാ സെഷനിലും നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് നിങ്ങളുടെ സ്വന്തം നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത്, ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ട്രേഡ് ചെയ്യാൻ നോട്ടൊക്കെ എഴുതുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ കേൾക്കുകയും, ഞാൻ ഇവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നു, നിങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെയോ കേൾക്കുന്നു എന്നുള്ളെങ്കിൽ എത്ര 20% നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടുകൊണ്ട് എഴുതുകയും കൂടെ ചെയ്യുവാണെങ്കിൽ, കമ്പൈൻഡ് ആയിട്ട് ഇത് രണ്ടും കൂടെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം 50% നിങ്ങൾ അത് പഠിക്കും. 50% നിങ്ങൾ അത് പഠിക്കും. അതുകൊണ്ടാണ് എല്ലാ സെഷനിലും ഞാൻ ഈ പറയുന്ന നോട്ട് ഉണ്ടാക്കി, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ഹോബി എന്നുള്ള ആ ഒരു പറഞ്ഞ പല ടോപ്പിക്സും പല രീതിയിൽ പേര് എഴുതി ഞാൻ എനിക്ക് എഫേർട്ട് കൂടെയല്ല, നിങ്ങൾക്ക് നോട്ട്സ് എഴുതാൻ വേണ്ടി നോട്ട് ഉണ്ടാക്കി പഠിപ്പിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 50% ആ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ കയറാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾക്ക് കോമൺ ആയിട്ട് ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതായത് ഞാൻ ഈ പറഞ്ഞ 4 ടൈപ്പ് ഓഫ് ലേണിങ്ങിന് നമുക്ക് ഒരു കോമൺ ഹാബിറ്റ് ഉണ്ട്. എന്തായിരിക്കും? ചാറ്റ് ബോക്സിൽ എനിവൺ എന്തെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? തലയങ്ങോട്ട് പോകട്ടെ, കാരണം ഇന്നത്തെ സെഷനിൽ നിങ്ങളുടെ ബ്രെയിൻ ഈ പറയുന്ന പോലെ നമ്മൾ ഒന്നും ചെയ്യാണ്ട് ചിലപ്പോൾ അത് തുരുമ്പിച്ചു പോകുന്ന നമ്മൾ പറയുന്നില്ല. ഈ പറഞ്ഞ തലയങ്ങോട്ട് പോകണം. നമ്മൾ ഒരു ട്രേഡറിന്റെ ബ്രെയിൻ ആണ് അവന്റെ ഏറ്റവും വലിയ ആയുധം. കാരണം ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് പല രീതിയിൽ ചിന്തിച്ച് ഒരു കറക്റ്റ് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റണം. സോ പോകട്ടെ, നമ്മൾ ഇതേപോലെ പഠിക്കാൻ ഡബിൾ ബ്രോ ബെസ്റ്റ് ടൈപ്പ് ഓൾവേസ് ടീച്ചിങ്. യെസ് അതിലോട്ട് വരുവാണ് ബ്രോ. ഈ 4 കാര്യങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? യെസ്, ഇതൊക്കെ നമ്മൾ പാസീവ് ആയിട്ടാണ്. വെരി ഗുഡ് ഷാൻ ബ്രോ, വെരി ഗുഡ്. ഈ ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്ന ആളെ സംബന്ധിച്ച് പാസീവ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ ഇവിടെ പണി? എന്താ ഇവിടെ വന്ന് ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ഇതിനകത്ത് നിങ്ങൾ ഈ 4 എണ്ണത്തിനകത്ത് ഏതെടുത്താലും നിങ്ങൾ പാസീവ് ആയിട്ടാണ് പഠിക്കുന്നത്. ഞാൻ ഇവിടെ വന്ന് ഞാൻ എഫേർട്ട് ഇടുന്നു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? കേട്ടോണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എഴുതി പഠിക്കുന്നു, വാട്ടവർ. ഇതാണ് പാസീവ് ലേണിംഗ്. പാസീവ് ലേണിംഗ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു കാറ്റഗറിക്കകത്ത് ഏതെങ്കിലുമാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അത്ര എഫേർട്ട് ഇല്ലാത്ത ലേണിംഗ് സ്റ്റൈൽ ആണ് എന്ത്? പാസീവ് ലേണിംഗ്. ക്ലിയർ? രണ്ടാമത്തതാണ് ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ആക്റ്റീവ് ലേണിംഗിനകത്ത് 2 കാര്യങ്ങളായിരിക്കും വരുന്നത്. ഒന്നാമത്തത് ടീച്ചിങ്. നമ്മൾ ഒരു കാര്യം പഠിച്ചതിന് ശേഷം നമ്മൾ ആദ്യം പാസീവ് ലേണിംഗിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് 1. അപ്പൊ നിങ്ങൾ ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കുന്ന സമയത്ത് ഗോഡിം ബ്രോ നാളെ ബ്രേക്കർ ബ്ലോക്ക് എന്നൊരു കാര്യം പഠിക്കുന്ന സമയത്ത് ആദ്യം ബ്രോ ചെയ്യുന്നത് എന്താ? ഇവിടെ വന്ന് ഫ്രണ്ടിൽ ഇരിക്കുന്നു, ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നു, എഴുതുകയും അതേപോലെ കേൾക്കുകയും ചെയ്യുന്നു. അതാണ് സ്റ്റെപ്പ് നമ്പർ 1. ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം എന്താ, നമ്മുടെ മെന്ററിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകന്റെ അടുത്തുനിന്ന് നമ്മൾ അത് കേൾക്കുകയും അത് പ്രോപ്പർ ആയിട്ട് എഴുതിയും പഠിക്കണം. അപ്പൊ എന്ത് സംഭവിക്കും? 50% ആ കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കും. അതിനുശേഷം അടുത്ത സ്റ്റെപ്പാണ്, രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്പർ 2 ആണ് ടീച്ചിങ് എന്നുള്ളത്. ഞാൻ എന്തുകൊണ്ടാണ് വിജയോത് മോഹൻ ടീമിൽ നിങ്ങൾ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലാവാത്തതുകൊണ്ട് സത്യം പറഞ്ഞു എനിക്ക് അത് ആക്ച്വലി ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങൾ വേറെ ഏത് സ്ഥലത്ത് പോയാലും ഗോഡിം ബ്രോ ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏത് കമ്മ്യൂണിറ്റി പോയാലും അല്ലെങ്കിൽ ഏത് വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലും ബ്രോയ്ക്ക് കിട്ടാവുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ബ്രോയ്ക്ക് അവിടെ സ്വാതന്ത്ര്യം, ഒരു ഫ്രീഡം കിട്ടുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ബ്രോയ്ക്ക് അവിടെ മെന്ററായിട്ട് ക്ലാസ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല. ഞാൻ ബ്രോ എന്ന് ഉദ്ദേശിച്ചത് എല്ലാവരെയും കൂടെ സ്പെസിഫിക് ആയിട്ട്. അതായത് നമ്മൾ ഏതൊരു കമ്മ്യൂണിറ്റി പോയാലും, നിങ്ങൾ ഈ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അടുത്ത് പോയാലും നിങ്ങൾക്ക് അവിടെ പഠിപ്പിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല. നമ്മൾ എന്താ വിജയ് മോദി ചെയ്യുന്നത്? ഞാനൊരു കാര്യം പഠിപ്പിച്ചതിന് ശേഷം നിങ്ങളെ മെന്ററാക്കി വെച്ചിട്ട് ഞാൻ ഒരു സെഷൻ വെക്കാറുണ്ട്, റിവിഷൻ സെഷൻ. ഓർമ്മയുണ്ടല്ലോ? അതിന് മുമ്പോട്ട് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. പേരെടുത്ത് എനിക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ വിരൽ എണ്ണാൻ പറ്റുന്ന കുറച്ച് പേര് മാത്രമേ എപ്പോഴും മുമ്പോട്ട് വരുന്നുള്ളൂ.
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം പഠിച്ചതിന് ശേഷം ഏറ്റവും നന്നായിട്ട് നമ്മൾ ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ 70% അത് നമ്മുടെ മനസ്സിൽ കയറുന്നത്. ഇപ്പൊ ദാ നദീർ ബ്രോ ഒരു ക്ലാസ് എടുക്കാൻ വരുമ്പോ നദീർ ബ്രോയുടെ മനസ്സിലെന്താ, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് രാഹുൽ ബ്രോയിനെ പോലുള്ള അല്ലെങ്കിൽ ഗോഡി ബ്രോയിനെ പോലുള്ള ആൾക്കാരാണ്, അവരെന്നെ വെള്ളം കുടിപ്പിക്കും എന്ന് മനസ്സിലാക്കിയിട്ടെങ്കിലും എന്ത് ചെയ്യും, എക്സ്ട്രാ എഫേർട്ട് ഇടും. ഞാൻ ഈ സാധനം സ്കൂളിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് ഈ പറയുന്ന പോലെ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഞാൻ എപ്പോഴാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കാൻ ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല, പക്ഷെ ഞാൻ ഇച്ചിരിയെങ്കിലും പഠിക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ പറഞ്ഞ പോലെ കമ്പൈൻ സ്റ്റഡിക്ക് പോയിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ പഠിപ്പിക്കും, ഇല്ലെങ്കിൽ ഞാൻ അപ്പുറത്ത് ഒരാളുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പഠിപ്പിക്കും. സോ അതിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് നമ്മുടെ വിജുവൽ നോട്ട് കിട്ടുന്നത്. പക്ഷെ ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് ആർക്ക് മെന്റർ ആവണം, ഞാൻ ആ ഫ്രീഡം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് പറയാം, നന്ദു ബ്രോ അടുത്ത സെഷനിൽ എനിക്ക് മെന്റർ ആവണം എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിപ്പോവോ? ഇപ്പൊ മിക്ക ആൾക്കാരും പേടിക്കുന്നുണ്ടോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോട്ടെ, നിങ്ങൾ പറയുന്നത് തെറ്റിപ്പോയിക്കോട്ടെ, നിങ്ങളെ ഇവിടെ ആരെങ്കിലും കളിയാക്കുവോ? ഒരാൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് ശരിയാക്കാൻ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ മുമ്പോട്ട് വരാത്ത സമയത്ത് എന്താ, നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾ മിസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു അഡ്വാൻറ്റേജ് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ടീച്ചിങ് എന്ന് പറയുമ്പോൾ മെന്റർ ആയിക്കോ എന്ന് പറയുമ്പോൾ ആരും മുമ്പോട്ട് വരാം. ഒരു ദിവസം ഞാൻ പറഞ്ഞപ്പോൾ 1-2 ആൾക്കാർ മാത്രമേ വരാറുള്ളൂ. സ്ഥിരം വരുന്ന കുറച്ച് പേര്, രാഹുൽ ബ്രോ, ഗോഡി ബ്രോ, വധു ബ്രോ, നദീർ ബ്രോ, പ്രജ്വൽ ബ്രോ, ഇവരൊക്കെ വരാറുള്ളൂ. ഷിയാസ് ബ്രോ മുമ്പോട്ട് വന്ന് ബ്രോ അടുത്ത ക്ലാസ് ഞാൻ മെന്റർ ആവാം എന്ന് പറയാൻ ഉള്ള ഗട്സ് ഓരോരുത്തരും കാണിക്കുക. കാരണം എന്താ, അങ്ങനെ സംഭവിക്കുമ്പം നിങ്ങൾ എഫേർട്ട് ഇട്ട് നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കും, നിങ്ങൾ ആ ടോപ്പിക്കിൽ നിങ്ങൾ മാസ്റ്റർ ആയിരിക്കും, നിങ്ങൾ ബെറ്റർ ആയിരിക്കും, നിങ്ങൾക്ക് അത് മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ട്രേഡ് എടുക്കാത്തതെന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? യെസ്. സോ ഒരു കാര്യം, രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഒരാളെ പഠിപ്പിക്കുക എന്നുള്ളത്. അൾട്ടിമേറ്റ് സ്റ്റെപ്പ് നമ്പർ 3 ഒരു സാധനമുണ്ട്. അതാണ് നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അത് ചെയ്യുകയും കൂടെ ചെയ്യുക. ടീച്ചിങ് പ്ലസ് ഡൂയിങ്. അതായത് നമ്മൾ ഇതൊക്കെ പഠിപ്പിക്കുക എന്ന്, ഇപ്പൊ രാഹുൽ ബ്രോ വന്നിട്ട് നന്നായിട്ട് പഠിപ്പിക്കാൻ അറിയാം. ഓക്കെ, ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന കാര്യം ബ്രോ എന്ത് ചെയ്യുന്നത്, ബ്രോ വന്നിട്ട് കേൾക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, 50% സെറ്റ് ചെയ്ത്. അതിനുശേഷം രാഹുൽ ബ്രോ ആണെങ്കിൽ സ്റ്റെപ്പ് 2 മറ്റുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടി പൈസ വീഴുവോ? ഇല്ല. എന്ത് ചെയ്യണം, ഈ കാര്യം പഠിപ്പിക്കുന്നതിന് ശേഷം, പഠിപ്പിച്ചതിന് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ, ഇത് അപ്ലൈ ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. അവിടാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മൾ 90% നമുക്ക് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവാൻ പറ്റും. ഇപ്പൊ ഞാൻ നിങ്ങളെ കണ്ട് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്റെ പെട്ടി പൈസ വരുമോ? ഇല്ല. സോ നിങ്ങളുടെ 3 സ്റ്റെപ്പ് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം ഇപ്പൊ ക്ലിയർ ആയോ? അതായത് 2 രീതിയിൽ പഠിക്കും. ഒന്ന് പാസീവായിട്ടും, ഈ 2 കാറ്റഗറിയാണ് നമ്മൾ ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ആക്റ്റീവ് ലേണിംഗ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താ, സ്റ്റെപ്പ് നമ്പർ 1 ഹിയറിംഗ് ആൻഡ് റീഡിംഗ്. ഒരു 50% നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് മനസ്സിലാവും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, സ്റ്റെപ്പ് നമ്പർ 2 നിങ്ങൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. മറ്റൊരാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിനെ യൂട്ടിലൈസ് ചെയ്യുക. കാരണം അവിടെ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റിൽ, ഇപ്പൊ നമ്മുടെ സെഷൻസ് എടുത്ത ആൾക്കാരിൽ ഞാൻ ആ ഇമ്പ്രൂവ്മെന്റ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ നദീർ ബ്രോ ഒക്കെ ഒരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് ആ കോൺസെപ്റ്റിൽ ബ്രോ പെർഫെക്റ്റ് ആവുകയാണ്. ഓക്കെ, അപ്പം ആ രീതിയിൽ ടീച്ചിങ് എന്നുള്ളത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. 3ാമത്തെ സ്റ്റെപ്പ്, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനോടൊപ്പം നിങ്ങളും കൂടെ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എടുക്കണം. യെസ്. സോ വധു ബ്രോ 3 സ്റ്റെപ്പ്, 2 ടൈപ്സ് ഓഫ് ലേണിംഗ്, ആക്റ്റീവ് ആൻഡ് പാസീവ്, റിപ്പീറ്റ് ചെയ്യുക 1 മിനിറ്റിൽ. യെസ്. നമ്മള് കൂടുതലും ഇപ്പം നന്ദുബ്രോ നമുക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരാം. ഇപ്പൊ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ എന്താണ്, മിക്കതും നമുക്ക് പാസീവ് ആണ്. നമ്മൾ കൂടുതലും ഹിയറിങ്ങും റൈറ്റിംഗും ആണ് നമ്മൾ കൂടുതൽ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ 2 കാര്യങ്ങളാണ്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുക, പിന്നെ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നമുക്ക് പഠിച്ചാലേ പ്രോപ്പറായിട്ട് നമുക്കത് പഠിത്തം ക്ലിയർ ആകത്തുള്ളൂ, 100%ലേക്ക് നമ്മൾ എത്തത്തുള്ളൂ. യെസ്. എന്തുകൊണ്ടാണ് റിസൾട്ട് വരാത്തത് ഞാനിരുന്ന് അനലൈസ് ചെയ്ത്. കാരണം എന്റെ പാർട്ട് ഞാൻ 100% ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അതായത് നിങ്ങൾക്ക് എവിടെ പോയാലും, നിങ്ങൾ മേ ബി എന്നെക്കാളും ഒരുപാട് നല്ല ട്രേഡേഴ്സ് ഒക്കെ ഒരുപാട് കാണും, പക്ഷെ നിങ്ങളെ പഠിപ്പിക്കാൻ ദ ബെസ്റ്റ് ഞാനാണെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. കാരണം എന്താ, കാരണം നിങ്ങൾക്ക് കിട്ടാവുന്ന അത്ര അറ്റൻഷൻ തന്നുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുന്ന കാര്യം മാർക്കറ്റിൽ വർക്ക് ആവും എന്നുള്ളത് നിങ്ങൾക്ക് 120% നിങ്ങൾക്ക് ഉറപ്പാണ്. എന്നിട്ടും എന്താ റിസൾട്ട് വരാത്തത്? അതിന്റെ ഉള്ള ഉത്തരവാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ? നിങ്ങൾ പഠിക്കുന്ന രീതി നമ്മൾ ആദ്യം മാറ്റണം. നിങ്ങൾക്ക് പഠിക്കുന്നതിനോടുള്ള അപ്രോച്ച്, ആമിഷേ പഠിക്കുന്നതിനോടുള്ള അപ്രോച്ച് മാറ്റണം. ഓക്കെ, സോ പഠിക്കുന്നതിനോടുള്ള അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഹൗ ടു ലേൺ. ഇപ്പൊ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ, നമ്മൾ സ്കൂളിൽ പഠിച്ചു. സ്കൂളിലും കോളേജിലും പഠിക്കാത്ത ആരും ഇതിനകത്തില്ലല്ലോ. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും. ഓക്കെ, സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടാണ് നമ്മളെല്ലാം ഇവിടെ വന്നത്. പക്ഷെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സനീഫ് ബ്രോ ആണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബ്രോ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്.
ഓക്കെ, 8ാം ക്ലാസ് പഠിക്കുന്ന എന്തിനാ ബ്രോ? സനീഫ് 8ാം ക്ലാസ് പഠിച്ച എന്തിനാ? 8ാം ക്ലാസ്സിന്റെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. എന്തിനാ സനീഫ് 8ാം ക്ലാസ്സിന്റെ എക്സാം എഴുതുന്നത്? 9ാം ക്ലാസ്സിലോട്ട് പാസ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, സനീഫ് എന്തിനാ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 9ാം ക്ലാസ്സിന്റെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. എന്തിനാ 9ാം ക്ലാസ്സിന്റെ എക്സാം എഴുതുന്നത്? 10ാം ക്ലാസ്സിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്റെ ചോദ്യം, സനീഫ് ബ്രോയ്ക്ക് ഈ 10ാം ക്ലാസ് എത്തി നിൽക്കുന്ന സമയത്ത് ഈ ഒരു 8ാം ക്ലാസ്സിൽ പഠിച്ച എന്തെങ്കിലും കാര്യം ഓർമ്മയുണ്ടോ? ഒരു കാര്യമെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മ കാണത്തില്ല. ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് എന്റെ ചോദ്യം എന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്? കാരണം നമ്മൾ പഠിച്ചു പോവാണ്. അതായത് ഒരു കാര്യം പഠിക്കുന്നു, അടുത്തയിലോട്ട് പോകുന്നു, അടുത്തയിലോട്ട് പോകുന്നു, അടുത്തയിലോട്ട് പോകുന്നു, അടുത്തയിലോട്ട് പോകുന്നു. ഹൗ ടു ലേൺ എന്നുള്ളതിന്റെ ഒന്നാമത്തെ ഉത്തരവാണ് നമ്മൾ പഠിച്ചു വന്ന രീതി തെറ്റാണ്. നമ്മൾ പഠിച്ചു വന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം തെറ്റാണ്. കാരണം ഇതെന്താ സംഭവിക്കുന്നത്? ഒരു സിംഗിൾ ലൂപ്പ് ലേണിംഗ് ആണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. സിംഗിൾ ലൂപ്പ് ലേണിംഗ്. അതായത് ഒരു കാര്യം നമ്മൾ പഠിക്കുന്നു, ഒന്നാമത്തെ ഹൗ ടു ലേണിനകത്തുള്ള ഒന്നാമത്തെ ഉത്തരവാണ് സിംഗിൾ ലൂപ്പ്. നമ്മൾ പഠിച്ചു വരുന്ന രീതി എന്താ? ഒരു കാര്യം പഠിക്കുന്നു, അടുത്തയിലോട്ട് പോകുന്നു, അടുത്തയിലോട്ട് പോകുന്നു, അടുത്തയിലോട്ട് പോകുന്നു. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ കണ്ടീഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ എത്ര വിചാരിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിലൊക്കെ ആ ഒരു കണ്ടീഷനിങ് ഉണ്ട്. കാരണം എന്താ? നമ്മൾ ഈ പറയുന്ന പോലെ ഒരു കുഞ്ഞായിട്ടിരിക്കുമ്പോഴായിരിക്കും, നമ്മുടെ ഗ്രോയിങ് ഏജസിലായിരിക്കും ഈ പറയുന്ന നമ്മളെന്ന് പറയുന്ന വ്യക്തി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു വന്ന രീതി ഈ 89% ആൾക്കാർ. എന്തുകൊണ്ടാണ് ജനറൽ കാറ്റഗറി ഈ പറയുന്ന നമ്മൾ ആൾക്കാരെ എടുക്കുന്ന സമയത്ത് 89% ആൾക്കാരും ജനറൽ ആയെന്ന് മനസ്സിലായോ? കാരണം 89% ആൾക്കാരും പഠിച്ചു വരുന്നത് എങ്ങനെ? സിംഗിൾ ലൂപ്പ് ലേണിംഗ്. അത് അവരുടെ കുഴപ്പമല്ല. അവര് പഠിച്ചു വന്ന രീതി അങ്ങനെയാണ്. ഈ പറഞ്ഞ 10% ആൾക്കാർ എന്താ മാറി ചിന്തിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് മാറി ചിന്തിക്കുന്നത്? നിങ്ങൾ എഫേർട്ട് ഇട്ട്. ഗോഡിൻ ബ്രോ 24 എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, 24 വയസ്സ് വരെ ഉള്ള ഗോഡ്വിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 89% ചിന്തിക്കുന്ന ഒരാളായിരുന്നു, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആൾ. അത് ബ്രോയുടെ കുഴപ്പമല്ല. ബ്രോ നോക്കുമ്പോ എന്താ, ബ്രോയിനെ പഠിപ്പിച്ച രീതി അങ്ങനെയാണ്, ബ്രോയ്ക്ക് ചുറ്റുമുള്ള ആൾക്കാർ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ബ്രോ അതായത്. അവസാനം ബ്രോയുടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ്, മാറി ചിന്തിക്കണം. ആ ഒരു ഹസിലാണ് ബ്രോയിനെ അടുത്ത സ്റ്റേജിലോട്ട് കടത്തിയത്. ഓക്കെ, സോ നമ്മൾ പഠിച്ചു വന്ന രീതി എങ്ങനെയാണ്? ഈ പറയുന്ന പോലെ ഒരു സിംഗിൾ ലൂപ്പിലാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സോ ഇത് മാറുകാണ്ട് നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് കൂടുതലും എന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഞാനായിട്ട് പേഴ്സണലി അടുപ്പമുള്ള ആൾക്കാർ എന്റെ അടുത്ത് ചോദിക്കുന്നത്, നീ എപ്പോ നോക്കിയാലും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനിട്ട് പൊട്ടിക്കൊണ്ടുള്ള വീഡിയോ ചെയ്യുന്നതിനാണ്. കാരണം ഇവിടുത്തെ സിസ്റ്റം മാറാത്തത് കൊണ്ടാണ്. നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം ഒരു എന്താ പറയാ, ഒരു ഫ്യൂച്ചർ ആയിട്ടുള്ള നമ്മുടെ കുട്ടികൾ ഈ പറയുന്ന പോലെ എല്ലാവരെയും ഈ പറയുന്ന ഒരു റാറ്റ് റേസിലോട്ട് തള്ളി വിടുന്ന പോലാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അംബാനിയുടെ സ്കൂള്, കേട്ടിട്ടില്ല അത് ബ്രോ? അംബാനിയുടെ അവിടെ പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ അതിനകത്ത് നമ്മുടെ പൃഥ്വിരാജിന്റെ മോള് അംബാനിയുടെ സ്കൂളിൽ ചേർത്തെന്നുള്ള ന്യൂസ്, അതിന്റെ താഴെ വന്ന് കമന്റ് ഇടുന്ന മലയാളികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൃഥ്വിരാജിന് പൈസയുടെ ആണ് എന്നുള്ളത്. ഈ വിവരം കെട്ടന്മാർക്ക് എന്തെങ്കിലും അറിവുണ്ട്? ഇവന്മാര് പഠിക്കുന്ന എവിടാ? ഈ പറയുന്ന നമ്മുടെ ഈ നോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. അവിടെ അംബാനിയുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് എന്തായിരിക്കും തോന്നുന്നുണ്ടോ? അവിടെ ഒരു എംപ്ലോയി ആവാനാണ്. ഈ പറയുന്ന സിംഗിൾ ലൂപ്പ് ലേണിംഗില് അവസാനം ഒരു കമ്പനിയിലോട്ട് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അംബാനിയുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. നോ, അതാണ് ദ 1%. പണമുള്ളവൻ അത് ഇരട്ടിപ്പിക്കാനുള്ള കാര്യങ്ങളായിരിക്കും അവിടെ പഠിപ്പിക്കുന്നത്. നമ്മളിവിടെ പഠിപ്പിക്കുന്നത് എന്താ? ഈ 89% എങ്ങനെ പോയി വീഴാം എന്നുള്ളത്. സോ എന്റെ ഒരു ഇപ്പൊ ഞാനൊരു ട്രേഡർ എന്നൊക്കെ അറിയപ്പെടുന്നതിനേക്കാളും എന്റെ ഒരു വിഷനകത്തുള്ള സാധനമാണ് ഒരു മാസീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട്. യെസ്, അതിലോട്ടൊക്കെ പിന്നെ വരാം. സോ ഹൗ ടു ലേൺ ഒന്നാമത്തെ ടൈപ്പാണ് സിംഗിൾ ലൂപ്പ്. ആൻഡ് ഈ ഒരു സാധനം നമുക്ക് വേണ്ട. നമ്മൾ ശീലിച്ച് വെച്ചേക്കുന്ന ഈ ഒരു സിംഗിൾ ലൂപ്പ് ആയിരിക്കും, അത് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട എന്താ? നമ്മൾ എലക്ട്രബി വരുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോൺസെപ്റ്റ് പഠിക്കും. നമ്മളിപ്പോ ഫെയർ വാല്യൂ ഗ്യാപ്പ്, FVG എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നു. ഏതൊരു കോൺസെപ്റ്റ് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ? ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, ലേൺ ചെയ്യിപ്പിക്കുന്നു. പഠിപ്പിച്ചതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ഞാൻ പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾ അത് എന്ത് ചെയ്യുന്നു? ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതായത് ഞാൻ പഠിപ്പിച്ചതിന്റെ വീഡിയോ ഒന്നുകൂടെ വീണ്ടും കണ്ട്, അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, മാർക്കറ്റിൽ പോയിട്ട് ട്രേഡ് എടുക്കുന്നു. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഒരു ട്രേഡ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും. അതായത് ഇപ്പൊ ഞാൻ പുതിയതായിട്ടൊരു കോൺസെപ്റ്റ്, ഇപ്പൊ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചൊരു കോൺസെപ്റ്റ്, ഇപ്പൊ ബ്രേക്കർ ബ്ലോക്ക് അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക്, ആ ഒരു കോൺസെപ്റ്റ് ഞാൻ പഠിപ്പിക്കുന്നു, നിങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു. എന്താ അനാലിസിസ്? ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എടുക്കുന്നു, ആ ഒരു കോൺസെപ്റ്റ് മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്നു വാട്ട് വെന്റ് റോങ്, വാട്ട് വെന്റ് റൈറ്റ്, വാട്ട് നീഡഡ് ടു ബി കറക്റ്റഡ്. അതാണ് അനാലിസിസ്. നിങ്ങൾ അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, അതിൽ നിന്നുള്ള മിസ്റ്റേക്സ്. പ്രജ്വൽ ബ്രോ കഴിഞ്ഞ ദിവസം ബ്രോ ട്രേഡ് എടുത്തപ്പോൾ ഒരു മിസ്റ്റേക്ക് വരുത്തി അല്ലെ? അത് ബ്രോ എന്ത് ചെയ്ത്? അതിനുശേഷം എന്ത് ചെയ്ത്? അനലൈസ് ചെയ്ത് വാട്ട് വെന്റ് റൈറ്റ്, വാട്ട് വെന്റ് റോങ്, വാട്ട് നീഡ് ടു ബി കറക്റ്റഡ്. ആ എൻട്രി എടുക്കാൻ പറ്റാഞ്ഞത്. അതിനുശേഷം എന്ത് ചെയ്ത്? വീണ്ടും പഠിക്കുന്നു, വീണ്ടും റീലേൺ ചെയ്യുന്നു. അതായത് ഒരു കാര്യത്തെ മിസ്റ്റേക്ക് എന്തൊക്കെയാണ് അത് മനസ്സിലാക്കി വീണ്ടും പഠിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതായത് ആ മിസ്റ്റേക്സ് കണ്ടുപിടിച്ച് അത് വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്യുന്നു.
അതിനുശേഷം എന്താ വീണ്ടും പഠിക്കുന്നു, പുതിയൊരു കോൺസെപ്റ്റ് പഠിക്കുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ഫീഡ്ബാക്ക് എടുക്കുന്നു, നമ്മളത് വീണ്ടും പഠിക്കുന്നു, ആസ് വെൽ ആസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. സോ ഈ ഒരു തരത്തിലൊരു ഡബിൾ ലൂപ്പ് ലേണിംഗ്, ഹൗ ടു ലേണിന്റെ രണ്ടാമത്തെ ഉത്തരവാണ് ഡബിൾ ലൂപ്പ് ലേണിംഗ്. ഈ തരത്തിലുള്ള ഒരു ഡബിൾ ലൂപ്പ് ലേണിംഗ് ആണ് നമുക്ക് വേണ്ടത്. ഡബിൾ ലൂപ്പ് ലേണിംഗ് നമ്മുടെ LI ക്ലബിലുള്ള മിക്ക ആൾക്കാരും ആ ഒരു സിസ്റ്റത്തോട് അഡാപ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പുതിയതായിട്ട് വന്ന ആൾക്കാരോടാണ് ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്, നമ്മുടെ ട്രേഡിങ്ങിലാണെങ്കിലും നമ്മുടെ ലൈഫിലാണെങ്കിലും ഈ ഒരു സിംഗിൾ ലൂപ്പ്, നേരത്തെ പറഞ്ഞ പോലെ ആർക്കോ വേണ്ടിയിട്ട് എന്തൊക്കെയോ പഠിച്ചു പോകുന്നു എന്നുള്ളതല്ല നമുക്ക് വേണ്ടത്. ട്രേഡിങ്ങിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും നിങ്ങൾ എന്ത് കാര്യം പഠിക്കുവാണെങ്കിലും അത് ഈ തരത്തിൽ, കാരണം ഈ ഒരു തരത്തിൽ പഠിക്കുവാണെങ്കിൽ അത് ഭയങ്കര എൻജോയ്മെന്റ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം നദിയർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ട്രേഡിംഗ് പഠിക്കാൻ പോവാ. ബ്രോ അവിടെ 10-40 പേരുടെ കൂടെ പോയി ഇരിക്കുന്നു, അവര് പഠിപ്പിക്കുന്നു, അത് ബ്രോ പഠിച്ചു, അത് കഴിഞ്ഞ് വേറൊരു സാധനം പഠിപ്പിക്കുന്നു, അടുത്തയിലോട്ട് പോകുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബ്രോയ്ക്ക് അവസാനം ഇങ്ങനെ പോകുമ്പോ നല്ല രസമാണ്. ഇവിടെ പഠിക്കുന്നു, അടുത്തയിലോട്ട് ചാടുന്നു, അടുത്തയിലോട്ട് ചാടുന്നു. അവസാനം ഇവിടെ എത്തുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ല, അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ല. ഒരുപാട് പേരുണ്ട്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളൊരു കാര്യം പഠിക്കുന്നു, അത് വീണ്ടും പഠിക്കുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു, മിസ്റ്റേക്സ് കണ്ടുപിടുത്തുന്നു, വീണ്ടും അത് പഠിക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് സ്ലോ ആക്കിയത്? നമ്മുടെ വിജയ് ടീമിന് അറിയാം. ആദ്യത്തെ ഒരു 3 ആഴ്ച ഞാൻ പോയി ഒരു പേസ് ഉണ്ട്. നിങ്ങളുടെ എല്ലാ പ്രോബ്ലം, എൻട്രി എടുക്കാനുള്ള പ്രോബ്ലം, 1 hour പ്രോബ്ലം, DOL 1 day പ്രോബ്ലം, ഇതെല്ലാം പെട്ടെന്ന് ഞാൻ സോൾവ് ചെയ്തല്ലേ. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയാണെങ്കിലും ഈ ആഴ്ചയാണെങ്കിലും ഞാൻ സ്ലോ ഒന്ന് ചവിട്ടിയിട്ടുണ്ട്. കാരണം ആ ഒരു വണ്ടിയുടെ സ്പീഡ് ഒന്ന് കുറച്ച്. എന്തുകൊണ്ടാ? കാരണം നിങ്ങൾ പഠിപ്പിച്ച് പോകാനാണെങ്കിൽ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ ദിവസവും എനിക്ക് ക്ലാസ് വെക്കാം. പക്ഷെ ഡബിൾ ലൂപ്പ് നടക്കുന്നില്ല. നിങ്ങൾ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളിൽ 100% പോയിട്ട് ഒരു 50% എത്തിയിട്ടുള്ളത് 1-2 പേരേ ഉള്ളൂ. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, ഈ ആഴ്ച 2 ട്രേഡ് എത്തിയ അല്ലെങ്കിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ. 50% പോലും എത്തിയിട്ടില്ല. അപ്പം നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നിങ്ങൾക്ക് ഇത് അറിയാവുന്ന കാര്യമായിരിക്കും. ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ഗോഡിൻ ബ്രോയ്ക്ക് ഇത് പലവട്ടം കേട്ട കോൺസെപ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ആ കോൺസെപ്റ്റ് വീണ്ടും ബ്രോയിനെ ഓർമ്മിപ്പിക്കുക. ഡബിൾ ലൂപ്പ് ലേണിംഗ് ഇമ്പോർട്ടൻസ് അല്ലെ? സോ ആ രീതിയിൽ ഡബിൾ ലൂപ്പ് രീതി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഹൗ ടു ലേൺ ഡബിൾ ലൂപ്പ് രീതിയിൽ. ഓക്കെ, ഈ ഡബിൾ ലൂപ്പ് രീതിയിൽ നമുക്ക് വേറൊരു പേരും വിളിക്കാം, ഫീഡ്ബാക്ക് ലൂപ്പ്. ഫീഡ്ബാക്ക് എടുക്കുക, അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിൽ നിന്നുള്ള പ്രോപ്പർ ഫീഡ്ബാക്ക് എടുത്ത് അത് മനസ്സിലാക്കി അതിലെ തെറ്റുകൾ തിരുത്തി മിസ്റ്റേക്സ് വരുത്താത്ത ആരുമില്ല. ഇപ്പൊ ലാസ്റ്റ് പ്രജ്വൽ ബ്രോയ്ക്ക് ഞാൻ ഒരു വോയിസ് മെസ്സേജ് അയച്ചത്. പ്രജ്വൽ ബ്രോ പറഞ്ഞാണ്, നന്ദു ബ്രോ മേ ബി ഇനി ഞാൻ മിസ്റ്റേക്സ് വരുത്തുമായിരിക്കും, പക്ഷെ ഞാൻ എത്രത്തോളം മിസ്റ്റേക്സ് വരുത്തിയാലും ഞാൻ തിരിച്ചു വരും. അബ്സല്യൂട്ട്ലി അതാണ് വേണ്ടത്. മിസ്റ്റേക്സ് വരുത്താത്ത ആരുമില്ല. ഞാൻ മിസ്റ്റേക്സ് വരുത്തും, എല്ലാവരും വരുത്തും. പക്ഷെ മിസ്റ്റേക്സ് വരുത്തിയതിനു ശേഷം അത് കറക്റ്റ് ചെയ്ത് മുന്നേറുന്നവരാണ് ജീവിതത്തിൽ അല്ലെങ്കിൽ ട്രേഡിങ്ങിലാണ് വിജയിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പഠിക്കേണ്ട രീതിയാണ് ഡബിൾ ലൂപ്പ് ലേണിംഗ്. യെസ് ഗോഡിൻ ബ്രോ, 2 types of learning, സിംഗിൾ ആൻഡ് ഡബിൾ ലൂപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് പെട്ടെന്ന്. യെസ് ബ്രോ, അപ്പോൾ നമ്മൾ 2 types of ലേണിംഗ് ആയിരുന്നു ഇന്ന് ഇപ്പം കുറച്ചൊന്നും നമ്മൾ പഠിച്ചത്. അതിനകത്ത് ഡബിൾ ലൂപ്പ് ലേണിംഗ്, സിംഗിൾ ലൂപ്പ് ലേണിംഗ്. ഇപ്പം നന്ദൂർ പറഞ്ഞു, എക്സാമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മൾ ഈ 89% നമ്മൾ ആദ്യം നിൽക്കുമ്പം നമ്മൾ വളരാത്തതെന്ന്. കാരണം നമ്മുടെ സ്കൂൾ സിസ്റ്റം മുതലേ സിംഗിൾ ലൂപ്പ് ലേണിംഗ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിനകത്ത് ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്തോ കേൾക്കുന്നു, എന്നിട്ടത് എന്തൊക്കെയോ പഠിച്ചു എന്നുള്ള ധാരണയിൽ അവിടെ എഴുന്നേറ്റ് പോകുന്നു. അതിനപ്പുറത്തേക്ക് അതൊരു ഡബിൾ ലൂപ്പ് ലേണിംഗിലേക്ക് വരുന്നില്ല. എന്നാൽ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഡബിൾ ലൂപ്പ് ലേണിംഗിൽ പോകുമ്പോൾ ഓൾവേസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഫസ്റ്റ് ലേണിംഗ് ഡസൻ കൗണ്ട്. ആദ്യം പഠിക്കുന്നത് കൗണ്ട് ചെയ്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇലയിലാണെങ്കിലും നമ്മൾ എപ്പോഴും ഈ റെക്കോർഡിംഗ് കാണുന്നതിന്റെ ഇമ്പോർട്ടൻസ് നന്ദുപുറ പറയുന്നതിന്റെ ഒരു ആവശ്യകതയാണ് ഈ ഡബിൾ ലൂപ്പ് ലേണിംഗിലൂടെ പോകാൻ വേണ്ടിയാണ്. കാരണം എപ്പോഴും ഇപ്പം ഈവൻ ഞാനാണെങ്കിൽ പോലും ഡബിൾ ലൂപ്പ് ലേണിംഗിൽ പോകുമ്പോൾ ആ സെഷൻ ഒന്നുകൂടെ കണ്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ വീണ്ടും വന്ന സെഷൻ കാണുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് ഒരു ചെറിയ ഇൻസൈറ്റോടെ കിട്ടും. അപ്പൊ എന്നിട്ട് വീണ്ടും ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു റിസൾട്ട് അവിടെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ ഡബിൾ ലൂപ്പ് ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അങ്ങനെ ഡബിൾ ലൂപ്പ് ലേണിംഗിലൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു 1%ലേക്ക് വേൾഡ് ക്ലാസ് ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. യെസ് ബ്രോ, താങ്ക് യു ബ്രോ. യെസ്, സോ ഡബിൾ ലൂപ്പ് ലേണിംഗ്, യെസ്, ക്ലിയർ. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ ബ്രോ. യെസ്, നിങ്ങളുടെ കറന്റ് പ്രോബ്ലം എന്താണെന്നറിയോ? നിങ്ങൾ ട്രേഡിങ്ങിൽ ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇന്നത്തെ ദിവസം ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തോരം പോസിറ്റീവ് എനർജി കിട്ടി. നമ്മുടെ ഗ്രൂപ്പിന് എന്തോരം ഒരു ഓറ, ഒരു ഭയങ്കര ഒരു ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് ആ ഫീൽ കിട്ടി, നിങ്ങൾക്ക് ഫീൽ കിട്ടി. അതായത് ഇന്ന് നിങ്ങൾ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ആയി, ഒറ്റയ്ക്ക് പ്രോഫിറ്റ് ആവുന്നതിനേക്കാളും നമ്മുടെ ടീം മൊത്തത്തിൽ പ്രോഫിറ്റ് ആവുന്ന ഒരു ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു എന്നെ സംബന്ധിച്ചാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചാണെങ്കിലും അല്ലേ? പക്ഷെ ഇത് ഒരു
90% നടന്നിട്ടില്ല. നമ്മൾ ഒരു ദിവസം ആയെന്നും പറഞ്ഞ് എനിക്ക് സന്തോഷമൊക്കെ വന്നു, പക്ഷെ സ്റ്റിൽ ഞാൻ എന്റെ അടുത്ത് തന്നെ പറഞ്ഞ ഒരു ദിവസം ഡസിൻ കൗണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് എത്ര നാൾ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾ ഓക്കെ, നിങ്ങളുടെ പ്രോബ്ലം, ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ലൈക്ക് മാർക്കറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ വന്ന്, ഓക്കെ, മാർക്കറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തത്? അതായത് ഇപ്പൊ നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ചു, പക്ഷെ എന്നാൽ പോലും നിങ്ങൾ വീണ്ടും മുന്നേറുന്നു, നിങ്ങൾ കുറെ എൻട്രീസ് എടുക്കുന്നു, ബട്ട് സ്റ്റിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റാത്ത? ചാറ്റ് ബോക്സിൽ വലിയ ടെക്നിക്കൽ ടേംസ് ഒന്നും യൂസ് ചെയ്യേണ്ട, സിമ്പിൾ ആയിട്ട് എന്തുകൊണ്ടായിരിക്കും ഒരു മാർക്കറ്റിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ പറ്റാം, നമുക്കറിയാം അത് ഓപ്പർച്യൂണിറ്റി ആണെന്ന് അറിയാം, എങ്കിൽ പോലും നമുക്കത് എടുക്കാൻ പറ്റാത്തതിന്റെ റീസൺ എന്താണെന്ന് അറിയോ? ഇപ്പൊ ഞാൻ ചില സമയത്ത് നിങ്ങൾ എടുക്കാത്ത ട്രേഡ് ഞാൻ എടുക്കും. എന്തുകൊണ്ടായിരിക്കും? ചില സമയത്ത് നിങ്ങൾക്ക് എത്ര നല്ല ഓപ്പർച്യൂണിറ്റി ആയാലും ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഒറ്റ കാര്യമുള്ളൂ, ഫിയർ. യെസ്, ഫിയർ. വേറെ? യെസ്, അടുത്ത പെട്ടെന്ന്. ലോസ് ആകുമോ എന്നുള്ളത്, ബാഡ് തോട്ട്സ്, ഫിയർ. യെസ്, ഓവർ കോൺഫിഡൻസ്. യെസ്. റിസ്ക് എടുക്കാനുള്ള ഫിയർ. യെസ്, കോമൺ ആയിട്ട് ഫിയർ എന്നുള്ള വരുന്നുണ്ട് അല്ലെ? എപ്പോഴാണ് ഫിയർ വരുന്നതെന്ന് അറിയോ? നമുക്ക് മാർക്കറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് എടുക്കാനുള്ള കേപ്പബിലിറ്റി നമുക്കില്ലാത്തപ്പം. എപ്പോഴാ ഫിയറും കാര്യങ്ങളൊക്കെ വരുന്നത്? മാർക്കറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് അത് എടുക്കാനുള്ള കേപ്പബിലിറ്റി നമുക്കില്ലാത്തതുകൊണ്ട്. സോ ഒരു എൻട്രി മിസ്സാവുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിനെ കുറ്റം പറയാനൊന്നും അല്ല പോകേണ്ടത്. ഒരു മാർക്കറ്റിൽ ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ അത് എടുക്കാനുള്ള കോൺഫിഡൻസ് അല്ലെങ്കിൽ അത് എടുക്കാനുള്ള കേപ്പബിലിറ്റി എനിക്കുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കാണ് അതിന്റെ ഉത്തരം. ഫോർ എക്സാമ്പിൾ, ഇപ്പം റിയൽ ലൈഫിലാണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും, പക്ഷെ അതൊക്കെ ഗ്രാബ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി. എന്താണ് കേപ്പബിലിറ്റി? നമ്മുടെ സ്കില്ലിനെയാണ് കേപ്പബിലിറ്റി, നമ്മുടെ കഴിവെന്ന് പറയുന്നത്. ഈ ട്രേഡിംഗ് മാർക്കറ്റ്, ഇപ്പൊ ട്രേഡിംഗ് എന്ന് കേൾക്കുമ്പോൾ മിക്ക ആൾക്കാർക്കും ഒരു പേടിയാണുള്ളത്. ഇപ്പൊ അത് മാറി വരുന്നുണ്ടെങ്കിൽ പോലും, ഇപ്പൊ ഞാൻ തുടങ്ങിയ സമയത്ത് ഇപ്പൊ എന്റെ വീട്ടുകാരെടുത്ത് പറഞ്ഞാൽ പോലും ഞാൻ എന്തോ തെറ്റായിട്ടുള്ള കാര്യം ചെയ്യുന്നു എന്നുള്ള ഫീൽ ആയിരുന്നു അവർക്ക്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ 89% ആൾക്കാർ എന്താ ചെയ്യുന്നത്? ഫെയിലിയർ ആണ് ആവുന്നത്. അവൻ ഫെയിലിയർ ആവുന്നത് മാർക്കറ്റിന്റെ കുഴപ്പമാണോ അവന് കേപ്പബിലിറ്റി, അവന് കഴിവില്ലാത്തതുകൊണ്ടാണോ? തരുണ്ടോ? അവന് കഴിവില്ലാത്തതുകൊണ്ടാണോ അതോ മാർക്കറ്റിന് കുഴപ്പമുള്ളതുകൊണ്ടാണോ അവൻ മാർക്കറ്റിൽ തോറ്റ് അല്ലെങ്കിൽ അവന്റെ പൈസ നഷ്ടപ്പെടുന്നത്? അവർക്ക് കഴിവില്ലാത്തതുകൊണ്ട്. ഉറപ്പായിട്ടും അവൻ അത് എടുക്കാനുള്ള അല്ലെങ്കിൽ അവൻ ആ സ്കില്ല് പഠിച്ചെടുക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. സോ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ പുതിയ കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ കോൺസെപ്റ്റ് എല്ലാ ദിവസവും മാർക്കറ്റിലുണ്ട്. കുറച്ചു നാൾ മുമ്പ് വരെ ഷരൂൺ ബ്രോയ്ക്ക് ആ ഒരു എൻട്രി എടുക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ലായിരുന്നു, സ്കിൽ ഇല്ലായിരുന്നു. വിജയോന്മുഖി വന്നപ്പോ എന്താ ചെയ്തത്? നമ്മൾ അത് എടുക്കാനുള്ള സ്കില്ല്, ഇപ്പൊ ഞാൻ നിങ്ങൾ എന്താ ചെയ്യുന്നത്? സ്കില്ല് കൂട്ടുക എന്നുള്ള ഒറ്റ കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പുതിയ പുതിയ ആയുധങ്ങൾ, പുതിയ പുതിയ സ്കില്ലുകൾ, എന്തിനാ? ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലുകൾ, നിങ്ങളുടെ കേപ്പബിലിറ്റിയാണ് ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ട്രേഡിംഗിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രോബ്ലം, എൻട്രി എടുക്കാനും എല്ലാത്തിന്റെ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, നിങ്ങളുടെ സ്കില്ല് കൂട്ടുക. സ്കില്ല് കൂട്ടാൻ എന്ത് ചെയ്യണം? ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മൾ തുടങ്ങിയ പോയിന്റ്, സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുക. എങ്ങനെ ലേൺ ചെയ്യണം? നമ്മളൊരു കാര്യം എത്രയും പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പഠിക്കുക. അത് എത്രത്തോളം പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ എത്രത്തോളം പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യുക. സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ട് പഠിക്കുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക എന്നുള്ളതല്ലാണ്ട് അതിനൊരു സൊല്യൂഷൻ ഇല്ല. നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള ഒരു ഒറ്റ ഉത്തരവേ ഉള്ളൂ, പഠിക്കുക, പഠിക്കുക, പഠിക്കുക. ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ്. എത്ര പേര്, നിങ്ങൾ ഹോണസ്റ്റ് ആയിട്ട് പറ, ഇന്ന് രാവിലെ എണീറ്റ് ഇതുവരെയുള്ള സമയത്ത് 1 മണിക്കൂറെങ്കിലും, മിനിമം 1 മണിക്കൂറെങ്കിലും പഠിച്ച് മെഡിറ്റേഷൻ ചെയ്ത് അഫർമേഷൻ ചൊല്ലി ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ചാറ്റ് ബോക്സിൽ വരിക. ചാറ്റ് ബോക്സിൽ ആരൊക്കെയുണ്ട് ഇത്രയും കാര്യങ്ങൾ ഫോളോ? ഹോണസ്റ്റ് ആയിട്ട് പറയാം, എന്നെ ബോധിപ്പിക്കാനൊന്നും ചെയ്യരുത്, കാരണം നമ്മൾ നിങ്ങളെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെഷൻസ് ഒക്കെ വെക്കുന്നത്. സോ അത് മനസ്സിലാക്കി തന്നെ ഹോണസ്റ്റ് ആയിട്ട് ഇടുക. ഇല്ലാത്തവർ ഇല്ല എന്നുള്ളതും കൂടി ഇട്ടോ, അപ്പൊ എനിക്ക് കറക്റ്റ് മനസ്സിലാവും. ഇല്ലാത്തവർ ഇല്ല എന്നുള്ളതും കൂടെ ഇട്ടോ. 4 പേര് ഇല്ല, ഇല്ല, ഫുള്ളി നോ, യെസ്, യെസ്. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഗ്രാബ് ചെയ്യാൻ പറ്റാത്തത്, നിങ്ങൾക്ക് ഗ്രോത്ത് വരാത്തത്? കേപ്പബിലിറ്റി, സ്കിൽ എന്നുള്ളത്
സ്കിൽ എന്നുള്ള എലമെന്റ് ഒരു ഒറ്റ ദിവസത്തിൽ ഒരാൾക്ക് സ്കില്ല് വരുന്നതല്ല. സച്ചിൻ ടെണ്ടുൽക്കർ ലെജൻഡ് ആണ്. സച്ചിൻ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സച്ചിൻ ടെണ്ടുൽക്കർ ലെജൻഡ് ആയത് മൂപ്പര് പോയിട്ട് മാച്ച് കളിക്കുന്ന സമയത്താണ് പുള്ളിയുടെ സ്കിൽ ഡെവലപ്മെന്റ് വരുന്നതെന്ന്? നോ, അബ്സല്യൂട്ട്ലി നോ. പുള്ളിക്ക് എപ്പോഴാണ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്? പുള്ളിയുടെ പ്രാക്ടീസ് സെഷൻസ് ആണ് പുള്ളിനെ ഡെവലപ്പ് ചെയ്യുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ മറ്റുള്ള ക്രിക്കറ്റേഴ്സിൽ നിന്ന് ലെജൻഡ് ആയി മാറിയത് എങ്ങനെയാ? എല്ലാവരും ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കൂടെ കളിച്ച് എല്ലാവരും മാച്ച് കളിക്കുന്നുണ്ട്, 100 എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ സച്ചിൻ ടെണ്ടുൽക്കർ ഒരു മാച്ച് കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക്, അദ്ദേഹം ഒരു മാച്ച് കളിക്കുമ്പോൾ ചില ഷോട്ട് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹം ഇമ്പ്രൂവ്മെന്റ് വരുത്തണം എന്നുള്ള മേഖല അദ്ദേഹം എന്ത് ചെയ്യും? മണിക്കൂറുകൾ പ്രാക്ടീസ് ചെയ്യും. മണിക്കൂറുകൾ. ഞാൻ ഇന്റർവ്യൂസ് കാണുമ്പോൾ മനസ്സിലാക്കിയതാണ്, പുള്ളി പറഞ്ഞ പോലെ ഇഞ്ചറി വന്ന സമയത്തും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേത് കളിക്കാർ നെറ്റ്സിൽ വരുന്നതിന് മുമ്പും പുള്ളി അതിന് മുമ്പേ വന്ന് പ്രാക്ടീസ് സെഷൻ തുടങ്ങും. ആസ് വെൽ ആസ് മറ്റാര് പോയെന്ന് പറഞ്ഞാലും പുള്ളിക്ക് ആ ഒരു കംഫർട്ട്, അല്ലെങ്കിൽ പുള്ളി ഇന്ന് എത്ര ഹാർഡ് പ്രൊഡക്റ്റീവ് ആണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പുള്ളി നെറ്റ്സ് വിടത്തുള്ളൂ എന്നുള്ള ഒരു ഉത്തരം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പ്രാക്ടീസ് ടൈം ആണ് നിങ്ങളുടെ കേപ്പബിലിറ്റി കൂട്ടാൻ സഹായിക്കുന്നത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ ബ്രൂസ് ലീ എന്തുകൊണ്ടാണ് ലെജൻഡ് ആയത്? പുള്ളി ആ ബോക്സ് ചെയ്യുന്ന സമയമാണോ പുള്ളിനെ ലെജൻഡ് ആക്കിയത്, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന സമയമാണോ? നോ, അബ്സല്യൂട്ട്ലി നോ. പുള്ളിയുടെ പ്രാക്ടീസ് ടൈം ആണ് പുള്ളിയുടെ കേപ്പബിലിറ്റി കൂട്ടി പുള്ളിനെ ലെജൻഡ് ആക്കിയത്. അങ്ങൊന്നും പോണ്ട, സച്ചിനും ബ്രൂസ്ലി ഒക്കെ പോട്ടെ. കേരളത്തില് മോഹൻലാൽ, മമ്മൂട്ടി, നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫാൻ ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന രണ്ട് ആൾക്കാരാണ്. എങ്കിൽ പോലും ഈ മലയാള ഇൻഡസ്ട്രിയിൽ ഇത്ര വർഷങ്ങളായിട്ട് ഇത്രയും ലെജൻസ് ആയിട്ട് അവർ നിൽക്കുന്നത് എങ്ങനെയാ? എത്ര ആൾക്കാർ വന്ന് എത്ര ആൾക്കാർ പോയി. അതായത് എന്റെ അപ്പൂപ്പന്റെ കാലം തൊട്ട് മമ്മൂട്ടി ഉള്ളതാണ്. അപ്പം ആ സമയം തൊട്ട് മൂപ്പര് ഇപ്പോഴും മമ്മൂട്ടി ആസ് വെൽ ആസ് മോഹൻലാൽ രണ്ടുപേരാണെങ്കിലും ആ ഒരു ലെജൻസ് ആയിട്ട് നിൽക്കുന്നത് എങ്ങനെയാ? ആ ഒരു 1% അവർ എത്തി നിൽക്കുന്നത് എങ്ങനെയാ മറ്റുള്ളവരിൽ നിന്ന്? അവരുടെ പ്രാക്ടീസ് ആണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവര് അഭിനയിക്കാൻ വരുന്നത് സിനിമയുടെ ഒരു സെറ്റ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സിലാണ് അവര് ഇമ്പ്രൂവ് ആവുന്നത്? നോ, അവരുടെ പ്രാക്ടീസ് സമയത്താണ് അവർ ഇമ്പ്രൂവ് ആവുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കൊരു ബോധ്യം വേണം. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വരുന്ന ആ ഒരു സമയമാണ് നിങ്ങൾ ഇമ്പ്രൂവ് ആക്കുന്നത്? അബ്സല്യൂട്ട്ലി നോ. മിക്ക ആൾക്കാരുടെയും വിചാരമാണ്, ബ്രോ ഞാൻ കിങ്സ് സോണിൽ വരുന്നുണ്ട്, ഉച്ചയ്ക്ക് 3 മണിക്കൂർ ഇരിക്കുന്നു, രാത്രി 4 മണിക്കൂർ ഇരിക്കുന്നു. എവിടെ ഇരിക്കുന്നത്? നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വരുന്ന കിങ്സ് സോൺ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ വർക്കിംഗ് ടൈം ആണ്. അതായത് ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ മാച്ച് കളിക്കാൻ വരുന്നത് ആ സമയമാണ് ഈ പറഞ്ഞ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. പ്രാക്ടീസ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിൻ നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ മാച്ചിന്റെ സമയത്താണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത്? മാച്ചിന്റെ സമയത്ത് മൂപ്പർ ജസ്റ്റ് അങ്ങോട്ട് പോവാന്നുള്ളതേ ഉള്ളൂ മൂപ്പറുടെ പണി. പുള്ളിയുടെ പ്രാക്ടീസ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ ഈ പറഞ്ഞ കിങ്സ് സോണിൽ വന്ന് ട്രേഡ് എടുക്കുന്നത് വെച്ച് നിങ്ങൾ ഒരിക്കലും സക്സസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി ബുൾഷിറ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും ഗ്രോത്ത് വരുത്തില്ല. എല്ലാ ദിവസവും മാർക്കറ്റിലുണ്ട്. അതുപോലെ ഇവിടെ പലരും ഇല്ല. മിക്ക ദിവസങ്ങളിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ്, ഞാൻ മാർക്കറ്റിലില്ല. ഗൈസ്, അറ്റ്ലീസ്റ്റ് മാർക്കറ്റിൽ പോലും ഉള്ള ആൾക്കാർക്ക് പോലും സക്സസ്ഫുൾ ആവാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണ്ട എന്താ? നിങ്ങളുടെ പ്രാക്ടീസ് ടൈം എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടത്. എന്തിന്? നിങ്ങളുടെ കേപ്പബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇന്ന് ഞാൻ ചോദിച്ച കാര്യം, നിങ്ങൾ എത്ര എഫേർട്ട് ഇടുന്നുണ്ട്? ഈ പറഞ്ഞ പോലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് അഫർമേഷൻ ചൊല്ലി, അല്ലെങ്കിൽ നിങ്ങൾ 1 മണിക്കൂറെങ്കിലും മിനിമം പഠിച്ച് എത്ര പേരുണ്ടെന്ന് വെച്ചാൽ വളരെ കുറച്ച് പേര്. ഈ പറയുന്ന മമ്മൂട്ടിയുടെ ഒരു ഇന്റർവ്യൂല് പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പുള്ളിക്ക് എന്താണ് ആർത്തിയാണ്, പണത്തിനോടല്ല അഭിനയത്തിനോടെന്നുള്ളത്. അതായത് മൂപ്പരെ മുമ്പോട്ട് നയിക്കുന്നത് ആ ഒരു മേഖല, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ, അതായത് തേച്ച് മിനുക്കി എടുത്തതാണ്. ഇനിയും തേച്ചാൽ ഇനിയും മിനിമം. അതായത് സെയിം കാര്യം നമുക്ക് അപ്ലിക്കബിൾ ആണ്. എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ കിട്ടിയ ഒരു ഡയലോഗാണ്, അല്ലെങ്കിൽ ഒരു ഫയർ കിട്ടിയ ഡയലോഗ്. അതായത് ഞാനെന്ന് പറയുന്ന ട്രേഡർ ഇനിയും എത്രത്തോളം സ്കിൽ, എന്റെ കേപ്പബിലിറ്റി കൂട്ടാൻ പറ്റുമോ, ഞാനെന്ന് പറയുന്ന വ്യക്തി ആ 1%-ൽ എത്തുമെന്നുള്ള കോൺഫിഡൻസ് ആണ് എന്നെ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പൊ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി 89% 10% എത്തി ഒരാൾ പോലും ഇല്ല. അതിലോട്ട് എത്തണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ആദ്യം ഗുഡ്, ആ ബാഡിൽ നിന്ന്, ഇപ്പൊ ഇതൊരു മലയാണെങ്കിൽ നിങ്ങളൊരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മല കയറുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ബാഡ് ആയിരിക്കും, മോശമായിരിക്കും, നമുക്കൊന്നും അറിയത്തില്ല, ബാഡ്. രണ്ടാമതൊരു സ്റ്റേജ് ഉണ്ട് ആവറേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്, ആവറേജ്. മൂന്നാമതൊരു സ്റ്റേജ് ഉണ്ട് ഗുഡ്. നമ്മൾ കുറച്ചുനാൾ എഫേർട്ട് ഒക്കെ ഇട്ട് ബാഡും ആവറേജിന് ശേഷം ഗുഡ് ആവും. അതിനുശേഷം നമ്മൾ എന്താവും? ഗ്രേറ്റ് ആവും, നമ്മൾ മികച്ചതാവും, ഏറ്റവും മികച്ചതാവും. അവസാനം എത്തുന്നതാണ് എന്ത്? വേൾഡ് ക്ലാസ് എന്ന് പറയുന്നത്, അതായത് മാസ്റ്ററി. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് മുകളിലോട്ട് കയറി ഇവിടെ എത്തണമെങ്കിൽ എന്താ വേണ്ടത്? നിങ്ങളുടെ പ്രാക്ടീസ് ടൈം ആണ് അവിടെ എത്തിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഉറപ്പിച്ചോ, ഞാനിപ്പോ ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫയർ ഒക്കെ തോന്നിയതാ, നാളെ മുതൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.
അത് ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു ഫീലാണ്. നിങ്ങൾക്ക് ട്രേഡിംഗ് എത്രത്തോളം പാഷനേറ്റ് ആണെന്ന് നിങ്ങൾ വാക്കിൽ പറയുന്നുണ്ട്, പക്ഷെ പ്രവൃത്തിയിൽ അത് വളരെ ചുരുക്കം ആൾക്കാരിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഹോണസ്റ്റ്ലി ഞാനിത് എന്താണ് ബ്രൂട്ടൽ ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു ലക്ഷ്യം, LI ക്ലബ്ബ് തുടങ്ങിയത് ഒരു ലക്ഷ്യത്തിനാണ്, നിങ്ങൾക്ക് അറിയാലോ. അത് എനിക്ക് പെട്ടി പൈസ ഉണ്ടാക്കാനല്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ 10 ലക്ഷം എത്തിക്കാനാണ് ഞാൻ പറഞ്ഞത്. അതിലോട്ട് എത്തിക്കണമെങ്കിൽ യു ഹാവ് ടു വർക്ക് വെരി 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 ഹാർഡ്. എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നത്? പഠിച്ചുകൊണ്ട്. എന്താ പഠിക്കുന്നത്? നിങ്ങളുടെ കേപ്പബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. എന്തിനാ കേപ്പബിലിറ്റി കൂട്ടുന്നത്? ഓപ്പർച്യൂണിറ്റീസ് ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി തൊട്ട് ഈ പറയുന്ന കിൽസോണി വന്ന് ബ്രോ ഞാൻ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതല്ല മാർക്കറ്റിലെ പഠനം. മാർക്കറ്റിലെ പഠനം എന്ന് പറയുന്നത് പ്രാക്ടീസ് സെഷൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും വേണ്ട ഒരു കാര്യമാണ് പ്രീ മാർക്കറ്റും പോസ്റ്റ് മാർക്കറ്റ് സ്റ്റഡി. ഞാൻ ഈ 3 മണിക്കൂർ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ ഡിവൈഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2 മണിക്കൂർ, 1.5 to 2 മണിക്കൂർ പ്രീ മാർക്കറ്റ് പഠിക്കും. അതായത് ഈ പറയുന്ന പോലെ ഞാൻ ട്രേഡ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് പുതിയ പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ മാർക്കറ്റ് ഡേയ്സിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാറില്ല. പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ഡബിൾ ലുക്ക്. ഇപ്പൊ ഞാൻ അടുത്ത തലത്തിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ പഠിക്കുന്ന കാര്യം ഞാൻ ഡബിൾ ലുക്കിന് വേണ്ടിയിട്ടായിരിക്കും, as well as അന്നത്തെ ദിവസത്തെ പറ്റിയുള്ള കുറച്ച് കേസ് സ്റ്റഡി, ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ പ്രീ മാർക്കറ്റ് ആയിരിക്കും ചെയ്യുന്നത്. പോസ്റ്റ് മാർക്കറ്റ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ പറ്റിയിട്ട് ഞാൻ പണ്ട് നോട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിളിന്റെ നോട്ട്സിലായിരുന്നു, ഇപ്പൊ നോഷനകത്ത് ഈ പറയുന്ന പോലെ ചാർട്ടോട് കൂടിയിട്ട് എല്ലാ ദിവസവും 1 hour, അവസാനത്തെ 1 hour മാർക്കറ്റ് ഒക്കെ ഞാൻ ട്രേഡ് എടുത്തതിന് ശേഷം അവസാനം ഞാൻ ട്രേഡ് എടുത്താലും എടുത്തില്ലെങ്കിലും അന്നത്തെ ദിവസത്തെ പറ്റിയിട്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കും. സോ എല്ലാ ദിവസവും പ്രീ മാർക്കറ്റും പോസ്റ്റ് മാർക്കറ്റും നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കില്ല് കൂടും, കേപ്പബിലിറ്റി കൂടും. എന്താ കേപ്പബിലിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കും അമിഷേ? മാജിക് സംഭവിക്കും. മാജിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, നിങ്ങളുടെ കയ്യിൽ പ്രോപ്പർ ആയിട്ടുള്ള നിങ്ങളുടെ സ്കില്ലുണ്ട്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ സ്കിൽ അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഉണ്ട്. ഇതിനോടൊപ്പം റൈറ്റ് ടൈം, നിങ്ങളുടെ റൈറ്റ് ടൈമും കൂടെ ആണെങ്കിൽ ഈ ഒരു ഏരിയയില് റൈറ്റ് ടൈം എന്ന് വെച്ചാൽ ഭാഗ്യമല്ല, നിങ്ങൾ എടുക്കുന്ന ട്രേഡ് റൈറ്റ് ടൈമിൽ നമ്മൾ പഠിച്ച കോൺസെപ്റ്റും കൂടെ വെച്ചിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നു, നമ്മൾ പഠിച്ച A++ സെറ്റപ്പ് വന്നു, നിങ്ങൾ റൈറ്റ് ടൈമിലാണ്, as well as നിങ്ങളുടെ കയ്യിൽ കേപ്പബിലിറ്റി കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ഒരു ഏരിയ ഉണ്ടോ, ഇത് മൂന്നും കൂടെ ഒത്തു വരുന്നത്, ഇതാണ് മാജിക് എന്ന് പറയുന്നത്. മാജിക്. ചില ട്രേഡ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇവൻ എന്റെ ഒക്കെ കാണുമ്പോൾ തോന്നില്ല ഇത് എങ്ങനെ എടുക്കും എന്നുള്ളത്. ഒറ്റ കാര്യമുള്ളൂ, ഓപ്പർച്യൂണിറ്റി, ടൈം, അത് എടുക്കാനുള്ള കേപ്പബിലിറ്റി, കഴിവ്. സോ വധു ബ്രോ, നദീർ ബ്രോ, ജോൺ ബ്രോ, രാഹുൽ ബ്രോ എന്താ ചെയ്യേണ്ടത്? കഴിവ് കൂട്ടുക, കേപ്പബിലിറ്റി കൂട്ടുക. എങ്ങനെ കേപ്പബിലിറ്റി കൂട്ടുന്നത്? only with our practice time. യെസ് രാഹുൽ ബ്രോ, നമ്മൾ എന്താ ഇപ്പൊ പറഞ്ഞത്? നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒരു 1 മിനിറ്റിൽ പെട്ടെന്ന് നിങ്ങളുടെ പ്രോബ്ലം എന്താണ് എന്നുള്ളത്. യെസ് ബ്രോ, പവർ. ബ്രോ, നമ്മള് സത്യം പറഞ്ഞാൽ ലൈക്ക് പെട്ടെന്ന് 1 മിനിറ്റിൽ പറയാൻ ഇതുണ്ട്. ഞാൻ എന്റെ രീതിയിൽ പറയാം. നമ്മുടെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മള് മാർക്കറ്റിൽ നമ്മൾ വന്നിരുന്നിട്ട് കിൽസോണിന്റെ പുറത്ത്, ലൈക്ക് കിൽസോണിൽ വന്നിരിക്കലല്ല നമ്മുടെ ലൈക്ക് ഒരു ലേണിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത്. നമ്മൾ അതിനായിട്ട് വേണ്ടി നമ്മൾ മിനിമം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പഠിച്ചിട്ട് വന്നിരിക്കണം. ഇപ്പോ നമ്മളിപ്പോ ഒരു ഇത് പറയാനാണെങ്കിൽ ഒരു 5 സ്റ്റേജസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ബാഡ്, ആവറേജ്, ഗുഡ്, ഗ്രേറ്റ്, ഒരു പിന്നെ നമ്മുടെ ഒരു വേൾഡ് ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ലെവലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബാഡ് സ്റ്റേജിലായിരിക്കും. ആ ബാഡ് സ്റ്റേജിൽ നിന്ന് നമ്മൾ നമ്മുടെ എഫേർട്ടും നമ്മുടെ ലേണിങ്ങും ചെയ്ത് നമ്മൾ കയറി പോകണം. അപ്പൊ അതിന് നമ്മൾ ഇത്ര നാള് കുറച്ച് വിട്ടുവീഴ്ചകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അത് ഇമ്പ്രൂവ് ചെയ്യണം. ഉറപ്പായിട്ടും. എന്തിനാ നമ്മളത് ഇമ്പ്രൂവ് ചെയ്യുന്നത്? നമുക്ക് മാജിക് സംഭവിക്കാൻ, അതായത് നമുക്ക് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. യെസ്. സോ ഇതിന് മിക്ക ആൾക്കാരും പറയുന്ന ഒരു എക്സ്ക്യൂസ് ഉണ്ട്, ബ്രോ ടൈം കിട്ടുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ടൈം കിട്ടുന്നില്ല എന്നുള്ളതല്ല, നിങ്ങൾക്ക് ടൈമിനെ യൂട്ടിലൈസ് ചെയ്യാൻ അറിയാത്തതാണ് നിങ്ങളുടെ കുഴപ്പം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ സച്ചിൻ ടെണ്ടുൽക്കർ അല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ ആൾക്കാരെയൊക്കെ പറഞ്ഞു. ഞാൻ ജസ്റ്റ് എന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു ദിവസം എടുക്കുന്ന സമയത്ത്, ഇപ്പം വധു ബ്രോ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ വർക്ക്ഔട്ടിന്റെ ഒരു പോയിന്റ് ബ്രോ എടുത്തു പറഞ്ഞാൽ നമുക്ക് ടൈമിന്റെ പ്രശ്നം. ഞാൻ എല്ലാ ദിവസവും ഇപ്പൊ എന്റെ ഒരു ദിവസം എടുക്കുവാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന പ്രോസസ്സാണ്, ഞാൻ എൻഡ് ഓഫ് ദ ഡേ ഞാനൊരു ട്രേഡറാണ്. എനിക്ക് ലൈഫ് ലോങ് എന്തൊക്കെ പരിപാടി ചെയ്തെന്ന് പറഞ്ഞാലും ഒരു ട്രേഡർ എന്നുള്ളതായിരിക്കും എന്റെ ലേബൽ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഞാൻ എന്റെ ഒരു ഡേ ടു ഡേ ലൈഫിൽ എന്ത് കാര്യം ചെയ്താലും, അതിപ്പോ ഞാൻ
നിങ്ങളെ പഠിപ്പിക്കുന്നതാണെങ്കിലും ഞാൻ ജിമ്മിൽ പോകുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാനെന്ന് പറയുന്ന ട്രേഡറിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഞാൻ ഇന്നത്തെ എന്റെ ലൈഫിൽ ഗോഡിൻ ബ്രോ, അതു ബ്രോ, ഞാൻ ഇന്നത്തെ എന്റെ ലൈഫിൽ ഞാൻ എന്തൊരു കാര്യം ചെയ്യുന്നതും അത് ഇവനൊരു സിനിമയ്ക്ക് പോകുന്നതാണെങ്കിൽ പോലും ഞാനെന്ന് പറയുന്ന ട്രേഡർ, നിങ്ങൾ അതെങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്റെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ സിനിമയ്ക്ക് പോകുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതൊരിക്കലും എന്റെ ടൈം വേസ്റ്റ് അല്ല. കാരണം എന്റെ മൈൻഡ് റിലാക്സ് ആണെങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത ദിവസം ഏറ്റവും നല്ല മൈൻഡ് സെറ്റിൽ വന്നിട്ട് എനിക്ക് മാർക്കറ്റിൽ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ജിമ്മിൽ പോകുന്ന എന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോമ്പറ്റീഷൻ ഇറങ്ങാനൊന്നും അല്ല. എന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫിസിക്കലി ഞാൻ ഫിറ്റ് ആയിട്ടിരിക്കുക. ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ മെന്റലി ബെറ്റർ ആയിരിക്കും. കാരണം ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് അറിയാം, പ്രജ്വൽ ബ്രോയ്ക്കൊക്കെ അറിയാം, നമ്മൾ എല്ലാ ദിവസവും ജിമ്മിൽ പോയി നമ്മുടെ ഒരു മെന്റൽ ഹെൽത്തിനെ കൂടെ അത് ഇമ്പ്രൂവ് ചെയ്യിക്കും. സോ നിങ്ങൾക്കൊരു ബെറ്റർ ട്രേഡർ ആവണമെങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് നിങ്ങൾ ഈ എക്സ്ക്യൂസ്, പിന്നെ എന്തിനാണ് സമയം പഠിക്കാൻ, പിന്നെ കുറെ ആൾക്കാർക്ക് പഠിക്കാൻ സമയമില്ല. ഗൈസ്, ഇപ്പം എന്റെ ഒരു ദിവസത്തിൽ ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ 3 മണിക്കൂറെങ്കിലും ഞാൻ മിനിമം പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യും. പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളെ ഒന്ന് ട്രേഡർ, എനിക്ക് ട്രേഡ് ചെയ്യണം, ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളെ പഠിപ്പിക്കണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് പഠിപ്പിക്കുന്നതിന് എത്ര എഫേർട്ട് ഉണ്ടെന്ന്? ഇവിടെ വന്ന് നിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിടം ട്രേഡ് ചെയ്യുന്ന ഒരാൾ നല്ല ടീച്ചർ ആവണമെന്ന് നിർബന്ധമില്ല. അത് പറഞ്ഞു തരാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾ തന്നെ റിവിഷൻ സെഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം എഫേർട്ട് ആണെന്നുള്ളത്. അപ്പൊ അത് ഇത്രത്തോളം നിങ്ങളൊക്കെ എത്ര 7 മാസമായിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിക്കും, അല്ലെങ്കിൽ 7, 8, 9, 1 വർഷമൊക്കെ ആമിച്ചക്ക് 1 വർഷം ആകാൻ പോകുന്നത്. എഫേർട്ട് ഉണ്ട്, എല്ലാ ദിവസവും അതിന്റെ എഫേർട്ട് ഉണ്ട് ഒരു ബെറ്റർ ടീച്ചർ ആവാൻ വേണ്ടി. കാരണം ഞാൻ അതിൽ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇനി ഒരുപാട് എഫേർട്ട് ഇട്ട് ബെറ്റർ ആവാനുണ്ട്. ആസ് വെൽ ആസ് ഈ പറയുന്ന പോലെ കോണ്ടന്റ് ക്രിയേഷൻ, ഗോഡിൻ ബ്രോയ്ക്കൊക്കെ അറിയാം അല്ലെങ്കിൽ നദീർ ബ്രോയ്ക്കൊക്കെ അറിയാം. ഒരു കോണ്ടന്റ് ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മളത് പബ്ലിക്കിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എഫേർട്ട് ഉണ്ട്. പിന്നെ എല്ലാ ദിവസവും എങ്ങനെ പോയാലും ഈ പറഞ്ഞ കൊളാബറേഷൻസോ അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ മീറ്റിംഗ്സ് കാണും. ചിലപ്പോൾ നിങ്ങളുമായിട്ടായിരിക്കും ചിലപ്പോൾ മീറ്റിംഗ് വെക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഒരുപാട് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരും. അതിനോടൊപ്പം എന്റെ ഈ മറ്റു കാര്യങ്ങൾ ഈ പറയുന്ന ബിസിനസ് പരമായിട്ടുള്ള അത് പഠിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ കാണും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള സമയം കാണും. ഇതിനെല്ലാം എങ്ങനെ മാനേജ് ചെയ്യുന്നത്? ഒറ്റ കാര്യമുള്ളൂ, വർക്ക് ലൈഫ് ഇന്റഗ്രേഷൻ. ഈ പറയുന്ന പോലെ ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്. അതായത് രാവിലെ എണീക്കുന്നു, ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഇത് ചെയ്യുന്നു, ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഇത് ചെയ്യുന്നു, ഈ ഒരു രീതിയിൽ പോകുന്നത് വർക്ക് ലൈഫ് ബാലൻസ്. നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലാത്തതിന് ഒറ്റ കാര്യം, നിങ്ങൾ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ ചെയ്യുന്ന പരിപാടി ഇത്രേ ഉള്ളൂ, ഇന്റഗ്രേഷൻ എന്നുള്ളത്. ഇന്റഗ്രേഷൻ അതായത് വർക്കും ലൈഫും ഡിഫറെന്റ് ആയിരിക്കത്തില്ല, ഇതിനെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താ? ജിമ്മിൽ പോകാന്നുള്ളതായിരിക്കും. സോറി, ഇന്നിപ്പോ രാവിലെ എണീറ്റു, ജിമ്മിൽ പോയി തിരിച്ചു വന്നു, ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ മാർക്കറ്റിൽ ഇരുന്നു പഠിച്ചു, അതിനുശേഷം ലണ്ടൻ സെഷനിൽ കയറി ട്രേഡ് ചെയ്ത് ഇപ്പൊ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത്. യൂഷ്വലി എന്റെ ഒരു ദിവസമാണെങ്കിൽ രാവിലെ എണീക്കുന്നു, ആദ്യത്തെ 2 മണിക്കൂർ പഠിക്കുന്നു. ഞാൻ കൂടുതലും ജിമ്മിൽ പോകുന്ന പറഞ്ഞ ലണ്ടൻ സെഷന്റെ ന്യൂയോർക്കിന്റെ ഇടയ്ക്കാണ്. കാരണം എന്താ? ആ ഒരു ഗ്യാപ്പിൽ പോയിട്ട് വർക്ക്ഔട്ട് ഒക്കെ ഫിനിഷ് ചെയ്ത് വരും. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ഒരു ബെറ്റർ ട്രേഡർ ആവാൻ വേണ്ടി. സോ നിങ്ങളുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ മസ്റ്റ് ആയിട്ടും ഒരു ബെറ്റർ ട്രേഡർ ആവാനും അസ് വെൽ ആസ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താ ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആവാനും നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്ന നിങ്ങളുടെ സ്ലീപ്പ് റൂട്ടീൻ പ്രോപ്പർ ആക്കുക, നിങ്ങളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് പ്രോപ്പർ ആക്കുക, ഈ പറയുന്ന പോലെ നിങ്ങളുടെ മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതേപോലെ ഞാൻ എപ്പോഴും പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്ന ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു ബെറ്റർ ട്രേഡർ ആവാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് ഇങ്ങനെ വർക്ക് ലൈഫ് ഇന്റഗ്രേഷൻ. അതായത് വർക്കും ലൈഫും ഡിഫറെന്റ് അല്ല, നമ്മളിതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യാം. നദീർ ബ്രോ ഇപ്പം വീട്ടിൽ ഇപ്പം ഒരു ഫംഗ്ഷന് പോയി, അല്ലെങ്കിൽ എവിടെങ്കിലും ഉമ്മയുടെ കൂടെ പോയി, ഒന്ന് പോസ്റ്റായി, നമ്മുടെ മലയാളത്തിലല്ല നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞ പോസ്റ്റായി. പോസ്റ്റ് അടിക്കുമ്പോൾ എന്താ ബ്രോ ചെയ്യുന്നത്? യൂഷ്വലി പൊതുവെ മിക്ക ആൾക്കാരും ചെയ്യുന്നത് എന്താ? നേരെ ഫോൺ എടുക്കും, ഇൻസ്റ്റഗ്രാമിൽ കയറി സ്ക്രോൾ ചെയ്യും. പ്രജ്വൽ ബ്രോ സത്യമല്ലേ? നമ്മളൊന്ന് എവിടെങ്കിലും നമുക്കൊരു സമയം കിട്ടാ എന്താ പറയുക, നമ്മൾ എവിടെങ്കിലും പോയി ഒന്ന് പോസ്റ്റ് ആവുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം എടുത്ത് സ്ക്രോൾ ചെയ്യാം. ഈ ഒരു സ്ക്രോൾ ചെയ്യുന്ന സമയം പോലും നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് പഠിക്കാൻ നമ്മളൊരു ഫിക്സ്ഡ് ടൈം, എനിക്ക് അങ്ങനെ ഫിക്സ്ഡ് ടൈം ഒന്നുമില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല കഴിഞ്ഞ സെഷനിൽ, അതായത് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഞാൻ പഠിക്കും, അത് കഴിഞ്ഞ് ഇന്ന സമയം തൊട്ട് അങ്ങനെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാറില്ല. അതായത് എനിക്കൊരു ഒരു ഐഡിയ കാണും, അല്ലാണ്ട് ഇന്ന സമയം ഒന്നുമില്ല. കാരണം അത് നടക്കത്തില്ല. നമുക്ക് എപ്പോഴും പഠിക്കാം. നദീർ ബ്രോ ഉമ്മയുടെ കൂടെ ഒരു സ്ഥലത്ത് പോയി പോസ്റ്റ് അടിക്കുവാണെങ്കിൽ ബ്രോയ്ക്ക് ഹെഡ്ഫോൺ എടുക്കാം, ബ്രോയ്ക്ക് നമ്മുടെ ക്ലാസ് എടുക്കാം, ഡബിൾ ലൂപ്പ് ചെയ്യാം. മാർക്കറ്റ് ട്രേഡിംഗും എല്ലാവരുടെയും ഫോണിലുണ്ടല്ലോ, ട്രേഡിംഗും ലാപ്ടോപ്പും കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ട്രേഡിംഗും എടുക്കാം, ബാക്ക് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ഒരു ഫോണും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഈ പറയുന്ന പോലെ നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ആരെങ്കിലും പഠിക്കുന്നുണ്ട് ഈ കൂടുതൽ? ഞാൻ രാഹുൽ പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പൊ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ട്രേഡിംഗ് വ്യൂവിൽ എങ്ങനെ മാർക്കറ്റിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നു.
വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടതാണ് ഒരു ഹെഡ്ഫോൺസ് അല്ലെങ്കിൽ ഇയർബഡ് കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് എവിടെ പോയിരുന്നാലും നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് പഠിക്കാം. ഇപ്പം ഇതിനകത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ രാഹുൽ ബ്രോ അല്ലെങ്കിൽ ഗോഡിം ബ്രോ അല്ലെങ്കിൽ ഇപ്പൊ വിദേശത്തുള്ള നാട്ടിലല്ലാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ സമയം എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ അത് ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ സ്റ്റിൽ ഈ പറയുന്ന പോലെ അവർ കണ്ടെത്തുന്നുണ്ട് സമയം. അത് കൂടുതൽ കണ്ടെത്തുക എങ്ങനെ ഈ പറയുന്ന പോലെ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു മലയുണ്ടല്ലോ, ഈ മല ഇവിടെ നിന്ന് ഇവിടെ എത്തണം, ഇവിടെ നിന്ന് ഇവിടെ, ഇവിടെ നിന്ന് ഇവിടെ, ഇവിടെ നിന്ന് ഇവിടെ, അവസാനം വേൾഡ് ക്ലാസ് ട്രേഡർ. വേൾഡ് ക്ലാസ് ട്രേഡർ ആകുമ്പോൾ ഒരു കാര്യം കൂടെ സ്വാഭാവികമായിട്ട് സംഭവിക്കും, നിങ്ങളൊരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് കൂടെ ആയിരിക്കും. യെസ് ഗോഡി ബ്രോ, വർക്ക് ലൈഫ് ഇന്റഗ്രേഷൻ ഒന്ന് പെട്ടെന്ന്. ഉറപ്പായിട്ടും ബ്രോ, വർക്ക് ലൈഫ് ഇന്റഗ്രേഷൻ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ഒരു ഭാഷയെ പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും പറയാൻ അർഹരായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ വിദേശത്തുള്ള ഗോഡി ബ്രോ അല്ലെങ്കിൽ രാഹുൽ ബ്രോ ഒക്കെ ഏറ്റവും കൂടുതൽ അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. യെസ് ബ്രോ. തീർച്ചയായിട്ടും ബ്രോ. അതായത് സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ ഞാൻ ബ്രോ പറഞ്ഞ പോലെ തന്നെ അത് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അതായത് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇന്നത് പഠിക്കുന്നു, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ വർക്ക്ഔട്ട്, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇന്ന കാര്യം, അങ്ങനെ ആ രീതിയിൽ സമയം ഒക്കെ എഴുതി വെച്ച് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. പക്ഷെ അത് പലപ്പോഴും വർക്ക് ആയിട്ടില്ല. അപ്പം നന്ദുറ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ, അതായത് സ്പെസിഫിക് ആയിട്ട് പഠിക്കാനായിട്ട് ഇപ്പം ആഫ്റ്റർ ഓൾ ഇപ്പം ട്രേഡർ എന്നുള്ള ലേബലിൽ അറിയപ്പെടുന്ന നന്ദുബ്രോയുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെച്ചേക്കുന്നത് പഠിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും. അപ്പം ആ പഠിക്കുക എന്നുള്ള കാര്യം എന്ത് കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിന്റെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതായത് ഇപ്പം പഠിക്കാൻ വേണ്ടി ഒരു ടേബിളിൽ ലാപ്ടോപ്പും തുറന്നു വെച്ച് നോട്ട്ബുക്കും കയ്യിൽ ഒരു പേനയായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അറ്റ് ദ സെയിം ടൈം നന്ദുബ്രോ പണ്ടൊരു വീഡിയോ ഷെയർ ചെയ്ത് ഓർമ്മയുണ്ട്. അതായത് ഒരാളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊരു എക്സാമിന് കൊണ്ടുവിടാൻ വേണ്ടി പോയ സമയത്ത് പോയി കഴിഞ്ഞിട്ട് അവിടെ ആൾക്ക് എനിക്കൊന്ന് ഇന്റർവ്യൂ മറ്റോ ഒരാളെ ഫ്രണ്ടിൽ ഇന്റർവ്യൂവിന് കൊണ്ടുവിടാൻ വേണ്ടി പോയിട്ട് അവിടെ 3 മണിക്കൂറോ മറ്റോ പോസ്റ്റായി. അപ്പൊ ആ സമയത്ത് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കാരണത്തിരുന്ന് ആൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, പഠിത്തം, പരിപാടികൾ അവിടെ ഇരുന്ന് ചെയ്തു. അപ്പം അതാണ് വർക്ക് ലൈഫ് ഇന്റഗ്രേഷൻ. അല്ലാതെ ഇപ്പം ഞാൻ ഇന്റർവ്യൂവിന് പോവാണ്, ഇന്റർവ്യൂവിന് പോയപ്പം എന്തായിരിക്കും നന്ദു ആദ്യം ചിന്തിച്ചത്, അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം ഐ ഹാവ് ടു, എന്താണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി? പഠിക്കുക. അപ്പൊ അതിന് വേണ്ട സാമഗ്രികൾ എന്തൊക്കെയാണോ അതൊക്കെ എടുത്തുകൊണ്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പൊ നമ്മളാണെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു പർപ്പസ് ഇല്ലാതെയാണ് നമ്മൾ പോകുന്നെങ്കിൽ ഓഫ് കോഴ്സ് ആ 3 മണിക്കൂർ ഇൻസ്റ്റാഗ്രാം കണ്ട് അല്ലെ കുറച്ച് സമയം കയറി കിടന്ന് ഉറങ്ങി ചുമ്മാ റബ്ബിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർത്ത് കളയും. പക്ഷെ അത് വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് വർക്ക് ലൈഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ. അതിന് പ്രത്യേക സ്പെസിഫിക് ആയിട്ട് ഒരു സമയമോ സ്ഥലമോ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രയോറിറ്റി എന്താണോ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രയോറിറ്റി എങ്കിൽ ഈവൻ ഇപ്പം ഞാൻ വർക്കിന് പോയി കഴിഞ്ഞപ്പോഴത്തേനും ബ്രേക്കിന്റെ ടൈമില് ഈ പറഞ്ഞ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ മാക്സിമം ഞാൻ ബ്രോ ഇന്നത്തെ ആ ട്രേഡ് എടുത്തത് ബ്രോയുടെ വർക്കിന്റെ ഇടയിൽ നിന്നിട്ടല്ലായിരുന്നു? ഇന്ന് ലണ്ടൻ സെഷനിൽ എടുത്ത ട്രേഡ്. അതാ അതിനേക്കാളും വലിയ എക്സാമ്പിൾ കൊടുക്കേണ്ട ആവശ്യം. മൂപ്പര് അവിടെ പണിയെടുത്തോണ്ടിരിക്കട്ടെ. 12 hours ആണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബ്രോയുടെ ഷിഫ്റ്റ്. അതിനിടയിലാണ് മൂപ്പര് അവിടെ നിന്ന് ട്രെയിൻ എടുത്ത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് 1-on-1 എടുക്കുന്ന സമയത്ത് സമയമില്ലാത്ത സമയത്ത് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗോഡി ബ്രോ വർക്കിന്റെ ഇടയിൽ കിട്ടുന്ന ചെറിയ ചെറിയ ബ്രേക്കിൽ, എന്നിട്ട് ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പോൾ വർക്കിന് പോകേണ്ടി വരും, എന്നിട്ട് വീണ്ടും വരും, പഠിക്കും, വീണ്ടും വർക്കിന് പോകേണ്ടി വരും. ഇതാണ് വർക്ക് ലൈഫ് ഇന്റഗ്രേഷൻ. അതായത് പഠിക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് അത് നല്ലതാണ്, നല്ലതല്ലെന്നല്ല, അതിനോടൊപ്പം തന്നെ നമുക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും ആ ഒരു ഹാബിറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എനിക്കത് നാച്ചുറലി ഞാൻ ജനിച്ചപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഞാൻ കഷ്ടപ്പെട്ട് അത് ഡെവലപ്പ് ചെയ്ത് എഫേർട്ട് ഇട്ട് തന്നെ എടുത്തത്. ഞാൻ ബേസിക്കലി വളരെ മടിയനാണ്. പക്ഷെ ഇന്നിപ്പോ ഞാൻ ചെയ്യുന്ന കാര്യം, ഞാനൊരു റീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ട്. അതായത് ഞാൻ ഇന്നിപ്പോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നതുകൊണ്ടാവാം ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പം 10, 12, 15 മണിക്കൂർ നമ്മൾ ഈ പറയുന്ന പോലെ രാവിലെ തൊട്ട് ചിലപ്പം ചില ദിവസങ്ങൾ വർക്ക് ചെയ്യും. പറഞ്ഞ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ്, ടീച്ചിങ്, കോണ്ടന്റ് ക്രിയേഷൻ, അത് മീറ്റിംഗ് എല്ലാം കൂടെ. അപ്പൊ അതൊക്കെ ചെയ്താലും നമുക്ക് എനർജി കിട്ടുന്ന എന്തുകൊണ്ടാ? ആ ഒരു ഹങ്കറാണ്. അപ്പൊ അതെനിക്ക് എല്ലാവരിലും വേണം. എന്തിനാ ഷാരൂൺ ബ്രോ? ടു ബി ആ കേപ്പബിലിറ്റി കൂട്ടി, ആ സ്കില്ല് കൂട്ടി നമുക്ക് ആ റിസൾട്ട് അത് വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ. ഗോഡി ബ്രോ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ ഒന്ന് പിക്ക് ചെയ്തത് ജസ്റ്റ് റാൻഡംലി പിക്ക് ചെയ്യാനായിട്ട് ഓക്കെ, ഇച്ചിരി ഉഴപ്പിയിരിക്കുന്ന ആരെങ്കിലും പിക്ക് ചെയ്യാം. മതി. ആ പെർഫെക്റ്റ് ആയിരിക്കും. ഒരു ചോദ്യം ചോദിക്കാൻ അവരുടെ അടുത്ത്. എനിക്കാണെങ്കിൽ ക്യാമറ ഓൺ ആക്കാതിരിക്കുന്നവരെ വലിയ ഇഷ്ടമായതുകൊണ്ട് നമുക്ക് നമ്മുടെ റമീസ് ബ്രോനെ പിക്ക് ചെയ്യാം. ആഹാ, സീനിയർ മെമ്പർ ആണോ ഉഴപ്പിയിരിക്കുന്നത്? സീനിയർ മെമ്പർ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. ഹലോ റമീസ് ബ്രോ, കേക്കാവോ? റമീസ് ബ്രോ
ആ വേറെ എവിടെയാണ്? കേൾക്കുന്നുണ്ടോ? കേക്കാം 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 കേക്കാം. യെസ്. റമീസ് ബ്രോ, നമ്മൾ സ്കൂളിൽ ഇപ്പൊ ബ്രോ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച സമയത്ത് ബ്രോ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കുമല്ലോ, എന്തിനാ പഠിക്കുന്നത് എന്നുള്ളത്. ഞാൻ ബ്രോ എടുത്ത് ചോദിക്കുവാണ്, ബ്രോ പർപ്പസ് ഓഫ് ലേണിംഗ് എന്തിനാ പഠിക്കുന്നത്? ബ്രോ എന്തിനാ പഠിക്കുന്നത്? മറ്റേ ടോൺ മാറല്ലേ, എന്തിനാ പഠിക്കുന്നതെന്നല്ല, എന്തിനാ പഠിക്കുന്നത്? ടോൺ മാറി കഴിഞ്ഞാൽ അത് വേറെ ഇതായി പോകും. നീ എന്തിനാ പഠിക്കുന്നതെന്നല്ല, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലേണിംഗ്? എന്തും ആയിക്കോട്ടെ, ലൈക്ക് നമ്മുടെ വാട്ട് യു ഡു എനിത്തിങ് ഇസ് വാട്ട് യു ഡു എവറിത്തിങ് എന്നാണ്. അപ്പൊ നമ്മൾ എന്താണെങ്കിലും, എന്തിനാണ് ബ്രോ ഒരു കാര്യം, ട്രേഡിംഗ് ആണെങ്കിലും വേറെ എന്താണെങ്കിലും ലൈഫിൽ ഇപ്പൊ പഠിക്കുന്നത് എന്തിനാ? അല്ലെങ്കിൽ ട്രേഡിംഗ് തന്നെ ആയിക്കോട്ടെ. അല്ല, നമ്മളിപ്പോ ഒരു സ്കൂളിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറുപ്പം മുതലുള്ള ഒരു 10th പഠിക്കുന്ന സമയത്ത് ഒരു ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നത് ഒരു ജോലി കിട്ടണം. ഇത് പഠിച്ച് ഒരു ഏതെങ്കിലും ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കില്ല് പഠിച്ചതിന് ശേഷം ഒരു ജോലി ഇല്ലാതെ കോളേജൊക്കെ കഴിഞ്ഞ് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോ മനസ്സിലായി സ്കൂളിംഗ് എന്ന് വെച്ചാൽ ഒരു ജോലി കിട്ടാനല്ല, അതിനൊരു ജനറൽ നോളജ് കിട്ടാൻ, ജനറൽ ആയിട്ടുള്ള നോളജ് കാര്യങ്ങൾ. കാരണം നമ്മൾ ഒരു ഇതല്ലല്ലോ പഠിക്കുന്നത്, മൊത്തത്തിലല്ല പഠിക്കുന്നത്. ഏതെങ്കിലും സ്കില്ല് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല 10th ക്ലാസ് വരെ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഡിഗ്രി ആയാലും അങ്ങനെയല്ല. പിന്നെ അവിടുന്നാണ് നമ്മൾ പിന്നെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ കേന്ദ്രീകരിച്ചിട്ട് പഠിക്കുന്നത്, ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നത്. അതുവരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്, ഏത് മേഖല. ബ്രോ അങ്ങനെയാണ് ട്രേഡിംഗില് പർപ്പസ് എന്തിനാ ബ്രോ? കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള, ഒരു പക്ഷേ ലോസിന്റെ കാര്യത്തിൽ എന്നെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് റമീസ് ബ്രോ. ഞാൻ തമാശക്ക് പറഞ്ഞല്ല, ഈ പറഞ്ഞ പോലെ പല പൈസയും നഷ്ടപ്പെട്ടു, ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടും മിക്ക ആൾക്കാരാണെങ്കിലും അത് നിർത്തിയിട്ട് പോകും. പക്ഷെ റമീസ് ബ്രോ എന്താ, അതിനുശേഷം ഒരു ഡിസിഷൻ എടുത്ത് ഞാൻ ഈ മേഖലയിൽ തന്നെ സക്സസ്ഫുൾ ആവും, എങ്ങനെ? പഠിച്ചുകൊണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബ്രോ എടുത്ത് ഞാൻ ചോദിക്കുന്നത്, ബ്രോ എന്തിനാണ് പഠിക്കാൻ പറഞ്ഞത്, എന്തിനാണ് പഠിക്കുന്നത്? പെട്ടെന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം, രണ്ടാമത് ടൈം ഫ്രീഡം, 3 ലൊക്കേഷൻ. നാലാമതൊരു കാര്യങ്ങളുണ്ട്. ഒരു പരിധിക്കപ്പുറത്ത് നമ്മുടെ മുകളിൽ ഒരാൾ നമ്മളെങ്ങനെ എന്താ പറയാ, അവരെ കീഴിൽ വർക്ക് ചെയ്യാന്നുള്ള സംഭവം, ഫ്രീഡം, മൊത്തത്തിൽ ഒരു ഫ്രീഡം. യെസ് ഉറപ്പായിട്ടും ആ ഒരു ഫ്രീഡം എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളത്. യെസ് റമീസ് ബ്രോ, താങ്ക് യു ബ്രോ. യെസ്. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ എന്റെ അടുത്ത് ട്രേഡിംഗ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു ഉത്തരം, എന്നെ സംബന്ധിച്ച് ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ് എന്നെ സംബന്ധിച്ച് ട്രേഡിംഗ്. ഇപ്പൊ ഞാൻ റമീസ് ബ്രോ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയുന്ന പോലെ ഒരു 9 to 5 ഒരു റോബോട്ടിക് ലൈഫ് എനിക്ക് പറ്റില്ല. ട്രേഡിംഗിൽ വന്ന സമയത്ത് എനിക്കറിയാം, വന്ന സമയത്തല്ല, ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്കറിയാം എന്തായാലും സക്സസ്ഫുൾ ആവും, പക്ഷെ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരിക്കും, ഒരുപാട് ലോസസ് വരും, പൈസ നഷ്ടപ്പെടും എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു ഫ്രീഡം ആണ് എന്നെ മുമ്പോട്ട് നയിച്ചത്. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ റമീസ് ബ്രോ പറഞ്ഞ എല്ലാം കറക്റ്റ് ആണ്, ടൈം ഫ്രീഡം, ലൊക്കേഷൻ ഫ്രീഡം ഒക്കെ കറക്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ജെയ്സൺ ബ്രോ, നമ്മൾ പഠിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാ പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യമൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് കാര്യമൊന്നും അറിയില്ല, പക്ഷെ അറിയാവുന്ന കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വേൾഡ് ക്ലാസ്. ഈ വേൾഡ് ക്ലാസ്സിന് മറ്റൊരു പേരുണ്ട്, മാസ്റ്റർ അല്ലെങ്കിൽ മാസ്റ്ററി. ഒരു കാര്യം നിങ്ങൾ പഠിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അതിലെ മാസ്റ്റർ ആവാൻ വേണ്ടിയിട്ടായിരിക്കണം. അതായത് നിങ്ങൾ ട്രേഡിംഗ് പഠിക്കാൻ വന്നത് ജസ്റ്റ് ഒരു ആവറേജ് ആവാൻ വേണ്ടിയിട്ടാവരുത്. ഇപ്പം നവനീത് ബ്രോ ട്രേഡിംഗ് പഠിക്കാൻ വന്നത് ആദ്യം വന്നപ്പോൾ ഒരു ബാഡ് ആയിരുന്നു, അവിടെ നിന്ന് ഒരു ആവറേജ് ആവാനോ ഒരു ഗുഡ് ആവാനോ ആവരുത്. കാരണം മിക്ക ആൾക്കാരും കാണുന്ന ഒരു സാധനമാണ്, ഈ ഒരു ഗുഡ് ഒക്കെ എത്തുന്ന സമയത്തേക്ക് അവര് ഈ ഒരു ജേണി നിർത്തും. അതായത് ആദ്യം ബാഡ് ആയിരിക്കും, പിന്നെ ഒരു ആവറേജ് ആയിരിക്കും, പിന്നെ ഗുഡ് ആവും, പിന്നെ ഗ്രേറ്റ് ആവും, പിന്നെന്താവും? മാസ്റ്റർ ആവും. അപ്പൊ മിക്ക ആൾക്കാരിലും ഒരു കാര്യം തുടങ്ങി വെക്കാൻ ഭയങ്കര ഈസിയാണ്. അതായത് നവനീത് ബ്രോയ്ക്ക് ഒരു സ്കില്ല് പഠിച്ചു തുടങ്ങാൻ ഭയങ്കര ഈസിയാണ്. കാരണം എന്താ, നമ്മൾ ബാഡിൽ നിന്ന് ഒരു ആഗ്രഹമുണ്ട്, ഓക്കെ അതൊന്ന് പഠിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് 0 to 1 ആവും. അതായത് 0-ൽ നിന്ന് ഒരു ആവറേജ് ആവും. ഓക്കെ, നവനീത് ബ്രോ ഇപ്പൊ ഒരു ആവറേജ് ട്രേഡർ ആയി, ഒരു 5 ട്രേഡ് എടുത്താൽ 2 ലോസ് 2 പ്രോഫിറ്റ്, തട്ടിയും മുട്ടിയൊക്കെ പോകുന്നത്. ആ ലെവലിൽ നിന്ന് ബ്രോയ്ക്ക് വീണ്ടും കയറാൻ ഒരു മോട്ടിവേഷൻ കാണും, ഒരു ഫയർ കാണും, എന്താവാൻ? ഒരു ഗുഡ് ആവാൻ, ഒരു ഗുഡ് ട്രേഡർ ആവാൻ. അതൊരു ട്രാപ്പാണ്. അതായത് നമുക്കൊരു തോന്നലൊക്കെ വരും, ഞാൻ എന്തൊക്കെ സക്സസ്ഫുൾ ആയി, എന്തൊക്കെ ആയെന്നുള്ളൊരു തോന്നലൊക്കെ വരും. ആ തോന്നൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോത്ത് താഴോട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്തിനാ പഠിക്കുന്നത്? ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഡെയിലി ഈ പറഞ്ഞ 3 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ ട്രേഡിങ്ങിൽ വന്നത് നമ്മുടെ ഗോഡിൻ ബ്രോ എപ്പോഴും പറയുന്ന പോലെ ഈ നക്കാപ്പിച്ച ഈ ചെറിയ ചെറിയ ട്രേഡ് എടുത്ത് മുമ്പോട്ട് പോകാനല്ല. എടുക്കുന്നുണ്ടെങ്കിൽ ഒറ്റ ട്രേഡ് എത്ര ഗോഡിൻ ബ്രോ? ഒറ്റ ട്രേഡിൽ എത്ര ഇടണം? ഒറ്റ ട്രേഡ് 1,00,000 രൂപ. ഒറ്റ ട്രേഡിൽ 1,00,000 കിട്ടുക. അതായിരിക്കണം ഇപ്പോഴത്തെ നിങ്ങളുടെ മൈൻഡ് സെറ്റ്. ഒരു ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഒറ്റ ട്രേഡിൽ 1,00,000 കിട്ടുക എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കണം. എന്താണത്? അതൊരു ഹങ്കറാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഒരു സ്വപ്നം കാണാൻ നമ്മൾ ലിമിറ്റേഷൻ വെക്കരുത്. മിക്ക ആൾക്കാർക്ക് സ്വപ്നം കാണാൻ പേടിയാണ്. അതിന്റെ റീസൺ എന്താ? ഓ, അത് നടന്നില്ലെങ്കിലോ, നടക്കത്തില്ല. നടക്കും. എങ്ങനെ? പഠിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ കേപ്പബിലിറ്റി, കഴിവ് വർദ്ധിപ്പിക്കുക. ഗോഡിൻ ബ്രോ ആദ്യം വന്ന സമയത്ത് ബ്രോ ഈ 1,00,000 എന്നുള്ളതാണ് ബ്രോ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിന്റെ ഒരു പകുതിയോളം എത്തി, ഒരു 50,000 ആ ലെവലിലോട്ട് ബ്രോയ്ക്ക് ഈ പറഞ്ഞൊരു എത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇനി മുമ്പോട്ട് പോകണം. അപ്പം നമ്മൾ ഈ പറയുന്ന നമ്മുടെ ലക്ഷ്യം എന്താ? ഒരു മാസ്റ്റർ ആവുക എന്നുള്ളതാണ്. എന്തിനാ പഠിക്കുന്നത്? ഗോഡിൻ ബ്രോ എന്തിനാ പഠിക്കുന്നത്? ടു ബിക്കം എ മാസ്റ്റർ. എന്തിന്? ട്രേഡിങ്ങിൽ മാസ്റ്റർ ആവാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അത് നിങ്ങളുടെ ബ്രെയിനിൽ, നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. ഞാൻ ട്രേഡിങ്ങിൽ വന്നത് സനീഫ് ബ്രോ ആവറേജ് ആവാനാണോ? അല്ല. ഗുഡ് ആവാനാണോ? അല്ല. ഗ്രേറ്റ് ആവാനാണോ? നോ വേ. ഉള്ളി മാസ്റ്റർ ആവാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ഒരു കാര്യം പഠിക്കുന്നത്. അല്ലാത്ത കാര്യം നിങ്ങൾക്ക് മാസ്റ്റർ ആവാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് ആണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും നിർത്തിക്കും. ഇപ്പം വിജയോന്മൂർത്തി വന്ന് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്താണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ട്രേഡിങ്ങിൽ ഒരു മാസ്റ്റർ ആവും എന്നുള്ള വിശ്വാസം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഇനി മുമ്പോട്ട് പഠിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ മൈൻഡിൽ ഞാൻ ഈ മേഖലയിൽ എത്ര കഷ്ടപ്പെട്ടാലും എത്ര സ്ട്രഗിൾ ചെയ്താലും ഒരു നാൾ വൺ ഡേ ഞാൻ ആ മാസ്റ്റർ ആവും എന്നുള്ള വിശ്വാസം ഇല്ലാത്ത ആരും ഇവിടെ നിൽക്കരുത്. ആവത്തില്ല. ഒരു ഓക്കെ തട്ടിമുട്ടിയൊക്കെ പോയാൽ മതിയെങ്കിൽ അത് ചിലപ്പോൾ വേറൊരു കമ്മ്യൂണിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മൾ ഈ ലക്ഷ്യം വെക്കുന്നത് എങ്ങനെയാ? മാക്സിമം നമ്മൾ ഈ പറഞ്ഞ എടുക്കുന്ന ട്രേഡ്സിന്റെ എണ്ണം ഒക്കെ കുറച്ച് കിട്ടുന്ന എമൗണ്ട്, ഇപ്പം ഫണ്ട് കിട്ടിയ എമൗണ്ട് ആണ് ഇപ്പൊ കിട്ടുന്നത്, അല്ല നമ്മൾ കൂട്ടിയാണ് വരുന്നത്. സോ നിങ്ങളുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? മാസ്റ്റർ ആവുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഈ മാസ്റ്റർ ആവാൻ അത്ര ഈസി അല്ല. എന്തുകൊണ്ടാണ്? കാരണം ഒരു മാസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് സമയം ഒരുപാട് എടുക്കും, വർഷങ്ങളുടെ എഫേർട്ട് ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ സച്ചിൻ ടെണ്ടുൽക്കറിനെ ഒരു ലെജൻഡ് എന്ന് വിളിക്കുന്നത് എന്താ? വർഷങ്ങളുടെ എഫേർട്ടാണ്. നിങ്ങൾക്കറിയാം ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസിലൊക്കെ വൈറലാകുന്ന കുറെ ആൾക്കാരുണ്ട്. അതായത് ഒറ്റയടിക്കൊക്കെ കയറി പോകുന്ന ആൾക്കാരുണ്ട്. കൂടുതലും ഞാൻ ജനറലൈസ് ചെയ്യുക, അല്ലെങ്കിൽ പോലും പെൺപിള്ളേർ കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഒരു റീലൊക്കെ ഇട്ടാൽ കയറി പോകുന്ന ആൾക്കാർ, പെട്ടെന്ന് ഓവർനൈറ്റ് സക്സസ്. ബ്രോ അങ്ങനെ സക്സസ് കിട്ടുന്ന ആൾക്കാര് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് പെട്ടെന്ന് വളരെ ഹൈറ്റിലോട്ട് കയറി ഒറ്റയടിക്ക് അവരവിടെ നിലനിൽക്കും തോന്നുന്നുണ്ടോ? നോ വേ. അവരാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ പിറ്റേ ദിവസം താഴെ വീഴും, അല്ലെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ താഴെ വീഴും. എങ്കിലാണെങ്കിൽ മറ്റൊരാള് കഷ്ടപ്പെട്ട് ഓരോ കല്ലുകളും അടുക്കി 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 ആ മല, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് നിർമ്മിച്ച്, അല്ലെങ്കിൽ ഒരു മല വലിഞ്ഞു വലിഞ്ഞ് കയറി കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് സമയം എടുത്ത് കയറിയ ആളാണെങ്കിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഗോഡി ബ്രോ അവിടെ എന്തൊക്കെ ഇഷ്യൂ സംഭവിച്ചെന്ന് പറഞ്ഞാലും അവിടുന്ന് താഴെ വീഴത്തില്ല. എന്തുകൊണ്ടാ? അത്രയും കഷ്ടപ്പെട്ട് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അവിടെ എത്തിയ ആളാണ്. അപ്പം ട്രേഡിങ്ങിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ബ്രോ പെട്ടെന്ന് തന്നെ ഒന്നും പഠിക്കാണ്ട് തന്നെ ചിലപ്പം അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള നിങ്ങൾക്ക് ചിന്ത വരുവാണെങ്കിൽ, കഴിഞ്ഞ നമ്മുടെ വിജയോന്മോഹ സെഷനിൽ ഗോഡി ബ്രോ പറഞ്ഞ പോലെ ഷോർട്ട് ടേം സക്സസ് ഇസ് ജസ്റ്റ് എ ലക്ക്. ഷോർട്ട് ടേം ആയിട്ട് ആരെങ്കിലും കയറി പോകുന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് താഴെ അത് ജസ്റ്റ് ഒരു ലക്ക് മാത്രമാണ്. ഇപ്പൊ നിങ്ങൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റം പാലിക്കാണ്ട് ചിലപ്പോൾ കുറെ ട്രേഡുകൾ കാണും. ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറയുന്നത്? നമ്മുടെ സിസ്റ്റത്തിന് വെളിയിലുള്ള ട്രേഡ് എടുക്കരുതെന്ന് പറഞ്ഞതിന്റെ റീസൺ എന്താ? നമ്മുടെ സിസ്റ്റത്തിന് വെളിയിൽ ഒരുപാട് ട്രേഡ് കാണും. ആ ട്രേഡ് ചിലപ്പോൾ പ്രോഫിറ്റും ആവും. എന്നിട്ട് ഞാൻ വഴക്ക് പറയും. എനിക്ക് ഞാൻ പ്രിൻസിപ്പൽ ബ്രോനെയൊക്കെ കുറെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ അല്ലാത്ത ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ആണെങ്കിൽ ഞാൻ ബ്രോ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബ്രോ അതെന്താ ബാഡ് പ്രോഫിറ്റ് ആണ്. എന്തുകൊണ്ടാണ്? കാരണം ഷോർട്ട് ടേം സക്സസ് ഇസ് ജസ്റ്റ് എ ലക്ക്. അത് അടുത്ത ദിവസം വർക്കാവും, അതിന്റെ അടുത്ത ദിവസം ബ്രോയ്ക്ക് ഉള്ളത് കൂടെ നഷ്ടപ്പെടും. അവിടെ നമ്മുടെ ഡിസിപ്ലിൻ എല്ലാം നഷ്ടപ്പെടും. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്താ? മാസ്റ്റർ ആവുക. മാസ്റ്റർ ആവാൻ വേണ്ടി എന്തെടുക്കും? സമയം എടുക്കും. അത് മൈൻഡിനെ നമ്മൾ പറഞ്ഞു തന്നെ പഠിപ്പിക്കാം. ക്ലിയർ? Yes, Guys, Andrew. ക്ലിയർ. എനിക്ക് എനർജി കിട്ടുന്നില്ല. എല്ലാവരോടും കൂടെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ ഇത്ര Yes, ക്ലിയർ bro. ആണോ? യെസ് ബ്രോ, ഓൾ യെസ്. ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലൂടെ നമുക്ക് ഇനി പോവാം. ഇത് കുറച്ചുകൂടെ ട്രേഡേഴ്സ് പെർസ്പെക്റ്റീവിൽ ഞാൻ ഇന്ന് ഡിസൈൻ ചെയ്തൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഗ്രോത്ത് വരാത്തത് എന്നുള്ളൊരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു ഉത്തരമാണ്. നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട്, നിങ്ങൾക്ക് ഭയങ്കര ഒരു സമാധാനം. ഇപ്പൊ വിജയോന്മോഹൻ ടീമിനോടാണ്, വിജയോന്മോഹത്തി വന്നതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് പ്രോഫിറ്റോ ലോസും ഒക്കെ ഉള്ള മാറ്റി വെച്ചാലും നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് ഇപ്പൊ ട്രേഡ് എടുക്കാൻ പറ്റില്ല. എനിക്കൊന്ന് പ്രജ്വൽ ബ്രോ അതിനുള്ള ഉത്തരം പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. കാരണം പ്രജ്വൽ ബ്രോ പണ്ട് ഇമോഷൻസ് കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ ബ്രോ കുറച്ചുകൂടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഇമോഷണലി കുറച്ചുകൂടെ ബെറ്റർ ആവാൻ പറ്റിയിട്ടില്ലേ ബ്രോയ്ക്ക്? അതെ ബ്രോ, സത്യമായിട്ടും മുൻപ് എന്താ പറയാ, ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരുന്നു. ഇപ്പോഴങ്ങനെയില്ല. ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിലും ഞാൻ കൺട്രോൾഡ് ആണ്, കുഴപ്പമില്ല.
നല്ല രീതിയിൽ പോകുന്നത്. ഉറപ്പായിട്ടും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഓക്കെ, സോ ഗ്രോത്ത് വരാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പഠിപ്പിക്കും, ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇന്നത്തെ സെഷൻസ് മൊത്തം നമ്മൾ കണക്ട് ചെയ്താണ് പഠിപ്പിക്കുന്നത്. അതായത് നമ്മുടെ സ്കൂൾ സിസ്റ്റം നമ്മൾ എന്താ പഠിപ്പിച്ചത്? പ്രജ്വൽ ബ്രോയുടെ കുഴപ്പമല്ല, നമ്മളെ 8ാം ക്ലാസ് പഠിപ്പിച്ച എന്തിനാ? അതിന്റെ എക്സാം എഴുതാൻ. ഈ എക്സാമിന്റെ അടിസ്ഥാനത്തിലാണ് അവർ എന്ത് ഡിസൈഡ് ചെയ്യുന്നത്? ഞാനെന്ന് പറയുന്ന വ്യക്തി, പ്രജ്വൽ എന്ന് പറയുന്ന വ്യക്തി, ജോൺ എന്ന് പറയുന്ന വ്യക്തി, സ്വാതി എന്ന് പറയുന്ന വ്യക്തി ഗുഡ് ആണോ ഫെയിലിയർ ആണോ? ആ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ് ഇവർ നമ്മളെ വളർത്തിയിട്ടുള്ളത്. അതായത് നമ്മുടെ സ്കൂൾ സിസ്റ്റം ഈ ഒരു സിംഗിൾ ലൂപ്പിൽ നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട്, അപ്പൊ നമുക്ക് ഫിയർ ആണ്. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പേടിയാണ്, ഫിയർ ആണെന്ന്. ഷരുൺ ബ്രോ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചില്ല, നന്ദു ബ്രോ ട്രേഡ് എടുക്കാൻ നേരത്തെ എനിക്കൊരു പേടിയാണെന്നുള്ളത്, കോൺഫിഡൻസ് കുറവ്. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ മനസ്സിൽ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ്. നിങ്ങൾ എന്താ? റിസൾട്ട് ഓറിയന്റഡ് ആണ്. നിങ്ങളൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യം റിസൾട്ട് ആണ്. ഈ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഒന്നെങ്കിൽ പ്രോഫിറ്റ് ആവും, ഇല്ലെങ്കിൽ ഇത് ലോസ് ആവും. ആ ലോസ് എന്നുള്ള ചിന്ത വരുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്? ഫിയർ വരുന്നത്. അതിന്റെ റീസൺ എന്താ? ആ റീസൺ നിങ്ങൾ മനസ്സിലാക്കിയേ. നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൽ നമ്മളെ വളർത്തിയത് അങ്ങനെ, ഈ ഒരു റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ. ഇവർ ലോസ് വരാൻ ആർക്കും ഇഷ്ടമല്ല. സനീബ്രോയ്ക്ക് ഇഷ്ടമാണ് സനീബ്രോയുടെ പൈസ നഷ്ടപ്പെടുന്നത്, എനിക്കിഷ്ടമല്ല. എന്റെ പൈസ നഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. ആ മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് എനിക്ക് തോക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത ആൾ. അത് ഏത് കാര്യത്തിലാണെങ്കിലും. നമ്മൾ പണ്ട് ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോൾ പുറത്ത് പറയുന്നത്, നമ്മൾ ഈ കള്ളക്കളി കളിച്ചാണെങ്കിലും ജയിക്കാൻ ഒരു ഇത് കാണില്ല. ഞാൻ ആ ടൈപ്പാണ്. എങ്ങനെ കള്ളക്കളി കളിച്ചാലും അവസാനം ജയിക്കണം എന്നുള്ള ടൈപ്പാണ്. പക്ഷെ ട്രേഡിങ്ങിലോട്ട് വന്നപ്പോൾ മനസ്സിലായി, അതും വെച്ചോണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, എന്റെ പൈസ ആവത്തേ ഉള്ളൂ എന്നുള്ളത്. അപ്പം ഞാൻ ചെയ്തൊരു കാര്യമാണ് ഈ പറഞ്ഞ റിസൾട്ട് ഓറിയന്റഡ് എന്നുള്ള മൈൻഡ് സെറ്റ്. പ്രജ്വൽ ബ്രോ, വിജോയ് മോത്തി വന്നപ്പോൾ നിങ്ങൾക്ക് പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്ന അതാണ്. ഇന്നത്തെ സെഷനോടുകൂടി അത് കംപ്ലീറ്റ് ആയിട്ട് മാറണം. എലൈറ്റ് ടീമിനോടും കൂടെ, എല്ലാവരോടും കൂടെ. ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ് ട്രേഡ് എടുക്കുന്നത്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാറില്ലേ? ഗോഡി ബ്രോ പണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലേ? ഓക്കെ, ഈ ദിവസം ഇത്ര പ്രോഫിറ്റ്, അടുത്ത ദിവസം ഇത്, അപ്പൊ ഈ ആഴ്ച നമുക്ക് ഇത്ര എമൗണ്ട്, അങ്ങനെയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മാസം അത്ര എമൗണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നുള്ളത്. അത് നിങ്ങൾ നിർത്തുക. നിങ്ങളൊരു ട്രേഡ് എടുക്കുമ്പോൾ ഔട്ട്കം, റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ മറന്നിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഇടാൻ പറ്റുമോ? റിസൾട്ട് എന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല, നമുക്ക് പകരം വേണ്ട ഒരു ഒറ്റ കാര്യമുണ്ട്. എന്തായിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാവോ? പ്രോസസ്, ഗ്രോത്ത്, പ്രോസസ്. യെസ്, പ്രോസസ്, ലേണിംഗ്. യെസ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എഴുതിയതുപോലെ തന്നെ ഓൾവേസ് ലേൺ വിത്ത് എ പർപ്പസ്, നോട്ട് ദ റിസൾട്ട്. നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത്, ആ ഒരു പ്രോസസ്സിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു പർപ്പസ്, നമ്മൾ എന്തിനാ ട്രേഡിങ് വന്നത്? ഒരു മാസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് അല്ലെ? നിങ്ങളുടെ പർപ്പസ് ഞാൻ കണക്ട് ചെയ്യുവാണ്. നേരത്തെ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാ പർപ്പസ് ഓഫ് ലേണിംഗ്? എന്തിനാ? പ്രജ്വൽയുടെ പർപ്പസ് എന്താ? മാസ്റ്റർ ആവുക എന്നുള്ളതാണ് പ്രജ്വൽയുടെ പർപ്പസ്. അപ്പൊ ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് ആ പർപ്പസ് മനസ്സിലാക്കി നിങ്ങൾ ട്രേഡ് എടുക്കുക. ഇപ്പൊ ഞാൻ എങ്ങനെയാണ് ആ ഒരു ഇമോഷൻ ടാക്കിൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ട് റിസൾട്ട് നോക്കി തന്നെ ആയിരുന്നു ട്രേഡ് എടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മീൻസ് കുറച്ച് നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു മാസ്റ്റർ ആവാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് എടുക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളാണ്. ഞാൻ ഒരു ട്രേഡ് എടുക്കുന്നത് എന്തിനാ? ഒരു മാസ്റ്റർ ആവാനാണ്. ഷരുൺ ബ്രോ ഒരു ട്രേഡ് എടുക്കുമ്പോൾ പേടി തോന്നുമ്പോൾ മനസ്സിൽ വിചാരിക്കണം, ഞാൻ ഈ ട്രേഡിങ് വന്ന ഒരു ആവറേജ് ആവാനോ, ഒരു ഗുഡ് ആവാനോ, ഈവൻ ഗ്രേറ്റ് ആവാൻ പോലും അല്ല, മാസ്റ്റർ ആവാനാണ്. എങ്ങനെ എനിക്ക് മാസ്റ്റർ ആവാൻ പറ്റും? ബ്രോയ്ക്ക് തോന്നുന്നുണ്ട് ഒരു മാസ്റ്റർ ആയാൽ, ഇപ്പൊ നമ്മൾ ഈ വിളിക്കുന്ന സച്ചിൻ, പുള്ളി ഇത്ര ലെജൻഡ് ആയത് ഒരു ഇന്നിങ്സ് പോലും ഔട്ട് ആവാണ്ട്, മൂപ്പർ എത്ര മാച്ച് ഡക്കിന് ഔട്ട് ആയിട്ടുണ്ട്, എത്ര ഇന്നിങ്സുകൾ ഫ്ലോപ്പ് ആയിട്ടുണ്ട് അല്ലെ? സോ നമ്മളൊരു മാസ്റ്റർ ട്രേഡർ ആവുന്ന ജേർണിയിൽ ഒരുപാട് നഷ്ടങ്ങൾ വരും, എല്ലാം വരും. അപ്പൊ നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ആയിരുന്നു എന്നുള്ള നിലയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്താവേണ്ടത്? നമ്മൾ ഓരോ ട്രേഡ് എടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? നമ്മൾ ഓരോ ട്രേഡ് എടുക്കുന്നതും ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. എന്തിനാ? ഫീഡ്ബാക്ക്. നിങ്ങൾ ഇത് എഴുതി വെച്ചോ. നിങ്ങൾ ഓരോ ട്രേഡും എടുക്കുന്ന എന്തിനാ? ഫീഡ്ബാക്ക് എടുക്കാൻ. ഞാൻ ഇന്നൊരു ട്രേഡ് എടുത്തു. ആ ട്രേഡ് എടുക്കുന്ന എന്തിനാ? പൈസയ്ക്ക് വേണ്ടിയിട്ടോ റിസൾട്ടിന് വേണ്ടിയിട്ടോ അല്ല, അതിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എടുക്കണം. എന്തിനാ ഫീഡ്ബാക്ക് എടുക്കുന്നത്? ആ ഫീഡ്ബാക്ക് എടുത്തിട്ട് വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? അതിൽ നിന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ? അതായത് എന്തിനാ ഒരു ട്രേഡ് എടുക്കുന്നത്? നാളെ പ്രജ്വൽ ബ്രോ എന്തിനാ ട്രേഡ് എടുക്കാൻ പോകുന്നത്? ഫീഡ്ബാക്ക് എടുക്കാൻ. എന്ത് ഫീഡ്ബാക്ക്? ആ ട്രേഡ് എടുത്തതിന് ശേഷം ഒന്നെങ്കിൽ വാട്ട് വെന്റ് റൈറ്റ്, ഇല്ലെങ്കിൽ വാട്ട് വെന്റ് റോങ്, ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? അടുത്ത ട്രേഡിൽ ആ ഒരു മാസ്റ്റർ ആവാനുള്ള, ഒരു ലെജൻഡ് ആവാനുള്ള എന്റെ ജേർണിയിൽ
വാട്ട് നീഡഡ് ടു ബി കറക്റ്റഡ്. കറക്റ്റ്. നിങ്ങൾക്ക് ഇത് ഞാൻ പറയുന്ന അതേ സെൻസ് നിങ്ങൾ മനസ്സിലാക്കണേ. അതായത് നിങ്ങൾ ഒരു ട്രേഡ് എടുക്കുന്നത് ഇസ് ജസ്റ്റ് ഫോർ ഫീഡ്ബാക്ക്. ആ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഷരൂൺ ബ്രോ ഇനി മേലെ ബ്രോയ്ക്ക് ആ ഒരു ഇമോഷൻ വരത്തില്ല. കാരണം ഓക്കെ, ഒരു ട്രേഡ് എടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്തൊക്കെയാ? ഒന്നെങ്കിൽ ബ്രോ ബ്രോയ്ക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടും അടുത്ത ട്രേഡിൽ, അല്ലെങ്കിൽ ഈ ട്രേഡിൽ ബ്രോ എന്ത് ശരിയായി, ബ്രോ എന്ത് തെറ്റ് കാണിച്ച്, അടുത്ത ട്രേഡിൽ ബ്രോ ശരിയാക്കേണ്ട എന്തൊക്കെയാണ്. ഈ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഇനി പഠിപ്പിക്കേണ്ടത്. അതായത് ട്രേഡ് എടുക്കുന്ന റിസൾട്ടിന് വേണ്ടിയിട്ടല്ല. ഈ ഫീഡ്ബാക്കിനെ ഫോളോ ചെയ്തപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ അടുത്തോട്ട് പൈസ വരുന്നത്. റിസൾട്ട് വരുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീഡ്ബാക്ക് എടുക്കുന്നതാണ്. ഈ ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ എന്താ? എന്താ ഡബിൾ ലൂപ്പ് ലേണിംഗ് ആണ്. ഒരു ട്രേഡ് എടുക്കുന്നു, അതിലുള്ള മിസ്റ്റേക്സ് കണ്ടെത്തുന്നു, അത് വീണ്ടും പഠിക്കുന്നു, വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഈ ഒരു ഡബിൾ ലൂപ്പ് ലേണിംഗ് മനസ്സിലായോ? നമ്മൾ കണക്ട് ചെയ്താൽ മനസ്സിലായോ? നമ്മൾ 2 ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ്. സിംഗിൾ ലൂപ്പ് ലേണിംഗ് ആണ് റിസൾട്ട് ഓറിയന്റഡ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ ലൂപ്പ് ആണ് നമ്മൾ കണ്ടീഷൻ ചെയ്തെന്ന റിസൾട്ട് ഓറിയന്റഡ്. അതുകൊണ്ടാണ് നമ്മളും റിസൾട്ട് ഓറിയന്റഡ് ആയത്. പക്ഷെ നമ്മൾ ട്രേഡിംഗിൽ നമ്മൾ പഠിക്കുന്ന എങ്ങനെ? ഡബിൾ ലൂപ്പ് ലേണിംഗ്. നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യമാണ്, ഞാൻ ട്രേഡ് എടുക്കുന്നത് ഒരു മാസ്റ്റർ ആവാനാണ്. ഒരു മാസ്റ്ററിലോട്ടുള്ള എന്റെ ജേർണിയിൽ എനിക്ക് വേണ്ട ഒരു കാര്യമാണ് എല്ലാ ട്രേഡും എനിക്ക് ഫീഡ്ബാക്ക് എടുക്കണം. എടുക്കുന്ന എല്ലാ ട്രേഡും ഫീഡ്ബാക്ക് എടുക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഹോണസ്റ്റ് ആയിട്ട് പറയണം. ഞാൻ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ആണെങ്കിൽ പോലും ഞാൻ ആ ചാർട്ട് സൂക്ഷിച്ച്, അല്ലെങ്കിൽ ഞാൻ എന്റെ നോട്ട്ബുക്കിനകത്തും അതേപോലെ എന്റെ ലാപ്ടോപ്പിനകത്ത് ഞാൻ ഈ പറയുന്ന പോലെ അതിന്റെ വാട്ട് വെന്റ് റൈറ്റ്, എന്റെ അനാലിസിസ് അല്ലെങ്കിൽ വാട്ട് വെന്റ് റോങ്, വാട്ട് നീഡഡ് ടു ബി കറക്റ്റഡ് ഉണ്ടെങ്കിൽ അതും ഞാൻ പ്രോപ്പർ ആയിട്ട് എല്ലാ ട്രേഡും ഞാൻ കീപ്പ് ചെയ്യുന്ന ആളാണ്. ഹോണസ്റ്റ് ആയിട്ട് പറ, ഇന്ന് എടുത്ത ട്രേഡ് അല്ലെങ്കിൽ ഇന്നലെ എടുത്ത ട്രേഡ് ജേർണൽ ചെയ്തപ്പോൾ എത്ര പേരുണ്ട് ചാറ്റ് ബോക്സിൽ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. ഇല്ലാത്ത കാര്യം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. എടുക്കുന്ന ട്രേഡ് ജേർണൽ ചെയ്യുന്ന പ്രജൽ ബ്രോ നോ, നവനീത് ബ്രോ ബുക്കിലുണ്ട്, റമീസ് ബ്രോ ഉണ്ട്. ലോസ് ആണ് ചെയ്യുന്നത്. നോ ജസ്റ്റിൻ ബ്രോ ഞാൻ യെസ്. ഓക്കെ, അപ്പൊ ഇന്ന് തൊട്ട് നമ്മൾ മാറ്റേണ്ട ഒരു ഹാബിറ്റ് ആണ് പ്രജൽ ബ്രോ, മാൻഡേറ്ററി ആയിട്ട് മാറ്റേണ്ട ഹാബിറ്റ് ആണ്. ഇമോഷൻ എന്നുള്ളത് അടുത്തൂടെ പോലും വരത്തില്ല. പ്രോമിസ്, നിങ്ങൾക്ക് ഇമോഷൻ എന്നുള്ളത് ട്രേഡ് എടുക്കുമ്പോൾ അടുത്തൂടെ പോലും വരത്തില്ല. ആ ഒരു മാസ്റ്ററിനെ പോലെ ചിന്തിക്കും. ആ മാസ്റ്ററിനെ പോലെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിലും വലിയ ഇമോഷൻ ഒന്നും വരത്തില്ല. എന്നെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിൽ, ഞാൻ പ്രോഫിറ്റ് ആണെങ്കിൽ എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും വരത്തില്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ. പക്ഷെ നിങ്ങൾ പ്രോഫിറ്റ് ആകുമ്പോൾ അത് എനിക്ക് വരുന്നുണ്ട്, കാരണം ഞാൻ അതിൽ ന്യൂ ആയതുകൊണ്ട്. അപ്പൊ നിങ്ങൾ ബിഗിനർ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പ്രോഫിറ്റ് എടുക്കുമ്പോൾ ആ സന്തോഷം, ഒരു കോൺഫിഡൻസ്, ചിലപ്പോൾ അതൊരു ഓവർ കോൺഫിഡൻസ് ആയിട്ടൊക്കെ വരും. അതൊന്നും വേണ്ട. നമ്മൾ ട്രേഡ് എടുക്കുന്നതിനാ ഫീഡ്ബാക്ക് എടുക്കാൻ. ഇത് നിങ്ങളുടെ ലൈഫിലും അപ്ലിക്കബിൾ ആണ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നത് എന്തിനാ? ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത്, ഞാൻ ഈ പഠിപ്പിച്ചതിന് ശേഷം ഞാൻ ഈ വീഡിയോ വീണ്ടും കാണും. എന്തിനാ? എനിക്ക് ഫീഡ്ബാക്ക് എടുക്കാൻ. ഞാൻ ഗോഡി ബ്രോ പണ്ട് തൊട്ട് എന്റെ കൂടെ ഉള്ളതല്ല. ഞാൻ അന്ന് ക്ലാസ് എടുത്ത പോലാണോ ഇന്ന് ക്ലാസ് എടുക്കുന്നത്? അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ് എടുത്ത പോലാണോ ഇന്നത്തെ ക്ലാസ് എടുക്കാൻ വന്നത്? നോ. എന്തുകൊണ്ടാ? ഞാൻ ഇതിൽ ഇമ്പ്രൂവ് ചെയ്യുകയാണ്, ഞാൻ ഇതിൽ പുതിയതാണ്. അപ്പൊ ഞാൻ എന്ത് കാര്യം ചെയ്താലും ഞാൻ ഫീഡ്ബാക്ക് എടുക്കും. ഞാൻ നിങ്ങൾക്കറിയില്ല, തുടക്കം സമയത്ത് അങ്ങനെ ഞാൻ ക്യാമറ ഓൺ ചെയ്ത് ഞാൻ പഠിപ്പിക്കുന്ന ആ രീതിയിലാണ്. അവിടെ നിന്ന് ഇന്ന് ഈ കഴിഞ്ഞൊരു 4-5 മാസത്തിൽ നിങ്ങൾ ട്രേഡിംഗ് പഠിച്ച പോലെ ഞാൻ പഠിപ്പിക്കാൻ പഠിച്ചത് നിങ്ങളെ വെച്ചിട്ടാണ്. ഓക്കെ, ഞാൻ ഈ പറയുന്നത് നിങ്ങളെ ഒരു നാക്കുണ്ടെന്നുള്ളത് എനിക്ക് എവിടെയോ ആ മിഷനെയൊക്കെ പഠിപ്പിച്ചു, അവരൊക്കെ മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഓക്കെ സെറ്റ് ആണെന്ന് പറഞ്ഞ ബാച്ച് എടുത്തു തുടങ്ങി. പക്ഷെ ഇപ്പം അതിൽ ഞാൻ ഫീഡ്ബാക്ക് എടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ആ ഫീഡ്ബാക്ക് എന്നുള്ളത് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ട്രേഡിംഗ് ആണ് നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഷരൂൺ ബ്രോ ഇന്ന് തൊട്ട്, നാളെ എന്നുള്ളതല്ല, ഇന്ന് തൊട്ട് ഈ സെഷൻ കഴിയുമ്പോൾ തൊട്ട് ബ്രോ ഒരു ട്രേഡ് എടുക്കുന്നില്ല, ഫീഡ്ബാക്ക് എടുക്കുക. എന്തിന്? ഓക്കെ, ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വാട്ട് വെൻ റൈറ്റ്, അല്ലെങ്കിൽ വാട്ട് വെൻ റോങ്, അല്ലെങ്കിൽ വാട്ട് നീഡ് ടു ബി കറക്റ്റ്. അതിനുള്ള ഉത്തരം കിട്ടും. ആ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ട്രേഡ് എനിക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റും. പിന്നെ ഈ ഫീഡ്ബാക്ക് എടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ സെറ്റപ്പും കൂടെ ഫോളോ ചെയ്യണം. അതായത് A++ സെറ്റപ്സും കൂടെ ഫോളോ ചെയ്ത് ഈ ഫീഡ്ബാക്ക് ഇടണം. അതായത് A++ സെറ്റപ്സ് വന്നിട്ടും ട്രേഡ് എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഫീഡ്ബാക്കിന്റെ ഇമ്പോർട്ടൻസ്. യെസ്, ഷരൂൺ ബ്രോ തന്നെ പറഞ്ഞു ഫീഡ്ബാക്കിന്റെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ടോപ്പിക്, അതായത് നമുക്ക് എന്തുകൊണ്ടാണ് ഗ്രോത്ത് വരാത്തത്? നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ആയതുകൊണ്ടാണ് ഫീഡ്ബാക്കിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ്. നമ്മളെ പണ്ട് തൊട്ട് ഇങ്ങനെ ഇഞ്ചക്ഷൻ കുത്തിവെച്ചേക്കനാണ് നമ്മൾ ഈ റിസൾട്ടിലേക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത് നമ്മൾ പണ്ട് മുതലേ പഠിച്ചു വന്നുകൊണ്ട് നമ്മളിപ്പോൾ ട്രേഡിങ്ങിലും അത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ശരിക്കുള്ള റിസൾട്ട് കിട്ടാത്തത്. പക്ഷെ നമ്മൾ ഈ റിസൾട്ട് നോക്കി വന്നാൽ എന്തായാലും ട്രേഡിങ്ങിൽ ഒരു സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. പക്ഷെ അതിനു പകരം നമ്മൾ എവറി ട്രേഡ് നമ്മുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടി മാത്രം വേണ്ടി നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ട്രേഡ് എടുത്തു, ലോസ് ആയോ പ്രോഫിറ്റ് ആയോ, ഫീഡ്ബാക്ക് എടുത്തു, ഇനി അടുത്ത ട്രേഡിലേക്ക് പോയി, മൂവ് ഓൺ. അവിടെ നിന്ന് പിന്നെയും പഠിച്ചു, അടുത്ത ട്രേഡ്, ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു നാള് എന്തായാലും
നമ്മുടെ സക്സസ് നമ്മളെ തേടി വരും, നമ്മൾ അങ്ങോട്ട് പോകണം. എക്സാക്ട്ലി, അബ്സല്യൂട്ട്ലി ബ്രോ. അതായത് നമ്മള് പൈസ തേടി പോകുമ്പോൾ പൈസ വരത്തില്ല. നമ്മൾ നമ്മുടെ പ്രോസസ്സിൽ സ്റ്റിക്ക് ചെയ്ത് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി എന്തിനാ മാസ്റ്റർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ സങ്കടം. ലോസ് ആണെങ്കിൽ പോലും ഓക്കെ, ലോസ് വന്നു, നാളെ ഞാനത് തിരിച്ച് പിടിക്കും. കാരണം എന്താ, ഞാൻ ഫീഡ്ബാക്ക് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഫീഡ്ബാക്ക് എടുത്ത് മിസ്റ്റേക്സ് കണ്ടുപിടിച്ച് അത് തിരുത്താനുള്ള എഫേർട്ട് എന്റെ ഭാഗത്ത്. അതാണ് എന്ത് സ്കിൽ ഡെവലപ്മെന്റ്, കേപ്പബിലിറ്റി. ഷഡൂൺ ബ്രോ ഇങ്ങനെ ഒരു മാസം ബ്രോ ചെയ്യുമ്പോഴത്തേനും അതായത് എടുത്ത എല്ലാ ട്രേഡും ഫീഡ്ബാക്ക്, പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നിങ്ങൾ ഫീഡ്ബാക്ക് എടുക്കുക. ഈവൻ ഞാൻ പ്രോഫിറ്റ് ആണെങ്കിൽ ഞാൻ ഫീഡ്ബാക്ക് എടുക്കും. ഓക്കെ, എന്തും കൂടെ മെച്ചപ്പെട്ടു. ഓക്കെ, ആ ട്രേഡ്സ് 1:5 വരെ പോയതാ, ഞാൻ അത്രയും കൂടെ ഗ്രാബ് ചെയ്യണം. ഞാൻ ഇന്നല്ല സോറി, ഈ ആഴ്ചത്തെ എനിക്കൊന്ന് തിങ്കളോ ബുധനോ തിങ്കളാഴ്ചത്തെ ആ ട്രേഡ് കുറച്ചുകൂടെ ഗ്രാബ് ചെയ്യായിരുന്നു. അപ്പം ആ രീതിയിൽ പ്രോഫിറ്റ് ആണെങ്കിലും അത് ബ്രോ നോട്ട് എഴുതുക, ജേർണൽ ചെയ്യുക, ഫീഡ്ബാക്ക് എടുക്കുക. ലോസ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും എനിക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ദിവസമാണ്. ഓർമ്മയുണ്ട്. യെസ്. അപ്പൊ ആ രീതിയിൽ നമ്മള് വധു ബ്രോ വർക്ക് ചെയ്യുക. എന്തിനാ, മാസ്റ്റർ ആവാൻ വേണ്ടിട്ട് അല്ലേ വധു ബ്രോ? ഉറപ്പായിട്ടും. അതുപോലെ പിന്നെ നോഷനകത്തൊരു ടെംപ്ലേറ്റ് വെക്കാൻ പറ്റും, അപ്പൊ നമുക്ക് ദിവസം ഈസി ആയിട്ട് ജേർണലിംഗ് ചെയ്യാൻ പറ്റും. യെസ് ബ്രോ, നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഒരു റിവിഷൻ സെഷൻ ലൈറ്റ് ക്ലബിൽ എനിക്കത് വധു ബ്രോ പറഞ്ഞ ശേഷം ഞാൻ ആക്ച്വലി എക്സലിനകത്തായിരുന്നു ചാർട്ട് സേവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്കൊന്ന് കുറച്ചുകൂടെ നോഷനകത്ത് കുറച്ചുകൂടെ ബെറ്റർ ആണ്. നമുക്ക് അതിന്റെ ഒരു സെഷൻ വെക്കാം. ഓക്കെ. യെസ്. സോ ഫാസ്റ്റസ്റ്റ് വേ ടു സക്സസ് എന്താണ് നമ്മൾ തുടക്കത്തിൽ പഠിച്ചത്? നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കാര്യം പഠിക്കാൻ പറ്റണം, അത് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇത്രയും കണക്ട് ചെയ്ത് പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ അവസാനം നിങ്ങൾ ഒരു മൈൻഡ് സെറ്റിലൂടെ നമ്മൾ ഈ പഠിക്കുന്ന ഷഡൂൺ ബ്രോ പഠിപ്പിച്ചത് നമ്മളെ ഇങ്ങനെ ഇൻജെക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ ലോവർ ചാത്തൻ സാധനങ്ങളുണ്ട് തലയിൽ, റിസൾട്ട് അത് ഇത് ഇതെന്ന്. അതിനെല്ലാം ഒന്ന് പുറത്ത് കളഞ്ഞ് നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആക്കുക. കാരണം റിസൾട്ട് വരുന്നില്ല. പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ റിസൾട്ട് വരാത്തത് കൊണ്ടാണ് ഈ ഒരു സെഷൻ ഇങ്ങനെ വെച്ചത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒറ്റ കാര്യമുള്ളൂ, പഠിക്കുക പഠിക്കുക പഠിക്കുക. കേപ്പബിലിറ്റി, നിങ്ങളുടെ സ്കില്ല് എവറി ഡേ മാർക്കറ്റിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ കടലോളം ഉണ്ട്. അപ്പൊ അത്രത്തോളം പഠിക്കുക, ബാക്ക് ടെസ്റ്റ് ചെയ്യുക. നമ്മുടെ സെറ്റപ്സ് നിങ്ങൾ എത്രത്തോളം വർക്കായി അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ സെറ്റ് ചെയ്യുക. ആ രീതിയിൽ മുന്നേറുക എന്നുള്ളതാണ് നമ്മുടെ സക്സസിലോട്ട് കൊണ്ടുപോകുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ നോട്ടിനകത്ത് ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്ന് എഴുതി വെച്ചോ. ഓൾവേസ് ബി ഇംപേഷ്യന്റ് ഇൻ സ്കിൽ ഡെവലപ്മെന്റ്. ഓൾവേസ് ബി ഇംപേഷ്യന്റ് ഇൻ സ്കിൽ ഡെവലപ്മെന്റ്. അതായത് ഒരു സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആർത്തിയായിരിക്കണം. അതായത് ഭയങ്കര ഇംപേഷ്യന്റ്, ഒട്ടും ക്ഷമയില്ലാത്ത ആളായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ട്രേഡിംഗ് ആണെങ്കിലും നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണെങ്കിലും എന്താണെങ്കിലും സെൽഫ് ഇംപ്രൂവ്മെന്റ് ആണെങ്കിലും എന്താണെങ്കിലും, ഓൾവേസ് ബി ഇംപേഷ്യന്റ് ഇൻ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൾവേസ് ബി പേഷ്യന്റ് ഫോർ ദ റിസൾട്ട്. ഓൾവേസ് ബി പേഷ്യന്റ് ഫോർ ദ റിസൾട്ട്. നമ്മുടെ ഈ പറഞ്ഞ ഇംപേഷ്യന്റ് ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഇംപേഷ്യന്റ്. നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപേഷ്യന്റ് ആയിരിക്കണം. പേഷ്യൻസ് കാണിക്കേണ്ടത് എവിടാ? റിസൾട്ട് എന്നുള്ള എലമെന്റിൽ നമ്മൾ വളരെ സാവധാനം. ഇപ്പൊ നമ്മളൊരു ഇപ്പൊ നിങ്ങൾ പഠിച്ചതിന് ശേഷം ആ പഠിക്കുക എന്നുള്ള കാര്യത്തിൽ എന്തായിരിക്കണം? ഭയങ്കര ഇംപേഷ്യന്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ഭയങ്കര ഒരു പഠിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല എന്നുള്ള ലെവലിലോട്ട് നിങ്ങൾ എത്തണം. സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന കാര്യം, അത് ട്രേഡിംഗ് ആണെങ്കിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിലും ഒക്കെ ഓൾവേസ് ബി ഇംപേഷ്യന്റ്. എത്രത്തോളം പഠിക്കാൻ പറ്റും അത്രത്തോളം പഠിക്കുക. റിസൾട്ട് എന്നുള്ള കാര്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. രാഹുൽ ബ്രോ തുടക്കത്തിൽ പറഞ്ഞ പോയിന്റ്, അതായത് എന്തുകൊണ്ടാണ് 89% ആൾക്കാരും ജനറലി നിൽക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായി. അതായത് മിക്ക ആൾക്കാരും എന്താ ചെയ്യുന്നത്? അവര് റിസൾട്ട് എന്നുള്ളിടത്ത് ഇംപേഷ്യന്റും സ്കിൽ ഡെവലപ്മെന്റില് പേഷ്യന്റുമാണ്. പഠിക്കാൻ വയ്യ, റിസൾട്ട് കിട്ടിയാൽ മതി. ട്രേഡിങ്ങിലോട്ട് വരുന്ന ആൾക്കാർ എന്താ? നിങ്ങൾ എന്തുകൊണ്ട് എലൈറ്റ് ക്ലബിൽ എത്തിയെന്ന് അറിയോ? കാരണം നിങ്ങളെ എലൈറ്റ് ക്ലബിലോട്ട് ഞാൻ ഫിൽട്ടർ ചെയ്തൊരു റീസൺ ആണ്. അതായത് നിങ്ങൾ റിസൾട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ അത്യാവശ്യം പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ആണ്. കാരണം എനിക്ക് വരുന്ന ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ബഹുഭൂരിപക്ഷം അല്ലെങ്കിൽ 99% അല്ലെങ്കിൽ 89%, ഓക്കെ ഒരു കണക്കുണ്ടല്ലോ, 89% ആൾക്കാരും അല്ലെങ്കിൽ 90% ആൾക്കാരും ബ്രോ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും, ബ്രോ നമുക്ക് എത്ര നാളെടുക്കും? ആ ചോദ്യം ചോദിക്കുന്നത് ഞാൻ പിന്നെ അടുപ്പിക്കത്തില്ല. അതായത് ബ്രോ നമുക്ക് എത്ര നാൾ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും? ഇവിടെ ബ്രോ മാസങ്ങള് ചോരയും വിയർപ്പ് ഉയർത്തി ഇവിടെ ഇരിക്കുകയാണ്, ഉറക്കം പോലും ഇല്ലാണ്ട്. സോ ഓൾവേസ് ബി ഇംപേഷ്യന്റ്. ഇപ്പൊ ഗോഡി ബ്രോഡ് എക്സാമ്പിൾ തന്നെ എടുക്കുക. ഇപ്പം എന്റെ അടുത്ത് ബ്രോ ഒരിക്കൽ പോലും ബ്രോ എന്നാണ് ഞാൻ പ്രോഫിറ്റബിൾ ആവുന്നത് ഒരു ചോദ്യം ചോദിക്കും. കാരണം മൂപ്പർ എന്താണ് ഈ ഉറക്കം കളഞ്ഞു വിട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാ? മൂപ്പർക്ക് ഭയങ്കര ഹങ്കറാണ്. എന്ത്? സ്കിൽ ഡെവലപ്മെന്റ്. എവിടുന്നെങ്കിലും ഒരു സാധനം കിട്ടുക. അത് ട്രേഡിങ് മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും.
ഓൾവേസ് ബി ഇംപേഷ്യന്റ്. എന്തിന്? സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾവേസ് ബി പേഷ്യന്റ്. എന്തിനു വേണ്ടിയിട്ട്? റിസൾട്ടിന് വേണ്ടിയിട്ട്. പേഷ്യൻസോട് കൂടി ട്രസ്റ്റ് ദ പ്രോസസ്. ആ പ്രോസസ്സിനെ വിശ്വസിച്ച്, നിങ്ങളെ വിശ്വസിച്ച്, നിങ്ങളുടെ ടീം, നമ്മുടെ എലൈറ്റ് ക്ലബിനെ വിശ്വസിച്ച്, മെന്ററിനെ വിശ്വസിച്ച്, ആ പ്രോസസ്സിനെ വിശ്വസിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ആ ജോലി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാണ്ട് റിസൾട്ട് എന്നുള്ളത് നിങ്ങളുടെ പെട്ടിയിൽ വീണിരിക്കും, നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വീണിരിക്കും. സോ ജനറൽ ആൾക്കാർ എന്തുകൊണ്ടാണ് നിങ്ങൾ മാറി ആ വേൾഡ് ക്ലാസ് ആവേണ്ടത് എന്നുള്ളതിന്റെ ഉത്തരവാണ് മിക്ക ആൾക്കാരും സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ വലിയ പേഷ്യൻസ് ഒന്നുമില്ല. വളരെ പേഷ്യൻസ് ആണ്, വളരെ സാവധാനം പഠിക്കുക, നാളെ പഠിക്കുക, ഞാൻ ഇന്ന് എനിക്ക് കല്യാണമുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് പഠിക്കുന്നില്ല, നാളെ പഠിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ എക്സ്ക്യൂസുകളാണ്. നന്ദുബ്രോ ഇന്ന് എനിക്ക് അവിടെ പറ്റാത്തതുകൊണ്ട് ഞാൻ നാളെ ട്രെയിൻ എടുക്കും. അതൊക്കെ നിർത്തിയിട്ട് സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ, വർക്ക് ലൈഫ് ഇന്റഗ്രേഷനോട് കൂടി അത്ര ഹസിൽ ചെയ്തുകൊണ്ട്, കാരണം ഇതൊക്കെ ചെയ്താൽ മാത്രമേ റിസൾട്ട് വരും. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ പറഞ്ഞ രാവിലെ എനിക്ക് ഉറക്കപ്പിച്ച് പോയി ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്നത് അതൊക്കെ ജസ്റ്റ് റീൽസ് മാത്രമാണ്. അല്ലെങ്കിൽ അവർ അത്രയും ഇപ്പം വേൾഡ് ക്ലാസ്, ഇപ്പം യെസ് നമ്മുടെ ഗുഡ് ബാഡ് ആവറേജ് ഗുഡ് ഗ്രേറ്റ് മാസ്റ്റർ. ഇപ്പം നദീർ ബ്രോ വന്ന സമയത്ത് ഒരു ബാഡ് ട്രേഡർ ആയിരുന്ന സമയത്ത് ബ്രോയുടെ ചാർട്ട് കണ്ടാൽ അത് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാ? ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ്, അത് ഇത് വര കുത്ത് കോമ. ഒരു ബാഡ് അല്ലെങ്കിൽ ആവറേജ് ട്രേഡറിന്റെ ചാർട്ട് അങ്ങനെ ആയിരിക്കും. ഓക്കെ, കുറച്ച് ഗുഡിലോട്ട് എത്തുന്ന സമയത്ത് കുറച്ചുകൂടെ ഫിൽറ്റേർഡ് ആവും. ഇപ്പൊ നിങ്ങൾ എന്റെ ചാർട്ട്, നിങ്ങളുടെ ചാർട്ട് നോക്കുമ്പോൾ യെസ് ഞാൻ കുറച്ചുകൂടെ ഫിൽറ്റേർഡ് ആണ്. അല്ലെങ്കിൽ നമ്മൾ വിപിൻ സാർ ഈസ് എ മാസ്റ്റർ ട്രേഡിങ്ങില്. പുള്ളി അന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് മൂപ്പർ കീപ്പർ എന്നുള്ള ഒന്നും വരയ്ക്കണം, മാർക്കറ്റ് നോക്കിയാൽ തന്നെ പുള്ളിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ജസ്റ്റ് ബുൾഷിറ്റ് അല്ല, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. ഒരു പോയിന്റ് എത്തുമ്പോൾ അതിലോട്ടൊക്കെ എത്തണമെങ്കിൽ വർഷങ്ങൾ എടുക്കും. അതായത് ഒരു ജസ്റ്റ് ഇപ്പൊ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒരു കോർ പെയറിൽ ഇപ്പൊ യൂറോ USD ഏറെക്കുറെ മീൻസ് അതിന്റെ പകുതി പോലും എത്തിയിട്ടില്ല, ബട്ട് സ്റ്റിൽ അത്ര വലിയ വരയും കുത്തുന്ന ഒന്നും ആവശ്യമില്ല. കുറച്ച് സാധനങ്ങൾ മാത്രം ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യുന്നത് റെക്ടാംഗിളും അല്ലെങ്കിൽ ലൈനും മാത്രമായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ അടുത്ത ലെവലിലോട്ട് കയറുക. അപ്പൊ ഞാൻ എയിം ചെയ്യുന്നത്, എന്റെ ലക്ഷ്യം വേൾഡ് ക്ലാസ് ആവുക. അതായത് നമുക്കൊരു സാധനം ചാർട്ട് നോക്കുമ്പോൾ തന്നെ വിപിൻ സാർ പറഞ്ഞ പോലെ നമുക്കത് മനസ്സിലാവും. പക്ഷെ അതിനുവേണ്ടി എന്ത് വേണം? കണ്ടിന്യൂസ് ലേണിംഗ്, പഠിക്കുക. സോ ഫാസ്റ്റസ്റ്റ് വേ ടു സക്സസിലോട്ട് പെട്ടെന്ന് എത്താൻ പറ്റില്ല. അതിന് പെട്ടെന്ന് എത്തണമെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ ആണ് എന്ത്? ഓൾവേസ് ബി ഇംപേഷ്യന്റ് ഓൺ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൾവേസ് ബി പേഷ്യന്റ് ഓൺ റിസൾട്ട്. ക്ലിയർ? യെസ് ക്യാപ്റ്റൻ വധു ബ്രോ. യെസ് ബ്രോ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ പെട്ടെന്ന്. ഫാസ്റ്റസ്റ്റ് വേ ടു സക്സസ്. യെസ്, നമുക്ക് ഓൾവേസ് നമ്മൾ എപ്പോഴും പേഷ്യന്റ് ആയിട്ട് നമ്മള് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. എന്നുവെച്ചാൽ നമ്മൾ പയ്യെ റൊട്ടീൻ അങ്ങനെ അതും കൂടെ എന്റെ റൊട്ടീൻ പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ 4:45 എണീക്കും. 4:45 എണീറ്റിട്ട് മെഡിറ്റേഷൻ ചെയ്യും. മെഡിറ്റേഷൻ ചെയ്തതിന് ഞാൻ നേരെ നമ്മളെ പഠിക്കാനാണ് 3 മണിക്കൂർ കൊടുത്തു. അപ്പോൾ ഒരു 5 മണിക്ക് പഠിക്കാൻ തുടങ്ങി ഒരു 8 മണി വരെ തലങ്ങും വിലങ്ങും എന്ന് പഠിക്കും. ഞാൻ നമ്മുടെ രണ്ടുപേരുടെ റെക്കോർഡിംഗ് വീഡിയോ കാണും, ഡബിൾ ലൂപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ മാർക്കറ്റ് വരും. ഏത് പോയിന്റാണ് എനിക്ക് ഡൗട്ട് വന്നത് ആ പോയിന്റ് മാർക്കറ്റ് അവിടെ വെച്ച് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, മാർക്കറ്റ് അവിടെ എങ്ങനെയൊക്കെയാണ് മൊമെന്റം തരുന്നത് നോക്കും. ജസ്റ്റ് പോസ് ചെയ്യും. പിന്നെയും വന്നിട്ട് അവിടെ നിന്ന് ഞാൻ 1 hour മാസ്റ്റർ ആവാൻ നോക്കും. ആ കാര്യം എനിക്ക് എവിടെയാണാവോ, എനിക്ക് ഇപ്പൊ ഞാൻ എവിടെയാണ് ബാക്കിൽ കിടക്കുന്നത് ആ സാധനം ഞാൻ പിന്നെയും അതിൽ തന്നെ ഇട്ട് ഡബിൾ ലൂപ്പ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് അതിൽ മാസ്റ്റർ ആകാൻ ഞാൻ ശ്രമിക്കും. എന്നിട്ട് നമ്മൾ പിന്നെയും നന്ദുബ്രോയുടെ വീഡിയോ കാണും. അപ്പൊ എനിക്ക് പിന്നെ അത് ക്ലിക്ക് ആവും. അങ്ങനെ ഞാൻ 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട്. നമുക്കിപ്പം JPA തന്നെ കുറെ ഉണ്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ. നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ 1 വീക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത്, ഇപ്പം ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നുമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറെ പേരിലേക്ക് പോവാം, അവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ യൂറോ USDയിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട്. പയ്യെ അതും ബാക്ക് ടെസ്റ്റ് ചെയ്ത് അതിലും മാസ്റ്ററായി. 2 പേരുമാണ് എന്റെ മെയിൻ ആക്കാൻ നോക്കുന്നത്. എന്താ പറയുക, ഇതാണ് ഇപ്പൊ പിന്നെ എന്റെ ബാക്ക്. പിന്നെ എന്റെ ഡെയിലി റൂട്ടീൻ പറയാനാണെങ്കിൽ പഠിത്തം കഴിഞ്ഞാൽ ഒരു ചെറിയ നാപ്പ് എടുക്കും. നമ്മുടെ ലണ്ടൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ നാപ്പ് എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലണ്ടൻ സെക്ഷൻ ഇരിക്കും. ലണ്ടൻ സെക്ഷനിൽ ഇരുന്നതിന് നമുക്ക് 3 മണിക്ക് നമ്മുടെ ഒരു മൺഡേ ടു ഇതില്ല, ബുധനാഴ്ച ഇല്ല, ചൊവ്വാഴ്ച വരെയില്ല, ബുധനാഴ്ച നമ്മുടെ സെക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ബുധൻ 3 മണി തൊട്ട് ആ സെക്ഷൻ അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ ദിവസവും വൈകുന്നേരം 9 മണിക്ക് നമ്മുടെ മാർക്കറ്റ് ടോക്സ് ഉണ്ട്. അതും അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഞാൻ എന്റെ പരിപാടി ഫ്രീ ആകുന്നത്. അത് കഴിഞ്ഞിട്ട് ടൈം നമ്മുടെ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. എന്റെ സിനിമ എന്തെങ്കിലും ഒരു കുറച്ചു നേരം സിനിമ കാണും. അങ്ങനെ കുറച്ച് സിനിമ കാണും. അങ്ങനത്തെ അതിനകത്താണ് വർക്കൗട്ട്. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം കൂടെ വർക്കൗട്ടിന്റെ കാര്യമാണ് വഴക്ക് പറഞ്ഞത്. കാരണം വധുബ്രോ റൊട്ടീൻ പറഞ്ഞപ്പം ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കുറവ്, ഞാൻ വധുബ്രോയുടെ പേരെടുത്ത് പറഞ്ഞത്
സമയം കിട്ടുന്നില്ല എന്നതാണ് എൻ്റെ അടുത്ത് നമുക്ക് സമയം കിട്ടുന്നില്ല, സമയം കിട്ടണം. കാരണം ഒരു ബെറ്റർ ട്രേഡർ ആവാൻ വേണ്ടിയിട്ട് അതിന്റെയും കൂടി ഒരു കുറവുണ്ട്. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. ഇപ്പൊ മധുപ്രോ പറഞ്ഞാൽ അത് കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ്. പഠിക്കുക, പഠിക്കുക, പഠിക്കുക. ഇതിനകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, മറ്റ് തിരക്കുകളുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഹസിൽ ചെയ്യുക. ഇപ്പൊ ഗോഡിംബ്രോ അല്ലെങ്കിൽ രാഹുൽ ഒക്കെ പറഞ്ഞാൽ തിരക്കാണ്, എല്ലാവർക്കും തിരക്കാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് മാസ്റ്റർ ആവാനുണ്ടെങ്കിൽ, ഈ മേഖലയിൽ മാസ്റ്റർ ആവണമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തി നിങ്ങളുടെ കഴിവ്, കേപ്പബിലിറ്റി കൂട്ടിയേ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കി തന്നെ നോക്കുക. ആ കേപ്പബിലിറ്റി കൂടിയാൽ മാത്രമേ, ഞാനല്ല നിങ്ങൾക്ക് ലോകത്തെ ഏറ്റവും വലിയ മെന്റർ വന്ന് നിങ്ങളെ ഒരു അടിപൊളി കോൺസെപ്റ്റ് എല്ലാം പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ പോലും അതെടുക്കാനുള്ള കഴിവ്, അത് ബാക്ക് ടു ടോപ്പിക്, ഇതെന്താ കോണ്ടന്റ്, ഇതെന്താ കോണ്ടെക്സ്റ്റ്. ഏത് മെന്റർ ഒഴിച്ചു തന്നെന്ന് പറഞ്ഞാലും ആ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ആ മാസ്റ്റർ ആവാൻ പറ്റത്തില്ല. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എലൈറ്റ് ക്ലബിന്റെ വിഷൻ എന്താണ്? എലൈറ്റ് ക്ലബിന്റെ മൊത്തത്തിലുള്ള വിഷൻ അല്ല, എലൈറ്റ് ക്ലബ് 2025 ബാച്ചിന്റെ, അതായത് 2025 ബാച്ച് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ബാച്ചാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ബാച്ചാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ കംപ്ലീറ്റ് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ മാത്രം എലൈറ്റ് ക്ലബിലൂടെ നിങ്ങളെ പിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2025 ഞാൻ എയിം ചെയ്തത് 5 പേര്, നമ്മളന്ന് റെക്കോർഡ് ചെയ്ത് നമ്മൾ 5 പേരെ ആ ഒരു 10 ലാക്കിലോട്ട്, അതായത് ഈ ഒരു 1 ഇയറിൽ 10 ലാക്ക് എന്നുള്ളൊരു പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് 10 ലാക്കിലോട്ട് നിങ്ങളെ കൊണ്ട് എത്തിക്കുക. നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പേര്. അന്ന് എൻ്റെ അടുത്ത് ചില ആൾക്കാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നന്ദുപുരക്ക് എല്ലാവരും എത്തിച്ചൂടെ എന്നുള്ളത്. കാരണം അന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയും, ഞാൻ ആ ഒരു കോൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം ഞാൻ പാലിക്കുന്ന ഒരു സാധനമാണ് 80-20. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും 80-20 പ്രിൻസിപ്പിൾ. അതായത് നമ്മുടെ ജീവിതത്തിൽ, ഇത് ബിസിനസ്സിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ 80% കാര്യങ്ങളും നമ്മൾ വേസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. ഈ ഒരു 20% ആയിരിക്കും നമ്മുടെ പ്രൊഡക്റ്റീവ് ടാസ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ 80-20 പഠിച്ചതിന് ശേഷമാണ് ഈ പറഞ്ഞ 80% എന്റെ ഡേ ടു ഡേ ലൈഫിൽ ഈ പറഞ്ഞ, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ കുക്കിംഗ്, ക്ലീനിങ്, അതെല്ലാം എന്റെ 80%. ഞാൻ ഫോക്കസ് ചെയ്യേണ്ടതില്ല, പഠിക്കുക, ട്രേഡ് ചെയ്യുക, നിങ്ങളെ പഠിപ്പിക്കുക, കോണ്ടന്റ് ക്രിയേഷൻ, എന്റെ ബിസിനസ്, ഇതാണ് എന്റെ 20%. അപ്പൊ ഞാൻ എന്താ ചെയ്തത്, ഡേ ടു ഡേ ലൈഫിൽ എന്റെ 20% ഞാൻ ഫോക്കസ് ചെയ്ത് 80% ഞാൻ ഡെലിഗേറ്റ് ചെയ്ത്. ഈ സെയിം പരിപാടിയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഓൾമോസ്റ്റ് എനിക്ക് ഇപ്പൊ 56,000 ഫോളോവേഴ്സ് ആയി. അതിൽ നിന്ന് 4,000 പേരാണ് എന്റെ ക്ലബ് 1% എത്തിയത്, 4 ഗ്രൂപ്പായിട്ട്. അതിൽ നിന്ന് വെബിനാറിനകത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ തുടക്കം തൊട്ടേ വെബിനാർ എടുത്തിട്ടുണ്ട്. പക്ഷെ കമ്മ്യൂണിറ്റി വന്നതിന് ശേഷം ഒരു 100 പേര് അല്ലെങ്കിൽ 100-150 താഴെ പേര്, മേ ബി 150 പേരോളം നമ്മുടെ വെബിനാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 150-200 എത്ര സംതിങ് പോട്ടെ. അതിൽ നിന്ന് ഈ പറഞ്ഞ ഓരോ ബാച്ചിനകത്ത് 10-20 പേരെയാണ് ഞാൻ എടുക്കുന്നതും. അത്രയും പേരെ വരാറുള്ളൂ. ഓക്കെ, അതിൽ കൂടുതൽ ചിലപ്പോൾ വരുമായിരിക്കും. പക്ഷെ അറ്റ് എ ടൈം ഒരു 20 പേര് അല്ലെങ്കിൽ മാക്സിമം 10 പേര് എടുക്കുന്നത്. അവിടെ നിന്ന് ഇപ്പൊ എലൈറ്റ് ക്ലബ് വന്ന്, എലൈറ്റിൽ നിന്ന് വിജയോത്ഭവം വന്ന്, വിജയോത്ഭവത്തിൽ വന്ന് നിൽക്കുമ്പോ എത്ര 17 പേര്. അതായത് നമ്മൾ 56,000K ഇൻസ്റ്റഗ്രാം ഫാമിലി, അതിൽ നിന്ന് 4,000 പേരുടെ കമ്മ്യൂണിറ്റി, അതിൽ നിന്ന് ഒരു 200 പേരുടെ വെബിനാർ, അതിൽ നിന്ന് 4 ബാച്ച്, അതിൽ നിന്ന് എലൈറ്റ് ക്ലബ്, അതിൽ നിന്ന് അടുത്ത ലെവൽ പഠിക്കാൻ വന്ന 17 പേര്. ഇത് ഇന്നും ഫിൽട്ടർ ആവും. ഞാൻ ഇന്നലെ ക്യാപ്റ്റൻ ആയിട്ടുള്ള മധുബ്രോ എടുത്ത് പറഞ്ഞൊരു പോയിന്റ് ആണ്, ഇതിൽ നിന്നും ഫിൽട്ടർ ആവും. അതായത് ഇതിലും ഒരു 80-20 ഉണ്ട്. ഇതിനകത്ത് 80% ആൾക്കാരും ചിലപ്പം അറിയത്തില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും അതിലോട്ട് വരണം എന്നാണ്. പക്ഷെ ഒരു പ്രപഞ്ച സത്യമാണ്, 80% ആൾക്കാർ എഫേർട്ട്, ഇപ്പൊ ഇതിനകത്ത് 100% അല്ലെങ്കിൽ ഒരു 80% എഫേർട്ട് ഇടുന്ന ആൾക്കാരില്ല, കുറവാണ്. അതിലോട്ട് എത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാണ്ട് 80% എഫേർട്ട് ഇടുന്ന ആൾക്കാർ വളരെ കുറവാണ്. സോ ഇതിന്ന് ഫിൽട്ടർ ആവും. സോ എൻഡ് ഓഫ് ദ ഇയറിൽ അന്നേ എനിക്ക് അറിയാവുന്നൊരു കാര്യമാണ്, തുടങ്ങുമ്പോ എല്ലാവർക്കും ആവശ്യം 10 ലക്ഷം, യെസ് 10 ലക്ഷം ഒന്നുമല്ല, എല്ലാവരും ഇവിടെ കോടികളൊക്കെ ആയിരുന്നു അന്ന് എഴുതി വെച്ചത്. പക്ഷെ ഇപ്പൊ നമ്മൾ എയിം ചെയ്തത് റിയലിസ്റ്റിക് ആയിട്ട് 10 ലക്ഷത്തിലോട്ട് എത്തി. ഇത് 5 പേരെ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ഗോള്. ആ 5 പേരില് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഉണ്ടാവണം എന്നുള്ളത് എന്റെ ആവശ്യമല്ല, നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. 5 പേരെ കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം 5 പേരെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എയിം ചെയ്ത്, ഇപ്പൊ നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അതായത് വളരെ പതുക്കെ നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ച് വളരെ പതുക്കെയാണ് പോകുന്നത്. പക്ഷെ എലൈറ്റ് ക്ലബിന്റെ 2026 ബാച്ച്, അല്ലെങ്കിൽ ഇപ്പൊ ഗോഡിംബ്രോ പറയുന്ന പോലെ നമ്മള് ലോകം അറിയുന്ന ലെവലിൽ, അല്ലെങ്കിൽ നമ്മൾ ഇത് നല്ല രീതിയിൽ നമ്മൾ ആ ഒരു വേൾഡ് ക്ലാസ് ലെവലിൽ നമ്മൾ അറിയുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. അത് മാറാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ എന്റെ ലക്ഷ്യമാണ് 5 പേരെ ലക്ഷ്യത്തിലോട്ട് എത്തിക്കുക, 5 പേരെ മാസീവായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലോട്ട് എത്തിക്കുക. 5 പേരെയും കൊണ്ട് ഞാൻ അടുത്ത 2026 പറഞ്ഞു. അപ്പൊ 5 പേര്, കാരണം ട്രേഡിംഗ് എന്ന് പറയുന്ന മേഖലയ്ക്ക് നിങ്ങൾക്ക് അറിയില്ല, അതിന് അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത്രയും വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ള ഫീൽഡാണ് ട്രേഡിംഗ്. ഇൻവെസ്റ്റ്മെന്റ് കടലോളം ഉണ്ട്. കാരണം ഒരു പ്രായം എത്തിക്കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ലൈഫിൽ
അൾട്ടിമേറ്റ് ലക്ഷറി അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഫ്രീഡം, ലക്ഷറിനെക്കാളും ഫ്രീഡം അതിലോട്ടൊക്കെ എത്തണ്ടേ. സോ എന്റെ ഗോൾ അനുസരിച്ച് 5 പേര് മതി. എനിക്ക് 5 പേരെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 2026 നമ്മുടെ എലൈറ്റ് ക്ലബ്ബ് ഇതിനേക്കാളും മികച്ച രീതിയിൽ നടത്തും. അതിന്റെ അടുത്ത ബാച്ച് അതിനേക്കാൾ ഞാൻ 2025, 28, 35 3 വിഷൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് 5 പേരെ കിട്ടിയാൽ മതി. ആ 5 പേരിനകത്ത് ഷിയാസ് എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ അശ്വിൻ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാവണം എന്നുള്ളത് എന്റെ നിർബന്ധമല്ല, നിങ്ങളുടെ ആവശ്യമാണ്. സോ ആ 5 പേരിലോട്ട് ഇവിടെ ആരൊക്കെ വരും? എനിക്ക് ജസ്റ്റ് ഇപ്പൊ ഒന്ന് കേൾക്കാൻ പറ്റും. ആരൊക്കെ ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് കേപ്പബിലിറ്റി കൂട്ടി കഴിവ് കൂട്ടി 5 പേരോട്ട് റെഡി. നന്ദുബ്രോ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. യെസ് 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 ഞാൻ അപ്പനും നന്ദുബ്രോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ 17 പേര് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാണുമെന്ന്. അപ്പനും നന്ദുബ്രോ തന്നെ കാണത്തില്ല എന്ന്. പക്ഷെ ആസ് എ ക്യാപ്റ്റൻ എനിക്കൊരു വിശ്വാസമുണ്ട് ഈ 17 പേരും കാണുന്നുണ്ട്. 17 പേരും പിന്നെ ഇപ്പൊ എലൈറ്റിനകത്ത് വന്ന പുതിയ ആൾക്കാരും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മുമ്പോട്ട് അല്ല പോകാനുണ്ട്. ഇപ്പൊ ലെവൽ 2-ലുള്ളവര് ഞാൻ ആ 17 പേരുടെ കാര്യം പറഞ്ഞു. ബ്രോ അതില് എനിക്കൊരു കൂട്ടിച്ചേർക്കാനുള്ളത്, സത്യം പറഞ്ഞാൽ സ്ട്രഗ്ലിംഗ് ആണ് അത്. ആ ഒരു പീരീഡ് ഒന്ന് ഒരു പോയിന്റ് എത്തുമ്പോ മാറുന്നു വിശ്വസിക്കുന്നുണ്ട്. അത് മാറിക്കഴിഞ്ഞ ബ്രോ മാറാൻ പറ്റുള്ളൂ. യെസ്, ഉറപ്പായിട്ടും കണ്ടിന്യൂസ് കേപ്പബിലിറ്റി കൂട്ടി നമ്മുടെ കഴിവ് കണ്ടിന്യൂസ് പഠിച്ച് കഴിവ് കൂട്ടി കേപ്പബിലിറ്റി. ഇപ്പൊ എന്തുകൊണ്ട് എൻട്രി എടുക്കാൻ പറ്റാതെ, എന്തുകൊണ്ട് മിസ്സാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സെഷനാണ് അതിന്റെ ഉത്തരം. കഴിവ്, നമ്മുടെ സ്കില്ല്, എങ്ങനെ കഴിവ് വർദ്ധിപ്പിക്കുന്നത്, നമ്മുടെ സ്കിൽ ഡെവലപ്പ് ചെയ്ത് അതിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 5 പേരല്ല, എന്റെ ആഗ്രഹം ഞാൻ പഠിപ്പിച്ച എല്ലാവരും മാസ്റ്റർ ആവാന്നാണ്. കാരണം ഞാൻ പറഞ്ഞത്, എനിക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ വിജയോന്മുഖത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ചെങ്കിലും വഴക്ക് പറയാൻ തുടങ്ങിയത്. നിങ്ങൾ വേറെ എവിടെ പോയാലും ചിലപ്പോൾ നിങ്ങളെ അങ്ങനെ ഗൈഡ് ചെയ്യുന്ന ആരും കാണത്തില്ല. ട്രേഡിങ്ങിലാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ പഠിപ്പിക്കും, അവർക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റിസൾട്ട് വരുന്നു എന്നുള്ളത് അവരുടെ ബാധ്യത, നിങ്ങൾ എഫേർട്ട് ഇടുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ ഞാനിപ്പം വിജയോന്മുഖത്തിൽ വന്നതിന് ശേഷം, കാരണം ഇപ്പൊ പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ നമുക്ക് അവർ അത്ര പരിചയമില്ല. ഇപ്പൊ ഞാൻ വിജയോന്മുഖത്തിലുള്ള എല്ലാവരും ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ നന്ദുബ്രോ വഴക്ക് പറയണം എന്നാണ് എന്റെ അടുത്ത് കൂടുതലും പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം എല്ലാവരെയും ആ റിസൾട്ടിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇന്നത്തെ സെഷൻ ആണെങ്കിൽ ഞാൻ മറ്റ് ക്ലാസ് എടുക്കുന്ന ആ ഒരു സ്റ്റൈലിൽ ഇത് എടുക്കാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ റീസണേ ഉള്ളൂ. കാരണം ഇന്ന് ഓൾറെഡി നല്ല സന്തോഷത്തിലായിരുന്നു. പക്ഷെ എന്നിട്ടും ഞാൻ അത് മാക്സിമം ആ സന്തോഷമൊക്കെ ജസ്റ്റ് ഒരു ദിവസം ട്രേഡ് എടുത്തോ പ്രോഫിറ്റ് എടുത്തോ ഒന്നും ആവുന്നില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ അടുത്ത് തന്നെ മിററിൽ പോയിട്ട് പറഞ്ഞത്, ഒരു ദിവസം നിങ്ങൾ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ആയി, അവിടെ നിങ്ങളെ ആ ഒരു എന്താ പറയാ ആ ഒരു ട്രാപ്പിലാക്കാണ്ട് നിങ്ങൾ റിസൾട്ട് കൊണ്ടുവരുന്നില്ല എന്നുള്ളത് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞ് അതിന് വേണ്ട സൊല്യൂഷൻസ് ആസ് എ മെന്റർ പറഞ്ഞു തന്നിട്ടുണ്ട്. 50%. ബാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന എത്ര പേരാണോ അവര് അവസാനം 2025 നമ്മുടെ ക്രൗൺ പ്ലാസയിലെ ആ ഒരു സക്സസ് പ്രോഗ്രാമിൽ അവര് കാണും. അവിടെ നമ്മൾ അടുത്ത 2026 പുതിയൊരു യാത്ര നമ്മൾ ആരംഭിക്കും. സോ അതിലോട്ട് എത്തുക എന്നുള്ളത് നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയായിരിക്കണം, ആ വ്യക്തിയുടെ ആവശ്യമായിരിക്കണം. അതിനു വേണ്ടിയുള്ള എഫേർട്ട് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ പഠിക്കുക. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. എലൈറ്റ് ക്ലബ് ടീം, ഇപ്പൊ നിങ്ങൾ ലെവൽ 1 പഠിച്ചിരിക്കുന്ന ആൾക്കാർ ഗൈസ്, നമ്മൾ ഒന്നും ആയിട്ടില്ല, ഒരുപാട് മുന്നേറാനുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ലെവൽ 1-ലുണ്ട്. നിങ്ങൾ അതിൽ മാസ്റ്റർ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് തന്നെ തോന്നും നമ്മൾ അടുത്ത ലെവലിലോട്ട് പോകണം. അതാണ് ലെവൽ 2. ലെവൽ 2 നിൽക്കുന്ന ആൾക്കാർ ഇപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് ഒക്കെ എടുത്ത് നിങ്ങൾ ഒരു ലെവൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ലെവൽ, ഇപ്പൊ ഞാനാണെങ്കിലും എന്താ ഞാൻ നിങ്ങൾക്ക് അടുത്ത ലെവലിലോട്ട്. സോ ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. സോ ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെല്ലാം വിഷ് ചെയ്തുകൊണ്ട് താങ്ക് യു സോ മച്ച് ആൻഡ് ഗൈസ് സി യു. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടുകൂട്ടാം. അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക്